ായിട്ട് ഈ ദിവസങ്ങളിൽ ചിന്തിച്ചുകൊണ്ട് വന്നിരിക്കുന്ന അധ്യായം, ധ്യാനിക്കുന്ന അധ്യായം ഏതാണെന്ന് ഓർമ്മയുണ്ടോ? എഫേസ്യർ. ആമേൻ. നമ്മൾ എഫേസ്യർ ലേഖനത്തിൻ്റെ അകത്തുനിന്നായിരുന്നു ധ്യാനിച്ചു വന്നുകൊണ്ടിരിക്കുന്നത്. എഫേസ്യർ ലേഖനത്തിൻ്റെ അകത്തെ ചില വചനങ്ങളെ ഇന്ന് നമുക്ക് ധ്യാനിക്കാം. അതിലൂടെ നമുക്ക് ആത്മീയ വർധനവിനെ ദൈവം തരുന്നുണ്ടല്ലോ. ദൈവത്തിൻ്റെ കൃപയാൽ ആഗ്രഹിക്കുന്നു ദൈവം ഏറ്റവും ഭംഗിയായിട്ട് നടക്കും. വെള്ളിയാഴ്ച ഫ്രൈഡേ നമുക്ക് അന്യഭാഷാ പ്രാർത്ഥന ക്രമീകരിക്കുവാൻ ദൈവകൃപയിൽ ആശ്രയിക്കുന്നു. ആഗ്രഹിക്കുന്നവരൊക്കെ അതിൽ പങ്കുചേരുക. എൻ്റെ ആഗ്രഹം നമ്മുടെ മോർണിംഗിൽ രാവിലെ ഇന്ത്യൻ സമയം രാവിലെ വരാൻ സാധ്യത കുറവാണെങ്കിലും ഇവിടുത്തെ ഒരു രാവിലെ വെച്ചാണ് ഞാനത് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. കുറച്ച് നേരം നമുക്ക് അന്യഭാഷയിൽ പ്രാർത്ഥിക്കാൻ കർത്താവ് സഹായിക്കണമല്ലോ. അപ്പോൾ വെള്ളിയാഴ്ച ഞാൻ എൻ്റെ ലിങ്ക് എങ്ങനെയാണെന്ന് വെച്ചാൽ ക്രമീകരണം നോക്കിയിട്ട് ഞാനതിൻ്റെ ലിങ്ക് നിങ്ങൾക്ക് അയച്ചു തരാം. നമുക്കതനുസരിച്ച് എന്ത് ചെയ്യാം, ഒരുമിച്ച് പ്രാർത്ഥിക്കാം. അന്യഭാഷയിൽ പ്രാർത്ഥിക്കുവാൻ ആഗ്രഹിക്കുന്നവർ, അന്യഭാഷ വരം ആഗ്രഹിക്കുന്നവർക്കൊക്കെയും പ്രവേശിക്കാം. വലിയ അനുഗ്രഹമായി തന്നെ ദൈവം അത് മാറ്റും. കണ്ടിന്യൂസ് നമുക്കതിലേക്ക് അന്യഭാഷയിലേക്ക് നമുക്ക് പോകാം. സ്വർഗം നമ്മളെ സഹായിക്കുന്നല്ലോ. ആമേൻ. നമുക്ക് ഒരുമിച്ച് ഇന്ന് പ്രാർത്ഥനയോടെ തന്നെ ദൈവസന്നിധിയിൽ മുന്നോട്ട് പോകാം. കർത്താവിൻ്റെ വചനം നമുക്ക് കേൾക്കാം. ദൈവവചനത്തിൽ നമുക്ക് ആശ്രയിക്കാം. കർത്താവിൻ്റെ വചനത്തിൽ നമുക്ക് വിശ്വസിക്കാം. വലിയ കൃപയിൽ നമുക്ക് നേടാം. എഫേസ്യ ലേഖനം 3-ാം അധ്യായത്തിൽ ചില ഭാഗങ്ങളാണ് നിങ്ങളോട് ഞാൻ സംസാരിക്കുവാൻ ആഗ്രഹിക്കുന്നത്. എഫേസ്യ ലേഖനം 3-ാം അധ്യായത്തിൻ്റെ 7-ാമത്തെ വാക്യം അവിടെ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത്. സുവിശേഷത്തിൽ ആ വാക്യം ഞാൻ അവിടെ വായിക്കുന്നത് നിങ്ങൾക്ക് അവിടെ കാണാൻ പറ്റുന്നുണ്ട്. എനിക്ക് വന്ന് ഇവിടെ അത് പ്രൊജക്റ്റ് ആകുന്നില്ല, എന്തോ സ്ക്രീനിലേക്ക് അത് വരുന്നില്ല. എന്താ സംഭവം എന്നറിയത്തില്ല. ഓക്കെ, ഞാൻ ഇവിടെ നോക്കാം, എന്തോ അത് വ്യത്യാസം കൂടെ കാണിക്കുന്നു. ഓക്കെ, അവിടെ വന്നു. സ്തോത്രം. ഇവിടെ നോക്കിയേ, സുവിശേഷത്തിൽ ഞാൻ എൻ്റെ ദൈവത്തിൻ്റെ ശക്തിയുടെ വ്യാപാരപ്രകാരം എനിക്ക് ലഭിച്ച ദൈവത്തിൻ്റെ കൃപാദാനത്താൽ ഞാൻ ശുശ്രൂഷകൻ ആയിത്തീർന്നിരിക്കുന്നു. ഇവിടെ നോക്കുക, ശുശ്രൂഷകൻ ആയിത്തീർന്നു. പൗലോസ്ലീഹ പറയുകയാണ്, സുവിശേഷത്തിനിൽ ഞാൻ കർത്താവിൻ്റെ ശക്തിയുടെ വ്യാപാരപ്രകാരം തനിക്ക് ലഭിച്ച ദൈവത്തിൻ്റെ കൃപാദാനത്താൽ ശുശ്രൂഷകരായി തീർന്നു. അങ്ങനെ 1-2 കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ അനുഗ്രഹത്തിന് തടസ്സവും പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കാതെ ഇരിക്കുവാൻ ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയാണ് ഞാൻ ഇന്ന് ഈ കാര്യങ്ങൾ, നിങ്ങൾക്ക് വേണ്ടി എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കുള്ളതാണ് ഈ ദൈവിക വചന ആലോചന. എന്നാൽ ഞാൻ ഇന്ന് ഈ വചനം പെട്ടെന്ന് എൻ്റെ മനസ്സിലേക്ക് വന്ന സമയത്ത് നിമിഷ നേരം കൊണ്ട് ചില കാര്യങ്ങൾ കർത്താവ് എൻ്റെ ഉള്ളത്തിൽ തന്നത് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നു. അപ്പോസ്തലനായ പൗലോസ്ലീഹ പറഞ്ഞു, സുവിശേഷത്തിന് ഞാൻ കർത്താവിൻ്റെ ശക്തിയുടെ വ്യാപാരപ്രകാരം, നോക്കി, ദൈവശക്തിയുടെ വ്യാപാരപ്രകാരം ഒരു വാക്ക് അവിടെ കാണുന്നുണ്ടോ? അപ്പോൾ ദൈവശക്തിക്ക് അതിൻ്റെ വ്യാപാരപ്രകാരം, അപ്പോൾ ദൈവശക്തിയുടെ എന്താണ് ഈ വ്യാപാരം? പൗലോസ് പറഞ്ഞത് ഇങ്ങനെ പറയുന്നത്, ഐ വാസ് മെയ്ഡ് എ മിനിസ്റ്റർ. ഞാൻ ദൈവശക്തിയാൽ ഒരു ശുശ്രൂഷകനായി മാറിയിരിക്കുന്നു. ഹല്ലേലൂയ. അപ്പോൾ ദൈവശക്തിയാൽ ഞാനൊരു ശുശ്രൂഷകനായി മാറിയിരിക്കുന്നു. നിങ്ങളെപ്പോഴും ഞാൻ പറയാറുണ്ട്, നിങ്ങൾ ശുശ്രൂഷകന്മാരെ ബഹുമാനിക്കണം. കർത്താവിൻ്റെ സുവിശേഷ വേല ചെയ്യുന്ന വ്യക്തികളെ ബഹുമാനിക്കണം. ബൈബിൾ തന്നെ വ്യക്തമായിട്ട് പറഞ്ഞു, സുവിശേഷകരെ മാത്രമല്ല, സുവിശേഷം ദൈവദാസന്മാരെ മാത്രമല്ല, സുവിശേഷം പറയുന്നവരെയും ബഹുമാനിക്കണം. ചിലപ്പോൾ നമുക്ക് അവരുടെ കുറ്റം കുറവും ഒക്കെ ഒത്തിരി കണ്ടേക്കാം. ഇപ്പം ഞാൻ പറയാറുണ്ടല്ലേ, നിങ്ങൾ നോക്കുമ്പോൾ ബ്രദറിന് ഒത്തിരി കുറവുകൾ കണ്ടേക്കാം. അങ്ങനെ കുറവുകൾ കാണുവാണെങ്കിൽ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? ബ്രദറിന് കുറേ കുറവുകൾ നിങ്ങൾ കണ്ടു, അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? അപ്പോൾ ബ്രദറിൻ്റെ കുറവുകളെ വെളിപ്പെടുത്തുവാൻ ഓൾറെഡി പിശാചുണ്ട്. സാത്താൻ്റെ ഡ്യൂട്ടി തന്നെ ബ്രദറിൻ്റെ കുറവുകൾ എവിടെയൊക്കെയുണ്ട് അതൊക്കെ ഉയർത്തിക്കൊണ്ട് വരിക എന്നാണെങ്കിൽ, വിശ്വാസികളുടെ ഗുണമെന്ന് പറഞ്ഞാൽ ആ കുറവുകളെ ദൈവസന്നിധിയിൽ ഇടിച്ചു കളയുവാൻ സഹായിക്കും. ആമേൻ. അപ്പോസ്തലനായ പൗലോസ്ലീഹ പറഞ്ഞിട്ടുണ്ട്, ഞാൻ വചനവുമായി നിൽക്കുമ്പോൾ എൻ്റെ നാവിൽ ദൈവത്തിൻ്റെ വചനം വരേണ്ടതിന് നിങ്ങൾ എനിക്ക് വേണ്ടി ആത്മാവിൽ പോരാടണം. പൗലോസ്ലീഹയ്ക്ക് വചനം അറിയാത്തത് കൊണ്ടല്ല, പ്രസംഗിക്കാൻ അറിയാത്തത് കൊണ്ടല്ല, അവിടെ യഥാർത്ഥ ദൈവിക ആലോചന, പല ഇമോഷനിലൂടെ അദ്ദേഹം കടന്നു പോകുന്ന വ്യക്തിയാണ്. അദ്ദേഹം ചിലപ്പം, ഞാൻ പറഞ്ഞില്ല, അദ്ദേഹം ഒരു ഭയങ്കര പണ്ഡിതനാണ്, ജ്ഞാനിയാണ്, ബൈബിൾ വലിയ എന്താ പറയുന്നത് പരീക്ഷനാണ് അദ്ദേഹം.
അപ്പം ചിലപ്പോൾ അദ്ദേഹത്തിൻ്റെ ജ്ഞാനമൊന്നും അവിടെ പൊങ്ങി വരരുത്. ജനത്തിന് വേണ്ടിയത് വിളമ്പുവാൻ, അദ്ദേഹത്തിൻ്റെ നാവിൽ പരിശുദ്ധാത്മ നിയോഗങ്ങൾ വെളിപ്പെടുവാൻ മാനുഷിക ബുദ്ധി കയറി വരാതെ അദ്ദേഹം പറയും, നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥനയിൽ പോരാടണം. കണ്ടോ, ഫൈറ്റ് ചെയ്യണം. അപ്പോൾ അത്രത്തോളം പ്രാധാന്യമുണ്ട് ശുശ്രൂഷകർക്ക്. ഇവിടെ പൗലോസ്ലീഹ പറയുന്നത് ദൈവത്തിൻ്റെ ശക്തിയാൽ ഞാൻ എന്തായിത്തീർന്നു, ഞാനൊരു ശുശ്രൂഷകനായി മാറിയിരിക്കുന്നു. ആമേൻ. അപ്പോൾ ഒരു സുവിശേഷം പറയുന്നൊരു വ്യക്തി, ശുശ്രൂഷകൻ അല്ലെങ്കിൽ കർത്താവിൻ്റെ വേല ചെയ്യുന്നൊരു വ്യക്തിയെ നമ്മളെപ്പോഴും റെസ്പെക്റ്റ് ചെയ്യണം. ഞാൻ നിങ്ങളോട് പലപ്പോഴും പറയാറില്ലേ, നിങ്ങൾ ഒരു ദൈവദാസൻ്റെയും കുറവുകൾ നിങ്ങൾക്ക് അറിയാമെങ്കിലും പറഞ്ഞു നടക്കരുത്. ഒരു ദൈവദാസൻ്റെയും കുറവ് നമ്മൾ പറഞ്ഞു നടക്കരുത്. ഞാൻ ഉദാഹരണം പറയാം. നിങ്ങളിലൊരു അഭിഷേകമുണ്ട്. നിങ്ങൾക്ക് ഞാൻ പറഞ്ഞല്ലോ, ദൈവമാണ് അഭിഷേകം ചെയ്യുന്നത്. ഇപ്പം നിങ്ങൾ ചിന്തിക്കുക, ഈ ബ്രദറിനെ അഭിഷേകം ചെയ്യാതെ എത്രയോ കഴിവുള്ള ആൾക്കാരുണ്ടായിരുന്നു ഞങ്ങളുടെ അടുത്ത്, എന്തോരം മിടുക്കന്മാരുണ്ടായിരുന്നു. അവർക്ക് ഈ അഭിഷേകം കർത്താവ് കൊടുത്താൽ മതിയായിരുന്നു, ബ്രദറിന് കൊടുക്കേണ്ട കാര്യമില്ലായിരുന്നു. നിങ്ങൾ സ്വയമായിട്ട് പറഞ്ഞിട്ട് കാര്യമില്ല. എന്തുകൊണ്ടെന്നാൽ ദൈവത്തിൻ്റെ ഇഷ്ടമാണ് അഭിഷേകം ആർക്ക് കൊടുക്കണമെന്ന്. നിങ്ങൾക്കും ദൈവ അഭിഷേകം തന്നിട്ടുണ്ട്, എല്ലാവർക്കും ദൈവ അഭിഷേകം കൊടുത്തിട്ടുണ്ട്. പക്ഷേ ആരാണോ അഭിഷേകത്തെ ജ്വലിപ്പിക്കുന്നത്, ആരാണോ ദൈവിക അഭിഷേകത്തെ, ഒരു മിനിറ്റ് ഓഡിയോ ബ്രേക്കാന്ന് പറഞ്ഞ് മെസ്സേജ് വരുന്നുണ്ടല്ലോ, ശരിയാണോ? ടോമസ് ബോർ എന്ത്, ആരെങ്കിലും ഹോസ്റ്റ് ചെയ്യുന്ന ആരെങ്കിലും ഒന്ന് പറഞ്ഞേ. ഞാൻ എല്ലാവരെയും ബ്രേക്ക് അല്ല, ഒരു ഡിസ്റ്റർബൻസ് പോലെ, ഒരു നമ്മുടെ ഈ കരകര എന്നുള്ള ശബ്ദം വരും, അത്രേ ഉള്ളൂ, വേറെ ബ്രേക്ക് ആവുന്നില്ല. ഒരു മിനിറ്റ്, ഞാൻ അങ്ങനെയാണെങ്കിൽ ഒന്ന് ജസ്റ്റ് ഒരു മിനിറ്റ് മൈക്ക് ഒന്ന് ചേഞ്ച് ചെയ്തോട്ടെ, ഒന്ന് ഹോൾഡ് ചെയ്യണേ. ഇപ്പൊ ക്ലിയർ നല്ല ക്ലിയർ ആയി. അപ്പം ഞാൻ നമ്മുടെ വേറൊരു മൈക്ക് എടുത്തായിരുന്നു, അപ്പോൾ അതിൻ്റെ സൗണ്ട് സെറ്റ് ചെയ്ത് വരുന്നുള്ളൂ, അതുകൊണ്ടാണ് പറ്റിയത്. ആമേൻ. ഓക്കെ, ഇപ്പം ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. എല്ലാവരെയും മ്യൂട്ട് മാറ്റാത്ത ഒരുമിച്ച് പറഞ്ഞാൽ മനസ്സിലാകത്തില്ല. അപ്പം നമ്മൾ ശുശ്രൂഷകളെ ഞാൻ പറയാം. ഇപ്പം നിങ്ങൾ ചിന്തിക്കും, ഞാൻ ഇച്ചിരി സമയം കയറിപ്പോയാലും നിങ്ങൾക്ക് വിഷമമില്ലല്ലോ, കാര്യം നമ്മൾ ഇച്ചിരി ലേറ്റായിട്ടാണ് തുടങ്ങിയത്, ഞാനതൊന്ന് സെറ്റ് ചെയ്ത് വരാൻ താമസിച്ചുപോയി. അപ്പോൾ നോക്കിക്കേ, നമ്മൾ പലപ്പോഴും അഭിഷേകമാണ് ഓരോ വ്യക്തിയുടെയും ജീവിതത്തെ, ഇപ്പോൾ ഞാൻ എൻ്റെ മേലൊരു അഭിഷേകം ദൈവം തന്നു, ഞാൻ ആ അഭിഷേകത്തെ ജ്വലിപ്പിക്കുന്നില്ല എങ്കിൽ എന്താ സംഭവിക്കുന്നറിയാവോ? ഞാനൊരു സാധാരണ വ്യക്തിയെ പോലെ മുന്നോട്ട് പോകണം. അഭിഷേകത്തെ നാം വർദ്ധിപ്പിക്കണം, അഥവാ അഭിഷേകത്തെ നാം ജ്വലിപ്പിക്കണം. ജ്വലിപ്പിക്കാനുള്ള കാര്യങ്ങളെപ്പറ്റി നേരത്തെ പറഞ്ഞുകൊണ്ട് ഞാൻ വീണ്ടും എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. ഇന്ന് അതല്ല നമ്മുടെ വിഷയം. നമ്മുടെ വിഷയം ശുശ്രൂഷയാണ്. ഓർത്തോണേ, പല ആളുകളും നമ്മുടെ ഉള്ളത്തിൽ, ഞാൻ ഇങ്ങോട്ട് പറയാറുണ്ട്, ഞാൻ പിശാചിനെ ഉയർത്തുവല്ല, പക്ഷെ അവൻ്റെ തന്ത്രങ്ങളെ നിങ്ങൾ അറിയണം. നിങ്ങൾ ദൈവദാസന്മാർ നിങ്ങളോട് സുവിശേഷം അറിയിക്കുവാൻ വേണ്ടി ദൈവം നിങ്ങൾ അയക്കുമ്പോൾ അവർ പറയുന്ന സുവിശേഷത്തെ നിങ്ങൾ കേൾക്കുകയും, ഇനി ഞാൻ എപ്പോഴും പറയാറുണ്ട്, ഇനി ഇത് പറയുമ്പോൾ നിങ്ങൾ ഇരിക്കരുത്, എല്ലാ ശുശ്രൂഷകരും എന്താ പറയുന്നത്, പരിശുദ്ധാത്മാവിനാൽ നിറയപ്പെട്ടവരാന്ന്. പരിശുദ്ധാത്മാവിൻ്റെ നിറവെന്ന് ഞാൻ പറയാൻ കാരണം ആത്മാവുണ്ട്, പക്ഷെ നിറവെന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത് പരിശുദ്ധാത്മാവിൻ്റെ വഴിയിൽ പോകുന്നവരാണ്. ഞാൻ അവകാശപ്പെടുന്നില്ല, വ്യത്യാസമുണ്ട്, പല രീതിയിലുണ്ട്, വ്യത്യാസങ്ങളുണ്ട്. എന്നാൽ പൗലോസ്ലീഹ പറഞ്ഞത്, കർത്താവിൻ്റെ ശക്തിയുടെ വ്യാപാര പ്രകാരം എനിക്ക് ലഭിച്ച ദൈവത്തിൻ്റെ കൃപയാൽ ഞാൻ ശുശ്രൂഷകനായി തീർന്നിരിക്കുന്നു. ഞാൻ ആദ്യം പറഞ്ഞ വാക്കിലേക്കൊന്ന് വരുവാണ്. അപ്പോൾ നിങ്ങൾ ചിന്തിക്കും, ബ്രദറിനേക്കാൾ കഴിവുള്ള എത്രയോ ആളുകളുണ്ട് നമ്മുടെ കൂട്ടത്തിൽ, എന്തുകൊണ്ട് അവരെ ചെയ്തില്ല? അപ്പം അത് നിങ്ങൾക്ക് പറയുവാൻ നമുക്ക് ഒരിക്കലും ഒരു സാധ്യതയില്ല. കാര്യം ദൈവമാണ് നമ്മളെ അഭിഷേകം ചെയ്തത്. അതുകൊണ്ടാണ് കൊരിന്ത്യർ തന്നെ പറഞ്ഞത്, ദൈവമല്ലോ നമ്മെ അഭിഷേകം ചെയ്തതും ആത്മാവിനാൽ നമ്മെ മുദ്രയിട്ടിരിക്കുന്നത്. അപ്പോൾ ദൈവം നമ്മളെ അഭിഷേകം ചെയ്ത് മുദ്രയിട്ടിരിക്കുന്നു. അപ്പം ഞാൻ നിങ്ങളുടെ സുവിശേഷം പറയുമ്പോൾ ആ സുവിശേഷത്തിൻ്റെ കൂടെ അഭിഷേകം വ്യാപരിക്കുന്നത് കൊണ്ടാണ് നിങ്ങളിലൂടെ ദൈവപ്രവൃത്തികൾ സംഭവിക്കുന്നത്. അപ്പോൾ ദൈവമാണ് എന്നെ അഭിഷേകം ചെയ്തത്, മറക്കരുത്. അപ്പോൾ ദൈവത്തിൻ്റെ അഭിഷേകത്താൽ ഞാൻ സുവിശേഷം പറയുമ്പോൾ ഞാൻ എന്നെ തന്നെ സൂക്ഷിക്കുന്നവൻ ആകണം. ഒന്നാമത് ഞാൻ എന്നെ തന്നെ എന്ത് ചെയ്യണം? സൂക്ഷിക്കണം. എങ്ങനെയാണ് സൂക്ഷിക്കേണ്ടത്? അതാണ് തിമോത്തിയോസിന്റെ ലേഖനത്തിൽ പൗലോസ്ലീഹ പറയുന്ന വാക്ക് നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിക്കോണേ. തിമോത്തിയോസിനത്തിൽ പറയണം, ആരും നിന്റെ യൗവനം കാണാൻ പറ്റുന്നുണ്ടല്ലോ,
നിങ്ങളുടെ യൗവനം തുച്ഛീകരിക്കരുത്. വാക്കിലും നടപ്പിലും സ്നേഹത്തിലും വിശ്വാസത്തിലും നിർമ്മലതയിലും വിശ്വാസികൾക്ക് മാതൃകയാണ്. അപ്പൊ വിശ്വാസിയെ പറ്റി അല്ല ഇവിടെ പറയുന്നത്. തിമോത്തിയോസ് ഒരു ശുശ്രൂഷകനാണ്. അദ്ദേഹത്തോട് പറയുകയാണ്, നിന്റെ യൗവനം നീ വെറുതെ കളയരുത്. നിന്റെ വാക്ക്, നിന്റെ നടപ്പ്, നിന്റെ സ്നേഹം, നിന്റെ വിശ്വാസം, ഇതെല്ലാം പ്രധാന പോയിന്റാണ്. നിന്റെ വിശ്വാസം നിർമ്മലതയിലും വിശ്വാസിക്ക് നമ്മൾ മാതൃകയാകണം. ഹല്ലേലൂയ. 13ാമത്തെ വാക്യത്തിൽ പറഞ്ഞു, വരുവോളം വായന, പ്രബോധന, ഉപദേശം എന്നിവയിൽ ശ്രദ്ധിക്കണമേ. അപ്പൊ ആദ്യം ഞാൻ എന്നെ തന്നെ എന്ത് ചെയ്യണം? ശുശ്രൂഷയിൽ നിൽക്കുമ്പോൾ എൻ്റെ വാക്ക്, എൻ്റെ പ്രവൃത്തി, എൻ്റെ നടപ്പ്, എൻ്റെ സ്നേഹബന്ധം, വിശ്വാസം, നിർമ്മലത, ഇതിൽ ഞാൻ എന്ത് ചെയ്യണം? നിങ്ങൾക്കൊരു മാതൃക കാണിക്കണം. അതുകൊണ്ടാണ് ഞാൻ എപ്പോഴും പറഞ്ഞത്, നിങ്ങൾ ദൈവദാസന്മാരുടെ കുറ്റം പറയുന്നവർ ആകരുത്. ദൈവദാസന്മാരുടെ കുറ്റം പറയുന്നവരാകരുത്. ഇനി അഥവാ അദ്ദേഹത്തിന് കുറ്റമുണ്ടെന്ന് ഇരിക്കട്ടെ, ഭയങ്കര കുഴപ്പമാണെന്ന് വിചാരിച്ചു. ഇനി ഞാൻ പറഞ്ഞല്ലോ, എല്ലാ ദൈവദാസന്മാരും ഇത് പാലിക്കണം നിർബന്ധമൊന്നുമില്ല. വാക്കിലും നടപ്പിലും ഒക്കെ എന്താ പറയുന്നത്, ദുർനടപ്പിലേക്ക് പോകുന്നവരുണ്ട്. ദുർനടപ്പെന്ന് ഞാൻ പറഞ്ഞത് ഇത് പാലിക്കാത്തവരുണ്ട്. പക്ഷെ അവർക്കെതിരെ നിങ്ങൾ പറയാൻ പോകരുതേ. അതാണ് ഞാൻ പറഞ്ഞു വരുന്നത്. ഈ അഭിഷേകത്തിനൊരു പ്രത്യേകതയുണ്ട്. അഭിഷേകം ചെയ്തത് ദൈവമാണ്, പരിശുദ്ധാത്മാവിൽ മുദ്രയിട്ടിരിക്കുന്നത് കൊണ്ട് നിങ്ങളൊരു ദൈവദാസന് വിരോധമായി സംസാരിക്കുമ്പോൾ സൂക്ഷിക്കണം. അദ്ദേഹം ചിലപ്പം കുറവുള്ള വ്യക്തിയായിരിക്കാം. നമുക്കറിയാം, പഴയ നിയമം വായിക്കുന്ന സമയത്ത് ഏലി പുരോഹിതന്റെ മക്കൾ കുരുത്തം കെട്ടവരായിരുന്നു. അങ്ങനെ തന്നെ അവിടെ പറഞ്ഞേക്കുന്നല്ലേ, കുരുത്തക്കെട്ടവരായിരുന്നവർ. നിങ്ങൾക്ക് മനസ്സിലായി, ഞാൻ കുരുത്തം കെട്ടവരെന്ന് ലോക്കൽ വാക്ക് പറഞ്ഞാൽ ക്ഷമിക്കണം. നിങ്ങളുടെ നാട്ടിൽ അത് ഇച്ചിരി കുഴപ്പമാണെങ്കിൽ ക്ഷമിക്കണം. അവർ വല്ലാത്ത ഒരു തലമുറയായിരുന്നു. അപ്പൊ ഏലി പുരോഹിതന്റെ മക്കള് കുറെ കുഴപ്പം കാണിക്കുന്നവരായിരുന്നു. അപ്പൊ ഏലി പുരോഹിതനെ പറ്റി തന്നെ പറയുന്നു, അദ്ദേഹത്തിന്റെ കാഴ്ച ഇച്ചിരി മങ്ങിയെങ്കിലും അദ്ദേഹം ഇച്ചിരി എന്താ പറഞ്ഞത്, ഒരാത്മീയമായിട്ടുള്ള രീതിയിൽ ചില ഇടങ്ങളിൽ അങ്ങനെയുള്ളൊരു മനുഷ്യനായിരുന്നു. ഞാനത് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ളതാണ്, വീണ്ടും അത് പറയുന്നില്ല, ആ വാക്കിലേക്ക് നമ്മൾ പോകുന്നില്ല. അപ്പൊ നമ്മുടെ വിശ്വാസ ജീവിതത്തിന്റെ അകത്ത് നമ്മുടെ വാക്ക്, നടപ്പ്, സ്നേഹം മറ്റുള്ളവർക്ക് നിങ്ങൾ മാതൃകയാണ്. ഞാൻ ഇനി വിശ്വാസത്തിന് നേരെ വരുവാണ്. നിങ്ങളുടെ വിശ്വാസം, നിങ്ങൾ ഒരാളോട് സംസാരിക്കുമ്പോൾ ആ വ്യക്തി നിരാശപ്പെട്ടിരിക്കുവാണെങ്കിലും ആ വ്യക്തി നിങ്ങളോട് സംസാരിക്കുമ്പോൾ ആ വ്യക്തിക്ക് യേശുവിനോടുള്ള വിശ്വാസവും സ്നേഹവും ഒക്കെ ഒന്ന് വർദ്ധിക്കുന്നവരാണ്. അതുകൊണ്ടാണ് നമ്മുടെ വാക്ക് ശരിയായെങ്കിലേ നമ്മുടെ വിശ്വാസം ശരിയാകത്തുള്ളൂ. നമ്മുടെ വാക്ക് ശരിയായാലേ നമ്മുടെ നടപ്പ് ശരിയാകത്തുള്ളൂ. നമ്മുടെ വാക്ക് ശരിയായെങ്കിലേ നമ്മുടെ സ്നേഹബന്ധങ്ങൾ ശരിയാകത്തുള്ളൂ. അപ്പൊ എന്താണ് ഈ വാക്കിന്റെ പ്രത്യേകത? നമ്മുടെ നാവിൽ നിന്നും അരുതാത്തത് വരുന്നവരാകരുത്. വചനത്താൽ നിറഞ്ഞവരാകണം നിങ്ങൾ. അതുകൊണ്ടാണ് സങ്കീർത്തനങ്ങളാലും സ്തുതികളാലും ആത്മീക ഗീതങ്ങളാലും തമ്മിൽ പ്രബോധിപ്പിക്കുന്നവരാകണം നിങ്ങൾ. അതും പറഞ്ഞു നടക്കുന്നവരാകരുതേ. കാരണം നിങ്ങളുടെ അകത്തൊരു അഭിഷേകം വ്യാപരിക്കുന്നുണ്ട്. ഈ അഭിഷേകത്തിന് നിങ്ങളുടെ നാവിൽ നിന്ന് വരുന്ന വാക്കിനെ അത് സൃഷ്ടിക്കുവാൻ കഴിവുള്ളവരാണ് അഭിഷേകം ഉള്ളവർ. അപ്പൊ അഭിഷേകം ഉള്ള നിങ്ങൾ പറയുന്ന വാക്കുകൾക്ക് ജീവനുണ്ട്. ആമേൻ. നിങ്ങൾ അഭിഷേകത്താൽ നിൽക്കുന്ന വ്യക്തി ആയതുകൊണ്ട് അഭിഷേകത്തിൽ നിന്നുകൊണ്ട് നിങ്ങൾ പറയുന്ന വാക്കുകൾ, അതുകൊണ്ടാണ് ജീവനും മരണവും നിങ്ങളുടെ നാവിന്റെ അധികാരത്തിലാണ്. അത് ഇഷ്ടപ്പെടുന്നവൻ അത് അനുഭവിക്കും. കണ്ടോ, അഭിഷേകം ഉള്ളതുകൊണ്ട് നിങ്ങൾ പറയുന്നതെല്ലാം നടക്കും. എല്ലാം എന്ന് ഞാൻ പറയുന്നില്ല, വചനത്തിന്റെ അകത്തു നിന്നുകൊണ്ട്. ആമേൻ. ഇനി അതുകൊണ്ടാണ് നിങ്ങൾ അരുതാത്തത് സംസാരിക്കരുത്. നിന്റെ വാക്ക് പോലെ ഭവിക്കട്ടെ എന്ന് ശതാധിപൻ യേശുവിനോട് പറയുന്ന സമയത്ത് നിങ്ങൾ നോക്കി, നിങ്ങൾ പൊക്കോളുക എന്ന് പറയുമ്പോൾ, നീ ഒരു വാക്ക് കൽപ്പിച്ചാൽ മതി എന്ന് പറയുമ്പോൾ യേശു പറഞ്ഞ വാക്ക് അവിടെ നടക്കും. അടുത്ത സ്ഥലത്ത് നമ്മൾ പറഞ്ഞു, നിന്റെ വാക്ക് പോലെ ഫലിക്കട്ടെ, സംഭവിക്കട്ടെ എന്ന് പറയുമ്പോൾ യേശുവിന്റെ വാക്ക് നടക്കുന്ന വാക്കാണ്. കാര്യം യേശുവിനെ പറ്റി പറയുന്നു, പരിശുദ്ധാത്മാവിനാൽ അഭിഷേകം നിറച്ചിരിക്കുന്നു. അഭിഷേകമുള്ളത് കൊണ്ട് യേശു പറഞ്ഞാൽ നടക്കുമെങ്കിൽ അഭിഷേകമുള്ള നിങ്ങളിലൂടെയും അത് തന്നെ ദൈവം ചെയ്യും. അപ്പൊ വാക്ക് സൂക്ഷിക്കണമേ. ഇനി നടക്കുന്നത് എങ്ങനെയാണ്? മാന്യമായി നമ്മൾ നടക്കണം. മറ്റുള്ളവൻ കാണുമ്പോൾ നിങ്ങളെപ്പറ്റി ദൈവനാമം ദുഷിക്കുന്ന രീതിയിൽ പറയുന്നവരാകരുതേ. ഹല്ലേലൂയ. ദൈവനാമം നിങ്ങളെപ്പറ്റി ദുഷിക്കുന്നത് പറയുവാൻ ഇടവരരുത്. ഹല്ലേലൂയ. നിങ്ങളെപ്പറ്റി പറയുന്നവർ നിങ്ങളുടെ വിശ്വാസ ജീവിതത്തിന്റെ അകത്ത് നമ്മൾ വളരെ ശ്രദ്ധിക്കണം. ഇനി ദൈവദാസന്മാർക്കെതിരെ നിങ്ങൾ സംസാരിക്കുമ്പോൾ നിങ്ങൾ അഭിഷേകത്തിനെതിരാണ് അതുകൊണ്ട് ഞാൻ പറഞ്ഞു, നിങ്ങൾ പ്രാർത്ഥിക്കണം അവർക്ക് വേണ്ടി.
ബ്രദറിന് ഒരു കുഴപ്പം കണ്ട്, കർത്താവെ ബ്രദർ ഞങ്ങൾക്കിപ്പോൾ പഴയ പോലെ ബ്രദറിനെ കിട്ടുന്നില്ല, വചനം പ്രാർത്ഥിക്കാൻ ഒരു കോമൺ ആയിട്ടുള്ള ഒരു കംപ്ലൈൻ്റ് ആണ്, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥന റിക്വസ്റ്റ് പറ്റുന്നില്ല. ചിലപ്പം ബ്രദർ തിരക്കുകൊണ്ടായിരിക്കും. പക്ഷെ നിങ്ങൾ പറയുക ബ്രദർ അല്ലെങ്കിലും പണ്ട് അങ്ങനെ അല്ലായിരുന്നു, പണ്ട് കുഴപ്പമില്ലായിരുന്നു, നമ്മൾ 10, 15, 12 പേരോ ഉള്ളായിരുന്നു. ദൈവം നമ്മളെ വർദ്ധിപ്പിച്ചു, പല രീതിയിൽ ദൈവം നമ്മളെ വർദ്ധിപ്പിച്ചപ്പോൾ നിങ്ങൾ പറയണം ബ്രദറിന് കുറച്ചും കൂടെ കൃപ കർത്താവെ കൊടുക്കണം, ഞങ്ങളെല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുവാൻ, ഞങ്ങളെല്ലാവർക്കും വേണ്ടി കർത്താവെ കൂടുതൽ ബ്രദറിനെ ജ്വലിപ്പിക്കണം. ഞാൻ എൻ്റെ ഒരു വെച്ച് ഉദാഹരണം പറയുവാണ്, പകരം നിങ്ങൾ പറയുവാന്ന് വിചാരിച്ചു, അല്ലേലും ബ്രദർ പണ്ട് കുഴപ്പമില്ലായിരുന്നു, ഇപ്പം ബ്രദർ ആളൊക്കെ ആയി, അവിടുന്ന് ഇവിടുന്ന് ഒക്കെ കുറച്ച് കുറച്ച് നന്മയൊക്കെ, ഇപ്പം ബ്രദർ അവിടെയൊക്കെ പോയപ്പോഴേക്കും ഭയങ്കര നികളമാണ് എന്ന് പറയുമ്പോൾ നിങ്ങൾ അഭിഷേകത്തിന് വിരോധമായി സംസാരിക്കുന്നു. ഇത്ര വലിയ കാര്യമാണോ? കാര്യമാണ്. ഹല്ലേലൂയ. അപ്പൊ അഭിഷേകത്തിന് നമ്മൾ വിരോധം സംസാരിക്കുമ്പോൾ പരിശുദ്ധാത്മാവിനെ നാം ദുഃഖിപ്പിക്കുന്നു. അവിടെ എന്താ സംഭവിക്കുന്ന അറിയോ? ദൈവത്തിന്റെ അഭിഷേകത്തിന് വിരോധമായി സംസാരിച്ചാൽ നമുക്കത് നല്ലതല്ല. യാക്കോബിന്റെ ലേഖനം പറയുന്നു, നമ്മൾ ഒരേ ഉറവയിൽ നിന്നും കയ്പും മധുരവും വരുന്നത് പോലെ ശാപവും സ്തോത്രവും ഒരേ നാവിൽ നിന്ന് വരുന്നത് നിങ്ങൾക്ക് നന്നല്ല. കണ്ടോ, നന്നല്ല എന്നാ പറഞ്ഞത്. അപ്പൊ അങ്ങനെ ചില സംഭവങ്ങളുണ്ട്. ഹല്ലേലൂയ. ഞാൻ നിങ്ങളോട് പലപ്പോഴും, നിങ്ങളെ മാത്രമല്ല, ഒരു ദൈവദാസന്റെ പേര് വിളിക്കരുത് കേട്ടോ. ഒരു ദൈവദാസന്റെ പേര് നിങ്ങൾ വിളിക്കരുത്. നിങ്ങൾക്ക് പലരും ചെയ്യുന്ന ഒരു പ്രവണതയാണ് ദൈവദാസന്മാരുടെ, കുറച്ചും കഴിയുമ്പോഴേക്ക് ചിലപ്പോൾ നിങ്ങളെക്കാളും ഒക്കെ ഞാൻ കാണുമ്പോൾ തിരുത്താറുണ്ട്. ഞാൻ ഏത് ഒരു ദൈവദാസന്റെ പേര് പറഞ്ഞു നോക്കിയാൽ മതി. ചിലപ്പോൾ നിങ്ങൾ പറയും, ഉദാഹരണമാണ് ഇപ്പം ടോം എന്ന് പറഞ്ഞു, നമ്മുടെ ടോമസ് ബ്രദർ ടോം എന്ന് പറയുമ്പോൾ ഓക്കെ, ഞാൻ പറയാം ടോം എന്നാ പറഞ്ഞു എന്നല്ല, ഞാൻ പലപ്പോഴും തിരുത്താറുണ്ട്. ഞാൻ ടോംസ് ഉദാഹരണമാണ്, അങ്ങനെ പറയാറില്ല. ഞാൻ ഏതെങ്കിലും ഒരു ബ്രദറിന്റെ കാര്യം, ദൈവദാസന്മാരുടെ കാര്യം ആരെങ്കിലും പറഞ്ഞാൽ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി, ഇനി മുതൽ ഞാൻ മാക്സിമം അവരിങ്ങോട്ട് പറയുമ്പോൾ തിരിച്ചെന്ത് ചെയ്യും, ഇന്ന ബ്രദറാണോ എന്ന് ഞാൻ അവരെ കൂട്ടിപ്പറയും. കാരണം അദ്ദേഹത്തിന്റെ മേൽ വ്യാപരിക്കുന്ന ഒരു അഭിഷേകമുണ്ട്, അദ്ദേഹത്തിന്റെ മേൽ ഇട്ടിരിക്കുന്ന ഒരു അഭിഷേകമുണ്ട്. ദൈവം കൊടുക്കുന്ന ഒരു മാന്യതയും റെസ്പെക്റ്റും ഉണ്ട്. അതിനെ നിങ്ങൾ മാനിച്ചാൽ നിങ്ങൾ ദൈവത്തെ മാനിക്കുന്നതിലൂടെ നിങ്ങളുടെ മേൽ മാന്യതയിലൂടെ അനുഗ്രഹം വരും. എന്നെ മാനിക്കുന്നവനെ ഞാനും മാനിക്കും. കർത്താവിന്റെ നാമത്തിൽ വരുന്നവന് കുടിക്കുവാൻ വെള്ളം കൊടുക്കുന്നവനെ അനുഗ്രഹിക്കുമെന്ന് കർത്താവ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, വെള്ളം കൊടുത്തവനും മേടിച്ച ദൈവദാസനെയും നിങ്ങൾക്ക് എന്ത് ചെയ്യും? ദൈവത്തെ എന്നെ കൈക്കൊള്ളുന്നവൻ നിങ്ങൾ അയച്ചവനെ കൈക്കൊള്ളുന്നു, അയച്ച യേശുവിനെ കൈക്കൊള്ളുന്നുവെങ്കിൽ പിതാവിനെ കൈക്കൊള്ളുന്നു. കണ്ടോ, എത്ര സ്പഷ്ടമാണത്. അപ്പൊ ദൈവത്തിന്റെ പ്രതിപുരുഷന്മാരായിട്ട് തന്നെയാണ് കാണുന്നത്. എന്തുകൊണ്ടത് പറയുന്നറിയാവോ? നമ്മൾ വളരെ സൂക്ഷിക്കണം. ആമേൻ. അപ്പൊ അഭിഷേകം നിങ്ങളിലും ഉണ്ട്. നിങ്ങളും ചെറിയ ആൾക്കാരൊന്നും അല്ല കേട്ടോ. നിങ്ങൾ അഭിഷേകം പ്രാപിച്ചവരാണെങ്കിൽ നിങ്ങളെ ഒരു വ്യക്തി റെസ്പെക്ട് ചെയ്താൽ, അത് ഭാര്യയും ഭർത്താവും മക്കളോ കുടുംബക്കാരോ നാട്ടുകാരോ ആയിക്കോട്ടെ, നിങ്ങളെ മാനിച്ചാൽ നിങ്ങൾക്ക് മാന്യതയുണ്ട്. ഞാനിപ്പോൾ ഉദാഹരണം പറയാം. ഞാൻ എൻ്റെ വെച്ചങ്ങ് പറയുവാണേ, അല്ല വേണ്ട, വേറൊരാളെ വെച്ച് പറയുന്നത്. എപ്പോഴും ബ്രദറിനെ വെച്ച് ഉദാഹരണം പറയുന്നത് വേണ്ട. ഇപ്പം ഉദാഹരണമായിട്ട് ഇപ്പം ഞാൻ നിങ്ങൾ ഒരു ശുശ്രൂഷ, നമ്മുടെ ഇപ്പം ശുശ്രൂഷ, അതുകൊണ്ട് ഞാൻ സൂക്ഷിച്ച് പറയുവാണേ, ശുശ്രൂഷകൻ എന്ന് പറയുമ്പോൾ വാക്കിലും നടപ്പിലും സ്നേഹത്തിലും വിശ്വാസത്തിലും മാതൃകയുള്ള ശുശ്രൂഷനായിരിക്കണം. ഇത് വളരെ സൂക്ഷിക്കണം. എല്ലാവരെയും വിളിച്ച് നിങ്ങൾ വീട്ടിൽ കൊണ്ടുവരരുതേ. എല്ലാവരെയും വിളിച്ച് നിങ്ങൾ വീട്ടിൽ കയറ്റാൻ നോക്കരുതേ. അയാളുടെ വാക്ക് നോക്കണം, അയാളുടെ നടപ്പ് എങ്ങനെ നടക്കുന്നു. നമ്മൾ ചെരുപ്പ് നടക്കുന്ന നടപ്പല്ല നടക്കുന്നത്. അദ്ദേഹത്തിന്റെ നടപ്പ് പറയുന്നത് പോലെയാണോ, സ്നേഹത്തിലാണോ, വിശ്വാസത്തിലാണോ, നിർമ്മലതയിലാണോ എന്ന് നിങ്ങൾ എപ്പോഴും പരിശോധിക്കണം. ആമേൻ. അപ്പൊ നിങ്ങൾ ഒരാളെ വിളിച്ച്, നിങ്ങൾ വീട്ടിൽ പ്രാർത്ഥിക്കുന്ന ഒരാളെ വിളിച്ചെന്ന് വിചാരിച്ചു, അദ്ദേഹത്തെ വീട്ടിൽ വിളിച്ചു പ്രാർത്ഥിച്ചു. എന്നോട് പലരും പറയാറുണ്ട്, ഇങ്ങനെ തമാശക്കല്ല, ചില ആൾക്കാർ പറഞ്ഞു, ഞങ്ങൾ ഒത്തിരി ദേവദാസന്മാർക്ക് ആഹാരം കൊടുത്ത് കുറേ ഞങ്ങൾ തീർന്നു പറയും. തെറ്റ്, അങ്ങനെ പറയരുതേ, നിങ്ങൾ പറയരുത്. ആരെങ്കിലും അങ്ങനെ പറയുന്നുണ്ടെങ്കിൽ പറയരുതേ. ദൈവദാസന്മാർക്ക് ആഹാരം കൊടുത്തിട്ട് ചിലർ പറയും, ഞങ്ങൾ കുറേ ദൈവദാസന്മാർക്ക് ഞങ്ങൾ ആഹാരം കൊടുത്തവരാണ്, പക്ഷെ ഇപ്പോൾ ഒന്നുമില്ല. അങ്ങനെ പറയരുത്. കാരണം നിങ്ങൾ അവർക്ക് കൊടുക്കുമ്പോൾ അതിൻ്റെ അനുഗ്രഹം നിങ്ങളുടെ മേലും തലമുറകളുടെ മേലും വന്നിരിക്കും. അവർക്ക് വിരോധമാകുമ്പോൾ നിങ്ങൾക്കത് നന്നല്ല. അഭിഷേകത്തെ പറ്റി ഞാനീ പറയുന്നത്. അപ്പോൾ ഒരു ദൈവദാസന്മാരെയും, ഇനി പ്രായത്തിൽ കുറവായിക്കോട്ടെ വലുതായിക്കോട്ടെ, നിങ്ങൾ അതുകൊണ്ടാണ് സഹോദരനോട് മൂഢ എന്ന് പറയുന്നവനോട് പോലും ക്ഷമിക്കുവാൻ ദൈവം തയ്യാറല്ല. മൂഢ എന്ന് പറയുന്നത് പോലും. അപ്പോൾ ഒരു വിശ്വാസിയെ നിങ്ങൾ, അല്ലെങ്കിൽ ഒരു ശുശ്രൂഷകനെ നിങ്ങൾ കാണുമ്പോൾ അദ്ദേഹത്തിനെ അഭിഷേകം ചെയ്തൊരു ദൈവമുണ്ട്. ഞാൻ എപ്പോഴും പറഞ്ഞു, എൻ്റെ കൂടെ പറഞ്ഞ്, ദൈവം അസൂയ തോന്നുമാറ് വളർത്തുന്ന ദൈവമാണെന്ന് പറ. ഒന്ന് പറഞ്ഞേ. ആമേൻ, ആമേൻ. ദൈവം അസൂയ തോന്നുമാർ വളർത്തുന്ന ദൈവമാണ്.
ദൈവത്തിന് അങ്ങനെ ഒരു പ്രത്യേകതയുണ്ട്. നിങ്ങൾ കർത്താവിൻ്റെ സന്നിധിയിൽ നിങ്ങളുടെ അഭിഷേകത്തെ ജ്വലിപ്പിക്കാൻ നിങ്ങൾ മെനക്കെടുന്ന ആൾക്കാരാണെങ്കിൽ, സമയം കൊടുക്കുന്ന ആൾക്കാരാണെങ്കിൽ, ദൈവം നിങ്ങളെ അസൂയ തോന്നുമാറ് വളർത്തും. തമ്പുരാൻ്റെ ഒരു പ്രത്യേകതയാണ്, വളർത്തുന്ന ദൈവമാണ്. ചിലപ്പോൾ നമുക്ക് അസൂയൊക്കെ തോന്നിയേക്കാം, സാരമൊന്നുമില്ല. പക്ഷെ അസൂയ തോന്നുമ്പോൾ ഓർത്തുന്നത് ദൈവത്തിൽ നിന്നല്ല. ആമേൻ. അപ്പോൾ നിങ്ങളുടെ വിശ്വാസ ജീവിതത്തിൽ പൗലോസ് പറയും, ദൈവത്തിൻ്റെ ശക്തിയാലാണ് ഞാൻ ശുശ്രൂഷകനായി മാറിയിരിക്കുന്നത്. അപ്പൊ ദൈവത്തിന്റെ ശക്തി പൗലോസ്ലീഹയുടെ മേൽ വന്നതുകൊണ്ട് പൗലോസ്ലീഹ ഇപ്പൊ മിനിസ്റ്റർ ചെയ്യുന്ന ഒരാളാണ്, മിനിസ്റ്ററാണ്, ശുശ്രൂഷിക്കുവാൻ കഴിവുള്ള ഒരാളാണ്. എൻ്റെ കൂടെ പറഞ്ഞ് ശുശ്രൂഷിക്കുവാൻ കഴിവുള്ള ആളാന്ന് പറ പൗലോസ്ലീഹ. ശുശ്രൂഷിക്കാൻ കഴിവുള്ള ആളാണ്. ആമേൻ. ഇന്ന് നമ്മൾ ശുശ്രൂഷകർക്ക് എല്ലാവരും, നിങ്ങൾ എല്ലാവരും ശുശ്രൂഷകരാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടിയുള്ള വചനമാണിത്. അപ്പൊ പൗലോസിന്റെ പ്രത്യേകത, ശുശ്രൂഷയുടെ അഭിഷേകം ഉള്ളതുകൊണ്ട് പൗലോസിനെ പിശാചിന് ഭയമാണ്. അപ്പൊ പൗലോസിൽ വെളി പറഞ്ഞ വാക്യമുണ്ട്, ഭൂമിയിൽ നീ കെട്ടുന്നത് സ്വർഗത്തിൽ കെട്ടും, ഭൂമിയിൽ അഴിച്ചാൽ സ്വർഗത്തിൽ അഴിക്കും. ഇതാണ് അധികാരം, ശുശ്രൂഷ. അപ്പൊ ഇങ്ങനെയുള്ള ആൾക്കാരുടെ പ്രത്യേകത ഞാൻ പറഞ്ഞു തരാം. ഇങ്ങനെയുള്ളവരുടെ മേലെ ഒരു അഭിഷേകമുണ്ട്. പക്ഷെ ഈ അഭിഷേകം ഉള്ളവർ പലപ്പോഴും തിരിച്ചറിയുന്നില്ല. അതുകൊണ്ടാണ് പല ആളുകളും എന്ത് ചെയ്യുന്നത്, അവർ ഒരു പരിധിക്കപ്പുറം വളരാത്ത. ഇവർ തിരിച്ചറിയുന്നില്ല എൻ്റെ അകത്ത് വലിയൊരു അഭിഷേകം ഉണ്ടെന്ന്, അതിനെ ജ്വലിപ്പിക്കുന്നില്ല. നിങ്ങളോടും കൂടെ ഞാൻ പറഞ്ഞു, നിങ്ങൾ അഭിഷേകത്തെ ജ്വലിപ്പിക്കുന്നുവെങ്കിൽ നിങ്ങളുടെ അന്തരീക്ഷത്തിൻ്റെ അകത്ത് വലിയ വ്യത്യാസം ഉണ്ടാകും. ആമേൻ. അപ്പൊ അതുകൊണ്ട് ഞാൻ നിങ്ങൾ ശ്രദ്ധിച്ചോണം. ഒന്നുകൂടെ കാര്യം പറ, ദൈവദാസന്മാരുടെ കുറ്റം പറയാൻ വേണ്ടി പോകരുതേ. അവരുടെ കുറവുകൾ കണ്ടാൽ കൂടെ പറയാൻ പോകരുതേ. അവർക്ക് വേണ്ടി നിങ്ങൾ പ്രത്യേകം പ്രാർത്ഥന, കർത്താവേ ബ്രദറിന് അങ്ങനെ ഒരു കുറവുണ്ടല്ലോ, യേശുവേ ബ്രദറിനെ ശക്തീകരിക്കണം, ഞങ്ങൾക്ക് ഇനിയും ശക്തമായിട്ട് ഉപയോഗിക്കപ്പെടുവാൻ കർത്താവ് സഹായിക്കണം, ദീർഘായുസോടെ ആരോഗ്യത്തോടെ കുടുംബമായിട്ട് സമാധാനത്തിലും ശക്തിയിലും നടത്തുവാൻ കർത്താവ് സഹായിക്കണം. നിങ്ങൾ പ്രാർത്ഥിച്ചാൽ മതി, നിങ്ങളുടെ അഭിഷേകം അവിടെ സഹായിക്കും. ആമേൻ. അങ്ങനെ നിങ്ങൾ ചെയ്തു തുടങ്ങുന്നുവെങ്കിൽ, ഒന്ന്, ആ ദൈവദാസന് വലിയ മാറ്റം ഉണ്ടാകും. രണ്ട്, നിങ്ങൾ പ്രാർത്ഥിച്ച നിമിത്തം സംഭവിച്ചതുകൊണ്ട് നിങ്ങൾക്ക് പ്രതിഫലം ഉണ്ടാകും. ആമേൻ. ഞാനത് പറഞ്ഞല്ലോ, ചില ആൾക്കാർ, ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഇങ്ങനെ സംസാരിച്ചു വന്നപ്പോൾ ചില ആൾക്കാർ ഇങ്ങനെ പേര് വിളിക്കാറുണ്ട്. എനിക്കിപ്പോൾ നിങ്ങൾ എൻ്റെ പേര് നിങ്ങളുടെ പ്രായത്തിൽ എന്നേക്കാൾ മൂത്താണ്, എനിക്ക് കുഴപ്പമൊന്നും, ഇളതാണെങ്കിലും കുഴപ്പമൊന്നുമില്ല, നിങ്ങൾ പേര് വിളിച്ചുകൊണ്ട് എനിക്ക് ഒരു പ്രശ്നമുള്ള ഒരാളല്ല. ഞാൻ പറഞ്ഞല്ലോ, നിങ്ങൾക്ക് എന്തും എന്നെ വിളിക്കാം. പക്ഷേ ഒരു ശുശ്രൂഷയിൽ നിൽക്കുമ്പോൾ റെസ്പെക്റ്റോടെ നിങ്ങൾ എന്ത് ചെയ്യണം, ബ്രദറെന്നോ ദൈവദാസനെന്നോ നിങ്ങൾ മസ്റ്റായിട്ടും വിളിക്കണം. എന്നെ ഞാൻ പറഞ്ഞു വിളിപ്പിക്കുമല്ല, ഞാൻ പൊതുവെ എല്ലാവരോടും പറയുക, നിങ്ങളോട് എന്നെ വെച്ച് ഉദാഹരണം അങ്ങ് പറയുക. അപ്പോൾ പല ആൾക്കാരും എന്ത് ചെയ്യും, അങ്ങനെ പേര് വിളിച്ച് നിങ്ങൾ ഒരാളെ ഇൻട്രൊഡ്യൂസ് ചെയ്യുക. ഇന്ന ഒരു ഉദാഹരണം പറയണേ, എനിക്ക് പ്രാർത്ഥിക്കുന്ന ഒരു നിഖിലിനെ അറിയാം എന്ന് പറഞ്ഞ് നിങ്ങൾ എൻ്റെ പേര് ഒരാൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുവാണെങ്കിൽ ആ വ്യക്തി എന്നെ വിളിക്കുന്നത് എങ്ങനെയായിരിക്കും എന്ന് പറ. നിങ്ങൾ പ്രാർത്ഥിക്കാൻ വേണ്ടി കൊടുത്ത ആ മനുഷ്യൻ എന്നെ എങ്ങനെയായിരിക്കും വിളിക്കുന്നത്? ഒന്ന് പറഞ്ഞു. അദ്ദേഹം നിങ്ങൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന അങ്ങനെയാണെങ്കിൽ ആ വ്യക്തി എന്ത് ചെയ്യുന്നറിയാവോ, എന്നെ അങ്ങനെ വിളിക്കത്തുള്ളൂ. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം, ഒരു ശുശ്രൂഷകനെ പരിചയപ്പെടുത്തുമ്പോൾ നിങ്ങളുടെ എന്തു ആയിക്കോട്ടെ, നിങ്ങൾ ഒരിക്കലും ആ ശുശ്രൂഷകൻ, എന്നെ മാത്രമല്ല ശുശ്രൂഷകനെ പരിചയപ്പെടുത്തുമ്പോൾ അഭിഷേകത്തെയാണ് നിങ്ങൾ പരിചയപ്പെടുത്തുന്നത്. ചിലപ്പോൾ ആ വ്യക്തിയുടെ ഒറ്റ പ്രാർത്ഥന മറ്റു വ്യക്തിയുടെ ജീവിതം മാറ്റിമറിക്കുവാൻ കഴിയും, ആ വ്യക്തിയുടെ ലൈഫ് ചേഞ്ച് ചെയ്യുവാൻ കഴിയും, ആ വ്യക്തിയെ അത്ഭുതമാക്കുവാൻ വേണ്ടി കഴിയും. നമ്മൾ പലപ്പോഴും അങ്ങനെ, ഞാൻ ഒരു പ്രവണതയാണ് പറഞ്ഞത്, നിങ്ങൾ ഒരിക്കലും അങ്ങനെ ചെയ്യരുതേ. അഭിഷേകത്തെ നമ്മൾ ബഹുമാനിക്കണം, അഭിഷക്തന്മാരെ ബഹുമാനിക്കണം. അവരെ നിങ്ങൾ റെസ്പെക്ട് ചെയ്യുമ്പോൾ നിങ്ങൾ ആ വ്യക്തിയല്ല ഫോക്കസ് ചെയ്യുന്നത്, അവരുടെ മേൽ വെച്ചിരിക്കുന്ന അഭിഷേകത്തെയാണ് നിങ്ങൾ മാനിക്കുന്നതെങ്കിൽ ആ അനുഗ്രഹം നിങ്ങളുടെ മേൽ വരിക തന്നെ ചെയ്യും. ഹല്ലേലൂയ. ഇനി ഏതെങ്കിലും ദൈവദാസനോട് നിങ്ങൾ എവിടെയെങ്കിലും തെറ്റിപ്പിരിയേണ്ട ഒരു അവസ്ഥ വന്നിട്ടുണ്ടോ? ഒരു വിഷമത്താൽ പിരിയേണ്ടതുണ്ടോ? ഒന്നെങ്കിൽ ആ ദൈവദാസനോട് പോയിട്ട് എന്ത് ചെയ്യണം, നിങ്ങൾ നിരപ്പ് പ്രാപിക്കണം. ഇനി അദ്ദേഹത്തിന്റെ കുറ്റം കൊണ്ടോ, ചിലപ്പോൾ അദ്ദേഹം വാക്കിലോ നടപ്പിലോ സ്നേഹത്തിലോ അദ്ദേഹത്തിന്റെ കുഴപ്പം കൊണ്ടായിരിക്കാം നിങ്ങളോട് ചിലപ്പോൾ അങ്ങനെ പറഞ്ഞതെങ്കിൽ ദൈവത്തോട് പറ, കർത്താവ് എനിക്കൊരു വിരോധവും ഇല്ല അദ്ദേഹത്തോട്, ഞാൻ ഇന്നും അദ്ദേഹത്തെ ബ്ലെസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു. എന്നെ അദ്ദേഹം എന്തെങ്കിലും പഴിയോ വാക്കോ ദുഃഖിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ആ വ്യക്തി തന്നെ, യേശുവേ ഞാൻ തെറ്റുകാരനല്ല, തെറ്റുകാരിയല്ല, പക്ഷേ ഞാൻ ഒരിക്കലും അദ്ദേഹത്തെ കുറ്റപ്പെടുത്തുന്നില്ല, പക്ഷേ അദ്ദേഹത്തെ കർത്താവെ തിരുത്തണേ അപ്പ. അദ്ദേഹം തന്നെ കർത്താവെ വന്നത് സത്യം മനസ്സിലാക്കി എന്നോട് സംസാരിക്കാൻ കൃപ തോന്നിപ്പിക്കണേ എന്ന് പറഞ്ഞ് നിങ്ങൾ പ്രാർത്ഥിക്കും. പക്ഷെ നിങ്ങൾ ഒരിക്കലും ആ വ്യക്തിയുടെ കുറ്റം നിങ്ങൾ പറഞ്ഞു നടക്കരുതേ. നിങ്ങൾ ആ വ്യക്തിക്ക് തിരുത്തുവാൻ അവസരം കൊടുക്കണം.
അങ്ങനെ നിങ്ങൾ പ്രാർത്ഥിക്കുന്നുവെങ്കിൽ ശക്തമായിട്ട് ദൈവസഭ വളരും. നിങ്ങൾ നോക്കിയാൽ മതി, ഈ കാലഘട്ടത്തിൽ നമ്മുടെ പ്രത്യേകിച്ച് ഇന്ത്യയിൽ വളരെ ദുർഘടമായിട്ട് ഇന്ത്യ മാത്രം ലോകമെമ്പാടും ദുർഘടമായി സുവിശേഷ വിരോധികൾ സുവിശേഷത്തെ തകർക്കാൻ നോക്കി പോവാ. ഞാൻ ഒത്തിരി ചിന്തിക്കുമായിരുന്നു, കർത്താവേ, ഒത്തിരി ദൈവദാസന്മാർ, നമ്മളൊക്കെ നമ്മുടെ ഒത്തിരി സമൃദ്ധിയിലായിരിക്കുന്നു അല്ലേ, ഒത്തിരി ദൈവദാസന്മാർ പീഡ അനുഭവിക്കുന്നു. നോർത്ത് ഇന്ത്യയിലും പല രാജ്യങ്ങളിൽ പല സ്ഥലങ്ങളിൽ പല പീഡയിലൂടെ അവർ കടന്നു പോകുമ്പോൾ നിങ്ങൾ അവരെയൊക്കെ ഓർത്ത് പ്രാർത്ഥിക്കണം. കഴിയുമെങ്കിൽ അവർക്ക് എന്തെങ്കിലുമൊക്കെ നിങ്ങളാൽ കഴിയുന്ന രീതിയിൽ വിതയ്ക്കണം. നിങ്ങൾ അവർക്ക് വേണ്ടി ആഹാരം കൊടുക്കണം, മസ്റ്റായിട്ട് നിങ്ങൾ ചെയ്യണം. അവർക്ക് വേണ്ടി അതിനേക്കാൾ ഉപരി പ്രാർത്ഥിക്കണം, ശക്തമായവർ നിൽക്കുവാൻ വേണ്ടി. കാരണം സുവിശേഷത്തെ കൊടുക്കുവാൻ ദൈവം നമ്മളെയും, പ്രത്യേകിച്ച് ശുശ്രൂഷകന് ഒന്നും കൂടെ ഒരു പോയിന്റ് ഉണ്ട്. നമുക്കെല്ലാം അധികാരമുണ്ട്. നിങ്ങൾ പ്രാർത്ഥിച്ചാൽ അത്ഭുതം നടക്കും, രോഗി സൗഖ്യമാകും, പ്രവചിക്കാൻ പറ്റും, എല്ലാം ഉണ്ടെങ്കിലും നിങ്ങളുടെ മുകളിലാണ് ശുശ്രൂഷകൻ നിൽക്കുന്നത്. എൻ്റെ കൂടെ പറഞ്ഞാട്ടെ, എൻ്റെ മുകളിലാണ് ശുശ്രൂഷകൻ നിൽക്കുന്നവർ. എന്റെ മുകളിലാണ് ദൈവത്തിന്റെ ശുശ്രൂഷ നിൽക്കുന്നത്. ഇത് നിങ്ങൾ വളരെ സൂക്ഷിക്കണമേ. നിങ്ങൾ എപ്പോഴും ഓർത്തോ, നിങ്ങൾ എപ്പോഴും ദൈവം കണക്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പൊ ഇത് പറയുമ്പോൾ നിങ്ങൾ ചിന്തിച്ചേക്കരുത്, വാക്കില്, നടപ്പില്, സ്നേഹത്തില്, വിശ്വാസത്തില്, നിർമ്മലതയില് മറ്റുള്ളവർക്ക് മാതൃകയാകണം. എന്താണ് ഈ വാക്കും വിശ്വാസവും? ഞാൻ കണക്ട് ചെയ്ത് പറയാവേ. നിങ്ങൾക്കൊരു വ്യക്തികൾക്ക് നിന്ന് ആത്മീക വർധന ഉണ്ടാകുന്നില്ല. അദ്ദേഹം ഭയങ്കര സ്നേഹമുള്ള ആളാണ്, ഭയങ്കര ഭയങ്കര മാതൃകയുള്ള മനുഷ്യനാണ്. പക്ഷേ എനിക്ക് വിശ്വാസ വർധന ഉണ്ടാകുന്നില്ല എങ്കിൽ ഞാൻ പ്രാർത്ഥിക്കണം, കർത്താവേ, അദ്ദേഹത്തിന്റെ മേൽ കർത്താവെ, ഒരു ആത്മാവിന്റെ കർത്താവ്, എനിക്ക് ആത്മീയ വർധന ഉണ്ടാകാൻ തക്കവണ്ണം ദൈവമേ അങ്ങനെ ഉപയോഗിക്കുവാൻ അദ്ദേഹത്തെ എനിക്ക് വേണ്ടി അദ്ദേഹത്തെ ഉപയോഗിക്കണേ കർത്താവേ എന്ന് നിങ്ങൾ പ്രാർത്ഥിക്കുന്നവരാകണം. ഹല്ലേലൂയ. നിങ്ങൾ അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം. അദ്ദേഹത്തിന്റെ വാക്കുകൾ കിടർച്ചയുണ്ടെങ്കിൽ നിങ്ങൾ അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം. എപ്പോഴും ശ്രദ്ധിച്ചോണേ. രണ്ടാമതായിട്ട്, ശുശ്രൂഷകരെ നമ്മൾ എപ്പോഴും ബഹുമാനിക്കണം. വളരെ വിലപ്പെട്ടൊരു കാര്യമാണ് റെസ്പെക്റ്റ് എന്നുള്ളത്. അനുഗ്രഹത്തിന്റെ ഒരു വലിയ പോയിന്റ്. ഞാൻ എൻ്റെ വിശ്വാസ ജീവിതത്തിൽ വന്നപ്പം ആദ്യം എനിക്ക് കിട്ടിയ ചില കൂട്ടുകാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇങ്ങനെ ദൈവദാസന്മാരെല്ലാം കുറ്റം പറയുന്നതില്ല കൂട്ടുകാരെ കിട്ടി. എനിക്ക് വളരെ ഇഷ്ടമുള്ള ആൾക്കാരൊക്കെ ആയിരുന്നു. അപ്പോൾ അവരിങ്ങനെ ഫേസ്ബുക്കിലും കമൻറ്റിൽ ബോക്സിലും ഒക്കെ വാട്സാപ്പിലും ഒക്കെ പല ദൈവദാസന്മാരുടെ കുറ്റം കുറവും കണ്ട് ഇങ്ങനെ വിളിക്കുക, കമൻ്റൊക്കെ ഇടുമായിരുന്നു. അപ്പം ഞാൻ ഒരു ദിവസം ആദ്യമായിട്ടും അവസാനമായിട്ടും ഞാൻ ഷെയർ ചെയ്തു. ഒരു ഗ്രൂപ്പിൽ ചുമ്മാ ഷെയർ ചെയ്തു. എന്നെ സ്നേഹിക്കുന്ന ഒരു ദൈവദാസൻ പറഞ്ഞു, ഒരു കാര്യം പറഞ്ഞു. എന്നോട് ഇങ്ങനെ അത് പറഞ്ഞു, മോനെ, അന്ന് എൻ്റെ വിശ്വാസം തുടങ്ങിയ സമയത്ത് 2012-13 കാലഘട്ടത്തിലാണ്, നീ ഒരിക്കലും അങ്ങനെ ചെയ്യരുത്. നിനക്ക് ആ വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ല എങ്കിൽ നീ ആ വ്യക്തിയുടെ നെഗറ്റീവുകൾ, ഇനി വീഴ്ച ആയിക്കോട്ടെ, അദ്ദേഹത്തിന്റെ കുറവായിക്കോട്ടെ, നീ അത് ഷെയർ ചെയ്യുമ്പോൾ ചിലപ്പം ഇന്ന് രാത്രി ആ മനുഷ്യൻ ദൈവസന്നിധിയിൽ പോയിട്ട് നിരപ്പ് പ്രാപിക്കുവാന്ന് വിചാരിച്ചു. കർത്താവെ, തെറ്റുപറ്റിപ്പോയി. പത്രോസ്ലീഹ നിലവിളിച്ചതുപോലെ ദൈവസന്നിധിയിൽ നിരപ്പ് പ്രാപിച്ച് പിറ്റേ ദിവസം ദൈവം അദ്ദേഹത്തെ പുതുക്കി വീണ്ടും പണിതെടുക്കുമ്പോൾ നീ ഷെയർ ചെയ്ത മെസ്സേജ് ഇങ്ങനെ പൊക്കോണ്ടിരിക്കുക. നീയും പിശാചുമായിട്ട് എന്നാ വ്യത്യാസം ഇരിക്കുന്നു? ആ വ്യക്തിയും ദൈവമായിട്ട് നിരപ്പ് പ്രാപിച്ചു. അദ്ദേഹം വീണ് പോയെങ്കിൽ ദൈവം അദ്ദേഹത്തിന്റെ സന്നിധിയിൽ അദ്ദേഹം പത്രോസ്ലീഹായെ പോലെ നിരപ്പ് പ്രാപിച്ച് വീണ്ടും അദ്ദേഹം സഭയുടെ നേതൃത്വത്തിലേക്ക് വന്നെന്നിരിക്കട്ടെ. പക്ഷെ നിങ്ങളിപ്പോഴും അദ്ദേഹത്തെ പറ്റി പഴി പറയുമ്പോൾ പിശാചിന്റെ ജോലി എളുപ്പമാക്കുകയും പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കുകയും ശാപം വലിച്ചു വെക്കുകയും ചെയ്യുന്നു. ഒയ്യോ, ഇത് ഞാൻ ചിന്തിക്കാൻ തുടങ്ങിയപ്പോൾ എനിക്ക് മനസ്സിലായി, എനിക്ക് അനുഗ്രഹം മതി, ശാപം വേണ്ട. അന്ന് മുതൽ മനസ്സിൻ്റെ അകത്ത് പല പ്രവണതകൾ വരും. നമുക്ക് ജഡം ബലഹീനമായതുകൊണ്ട് ദേവദാസന്മാരെ കുറ്റപ്പെടുത്താനും കുറവ് പറയാനും ഒക്കെ എന്ത് ചെയ്യും, ടെൻഡൻസികൾ വരുമ്പോഴും പൗലോസ്ലീഹ പറഞ്ഞതുപോലെ എൻ്റെ ഉള്ളത്തിൽ പൊങ്ങി വരുന്ന രാഗമോഹങ്ങളെ ഞാൻ ക്രൂശിക്കുന്നു എന്ന് പറഞ്ഞതുപോലെ മനസ്സിൻ്റെ അകത്ത് വരുമ്പോഴും ഞാനത് എന്ത് ചെയ്യും, ഇടിച്ചു കളയും. അല്ലെങ്കിൽ കണ്ടു കഴിഞ്ഞാൽ ഞാൻ പ്രാർത്ഥിക്കും. വീണ് പോയെങ്കിൽ കർത്താവെ യഥാസ്ഥാനപ്പെടുത്തണമേ എന്ന് പറഞ്ഞു പ്രാർത്ഥിക്കും. സമയം കിട്ടുമ്പോഴൊക്കെ വിശ്വസിക്കും, പ്രാർത്ഥിക്കും. അതിൻ്റെ അനുഗ്രഹം എനിക്കും എൻ്റെ തലമുറയ്ക്കും ഉണ്ടായിരിക്കും, ഉറപ്പാണ്. അപ്പൊ അഭിഷേകത്തെ നിങ്ങൾ റെസ്പെക്റ്റ് ചെയ്യണം. ഹല്ലേലൂയ. ഇത് വളരെ പ്രധാന പോയിന്റാണ്. അതുകൊണ്ടാണ് നിങ്ങൾ ശ്രദ്ധിച്ചോണേ, നിങ്ങളൊരു ദേവദാസനെ ബ്രദറെന്നോ പാസ്റ്ററെന്നോ പുരോഹിത എന്തുവോ വിളിച്ചോട്ടെ, അദ്ദേഹത്തെ കയറി നിങ്ങൾ എന്ത് ചെയ്യാം, വേറൊന്നും വിളിക്കാൻ പോകരുത്. നിങ്ങളൊരു ദേവദാസനെ കാണുമ്പോൾ ഈ പിള്ളേരോട് ഞാൻ പ്രത്യേകിച്ച് ഞാൻ പറയാം, പിള്ളേരും നിങ്ങൾ ദേവദാസനെ ഒന്നെങ്കിൽ പാസ്റ്ററെ എന്ന് വിളിക്കുക, അല്ലെങ്കിൽ ബ്രദറെ എന്ന് വിളിക്കുക, അങ്ങനെ വിളിക്കുക. അതിൻ്റെ ഇടയിൽ നിങ്ങൾ ഇനി വേറൊന്നും വിളിക്കാൻ പോകരുത്, അങ്കളെന്നോ ഒന്നും വിളിക്കേണ്ട. അതല്ല കാര്യം എന്ന് വെച്ചാൽ, നമ്മൾ ആ വരുന്ന ജനറേഷന് നമ്മൾ ആ അഭിഷേകത്തെ പഠിപ്പിക്കണം. അങ്കിളെന്ന് പറയുന്നതിന് കുഴപ്പമൊന്നുമില്ല, ഒരു കുഴപ്പമില്ല. അങ്കിളെന്ന് പറഞ്ഞാൽ എന്നാ കുഴപ്പം? പക്ഷെ അങ്കിളെന്ന് പറഞ്ഞാൽ അഭിഷേകമുള്ള ആളല്ല.
ബ്രദർ എന്ന് പറയുമ്പോൾ എന്താ അയാളെ ബ്രദറെ എന്ന് വിളിക്കാൻ കാരണം എന്തുവാ? ബ്രദറെ എന്ന് വിളിക്കുന്നതും അല്ലെങ്കിൽ ഉപദേശി എന്ന് വിളിക്കുന്നതും പുരോഹിതൻ എന്ന് വിളിക്കുന്നതിന് കാരണം അദ്ദേഹത്തിന്റെ മേലിട്ടിരിക്കുന്ന അഭിഷേകം കൊണ്ട്. അല്ലെങ്കിൽ എന്തിനാ നമ്മൾ വിളിക്കുന്ന അദ്ദേഹത്തെ? ഞാനിത് പറയുന്നത് നാളെ മുതൽ നിങ്ങൾ എല്ലാവരും എന്നെ വിളിച്ചേ പറ്റൂ എന്നുള്ള നിർബന്ധം ഞാൻ പറയുമല്ല, മനസ്സിലാക്കാൻ വേണ്ടി പറയുക. മനസ്സിലാക്കണം. നമ്മൾ അഭിഷേകത്തെ നിങ്ങൾ തിരിച്ചറിയണം. പൗലോസ്ലീഹ പറഞ്ഞു, നിന്റെ യൗവനം തുച്ഛീകരിക്കരുത്, വാക്കിലും നടപ്പിലും. നിങ്ങളോടൊരാൾ സംസാരിച്ചാൽ അവന്റെ വിശ്വാസം ഇടിഞ്ഞു പോകരുത്. കഴിഞ്ഞ ദിവസങ്ങളിൽ എനിക്ക് കേൾക്കാൻ ഇടയാത്തുറന്നു, നമ്മൾ മിക്കപ്പോഴും കേൾക്കുന്നതാണ്, ഭയങ്കര തകർച്ചയിലൂടെ കടന്നു പോയിക്കൊണ്ട് ഒരു വ്യക്തി പറയാൻ ഇടയായി തീർന്നു. സംസാരിച്ചപ്പോൾ വലിയൊരു ആശ്വാസം ഉണ്ടായി. ഞാൻ അതിൽ ദൈവത്തെ സ്തുതിക്കുന്നു. എൻ്റെ കഴിവല്ല, കാര്യം കഴിവ് വെച്ച് നോക്കുവാണെങ്കിൽ ഞാൻ പറഞ്ഞിട്ടില്ല, ഞാൻ എപ്പോഴും പുറകോട്ട് വലിയുന്ന ഒരു വ്യക്തിയായിരുന്നു. ജീവിതത്തിൽ ഒരു കോൺഫിഡൻസും ഇല്ലാത്തൊരു വ്യക്തിയായിരുന്നു. എപ്പോഴും ഉൾവലിയുന്ന ഒരു സ്വഭാവക്കാരനായിരുന്നു ഞാൻ. നേരെ ചൊവ്വേ നിൽക്കാൻ കോൺഫിഡൻസ് ഇല്ലാത്തൊരു വ്യക്തിയായിരുന്നു. നേരെ ചൊവ്വേ എൻ്റെ ഒരു പഠന കാലഘട്ടത്തിൽ നന്നായിട്ട് സംസാരിക്കാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ യേശുവിലേക്ക് വരുന്നൊരു മുമ്പാണ് കേട്ടോ, നന്നായിട്ട് എൻ്റെ ഫ്രണ്ട്സിൻ്റെ മുമ്പിൽ ഒരു എന്താ പറയുക, ഒരു പ്രൊജക്റ്റ്, ഒരു സെമിനാർ അവതരിപ്പിക്കാൻ പറ്റാത്തതുകൊണ്ട് ഫെയിലായിപ്പോയ മനുഷ്യനാണ് ഞാൻ. ക്ലാസ് റൂമിൽ ആളുകളുടെ മുമ്പിൽ നിന്നുകൊണ്ട് സംസാരിക്കാൻ കോൺഫിഡൻസ് ഇല്ലാത്തതുകൊണ്ട് പരാജയപ്പെട്ടു പോയ മനുഷ്യനാണ് ഞാൻ. പക്ഷേ ദൈവകൃപയാൽ ആയിരങ്ങളുടെ നടുവിൽ നിന്നുകൊണ്ട് കർത്താവിൻ്റെ കൃപയിൽ സംസാരിക്കാൻ ദൈവം എന്നെ പണിതെടുത്തു. അഭിഷേകമാണ്. അപ്പൊ ആ വ്യക്തി പറയാനിടയാ തീർന്നു, വല്ലാത്ത തകർച്ചയിലൂടെ കടന്നു പോകുമായിരുന്നു. പക്ഷേ സംസാരിച്ച് കഴിഞ്ഞപ്പോൾ ബ്രദറെ, എൻ്റെ ജീവിതത്തിൽ ഭയങ്കര ഒരു സമാധാനം. അതിന് മാത്രം എന്നാ സംസാരിച്ചു? ഒന്നും സംസാരിച്ചില്ല. പക്ഷെ ബ്രദറിനോട് സംസാരിച്ചു കഴിഞ്ഞപ്പോഴേക്കും മനസ്സിൻ്റെ അകത്ത് അറിയത്തില്ല, വലിയ ഭാരം ഒഴിഞ്ഞ് ഭയങ്കര ഒരു ധൈര്യവും വിശ്വാസവും വർദ്ധിച്ചു. അപ്പൊ ഞാൻ അങ്ങോട്ട് പൊങ്ങുമോ? കണ്ടോ, ഞാൻ ആരാന്നറിയാവോ? ഒന്നുമല്ല, ദൈവത്തിന്റെ അഭിഷേകം കൈമാറ്റം ഉണ്ടായതാ. ആ വ്യക്തി തകർന്നിരിക്കുന്ന ദൈവത്തിന് അറിയാവുന്നതുകൊണ്ട് ഞാൻ മനസ്സിലാക്കണം ഞാനൊരു ശുശ്രൂഷകനാന്ന്. അത് എന്നോട് തന്നെ ഞാൻ പറയുവാണേ. ആ ശുശ്രൂഷ പുറത്തു വന്നുകൊണ്ടേയിരിക്കും. അതുകൊണ്ടാണ് പലപ്പോഴും നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ, ബ്രദറിന്റെ കാര്യമല്ല ഞാൻ പറഞ്ഞു, നിങ്ങൾക്ക് ആർക്കെങ്കിലും ഫീൽ ചെയ്തിട്ടുണ്ടോ, നിങ്ങൾ മനസ്സ് മടുത്തിരിക്കുമ്പോൾ വചനം കേട്ടപ്പോഴോ അഥവാ സംസാരിച്ചപ്പോഴോ ആർക്കെങ്കിലും പെട്ടെന്നൊരു ആശ്വാസവും സമാധാനവും ഉണ്ടാകുന്നത് ബ്രദറിനോട് സംസാരിക്കുമ്പോൾ? ഉണ്ട് സത്യമായിട്ടുണ്ട്. ബ്രദർ സംസാരിക്കുമ്പോഴുണ്ട് ബ്രദർ. ഇതിന്റെ പേരാണ് അഭിഷേകം. ബ്രദറിന്റെ കഴിവ് നോക്കിയാൽ 0% ആണ്, ഒന്നും നടക്കത്തില്ല. കാര്യം എന്താ പറയുന്നത്, അങ്ങനെയാണ്. പക്ഷെ അഭിഷേകത്തിന്റെ പ്രത്യേകത നിങ്ങളെ അത് സഹായം. അതുകൊണ്ട് ദൈവദാസന്മാർക്ക് കൊണ്ട് നിങ്ങൾ പ്രത്യേകിച്ച് പ്രാർത്ഥിക്കണം. ഞാൻ ഈ ദിവസങ്ങളിൽ പറഞ്ഞു, നമുക്ക് 3 ദിവസം പ്രാർത്ഥന ഇല്ലായിരുന്നു, എനിക്ക് വലിയ വിഷമമായിരുന്നു. നിങ്ങൾ കർത്താവ് ഇനി മുതൽ കർത്താവ് ഒരു ദിവസം പോലും മുടങ്ങാതെ കാര്യങ്ങൾ മുന്നോട്ട് പോകുവാൻ ബ്രദറിനെയും അന്തരീക്ഷങ്ങളെയൊക്കെ ശക്തീകരിക്കണം. അപ്പോൾ ദൈവം അങ്ങനെ ക്രമീകരിക്കും. ഹല്ലേലൂയ. സാഹചര്യങ്ങളെ അത്ഭുതമാക്കും. അപ്പോൾ നിങ്ങൾ ഈ ദിവസങ്ങളിൽ, ഞാൻ ഇന്നറിയാം, എനിക്ക് നിങ്ങൾക്ക് ഇന്ന് ഈ മെസ്സേജ് കേൾക്കുമ്പോൾ കുറച്ചും കൂടെ തിരുത്താനുള്ളൊരു മെസ്സേജ് എനിക്ക് ഉൾപ്പെടെ ഞാൻ പറയാം കേട്ടോ. എന്നോടും കൂടെയാണ് ഈ ആലോചന, നിങ്ങളോടും കൂടെയാണ്. നമുക്ക് ദൈവദാസന്മാർക്ക് സ്വോത്രകാഴ്ച കൊടുത്തുകൊണ്ട് മാത്രം നമ്മൾ അനുഗ്രഹിക്കുന്നുണ്ട്. സ്വോത്രകാഴ്ച നല്ലതാണ്, നമ്മൾ വിതയ്ക്കണം. കർത്താവിൻ്റെ സുവിശേഷം വളരാൻ വേണ്ടി നിങ്ങൾ വിതയ്ക്കണം. നിങ്ങൾ സുവിശേഷത്തിന് വേണ്ടി വിതച്ചതുകൊണ്ടാണ് നമുക്ക് കേരളത്തിൽ ദൈവകൃപയാൽ കർത്താവിൻ്റെ നാമത്തിൽ വലിയ നമുക്ക് അനുഗ്രഹിക്കപ്പെട്ട പ്രാർത്ഥന വെക്കാൻ പറ്റിയത്. ഇനിയും നിങ്ങൾ വിതയ്ക്കണം. ഞാൻ പ്രോത്സാഹിപ്പിക്കുന്നു. കർത്താവിൻ്റെ വേലയിൽ വാരി വിതറി കൊടുക്കണം. കണക്ക് നോക്കാതെ വിതയ്ക്കണം. ഒരു കുഴപ്പമില്ല, ഒരു പ്രശ്നവുമില്ല. വാരി വിതറി നമ്മൾ കൊടുക്കണം. പക്ഷെ കൊടുത്തിട്ട് നമ്മൾ അഭിഷേകത്തിന് കുറ്റം പറയുന്നവരാണെങ്കിൽ കൊടുത്തതും കൂടെ നമുക്ക് വിരോധമായി പോകും. ശ്രദ്ധിച്ചോണേ. നിങ്ങൾ ചിലപ്പോൾ ഒത്തിരി കർത്താവിൻ്റെ വേലയിൽ വരും. ഞാനൊരു സ്ഥലത്ത് വന്നപ്പോഴേക്കും ഒരു ബ്രദർ ഇങ്ങനെ പറഞ്ഞു, ഞങ്ങൾ എത്രയോ സഭകൾക്ക് സപ്പോർട്ട് ചെയ്താന്നറിയാവോ, എത്രയോ ദൈവദാസന്മാർക്ക് ഞങ്ങൾ വാരി വിതറി കൊടുത്താന്നറിയാവോ, പക്ഷെ എല്ലാം അങ്ങനെയാണ് ഇങ്ങനെയാണ് കുറേ കുറ്റങ്ങൾ പറഞ്ഞു. ഞാനപ്പോൾ അവിടുന്ന് ഞാൻ പറഞ്ഞാൽ, കൊടുത്തത് ബ്രദറിനല്ല, ദൈവത്തിനാണ് കൊടുത്തത്. മനസ്സിലായോ? കൊടുത്ത കണക്ക് ദൈവസന്നിധിയിലുണ്ട്. അതുകൊണ്ട് ബ്രദറിന് കൊടുത്തെന്നോ സഭയ്ക്ക് കൊടുത്തെന്നോ പറഞ്ഞ് പഠിക്കരുത്. പക്ഷെ രണ്ടാമത് പറഞ്ഞ കാര്യം, ഒരിക്കലും നാം എന്ത് ചെയ്യരുത്, ദൈവദാസന്മാരുടെ കുറ്റം പറയുക. ചിലപ്പോൾ അവർ അങ്ങനെ ചെയ്തിട്ടുണ്ടായിരിക്കാം, ചിലപ്പോൾ ഇൻസൾട്ട് ചെയ്തിട്ടുണ്ടായിരിക്കാം, നിങ്ങളെ വിഷമിച്ചിട്ടുണ്ടായിരിക്കാം. പക്ഷെ പ്രാർത്ഥിക്കണവേ, കർത്താവ് ആ മനുഷ്യൻ ഇനി നിങ്ങളെ മാനസികമായിട്ട് മുറിവേൽപ്പിച്ചു. നിങ്ങൾ നോക്കിക്കേ, ഹന്ന എന്ത് ചെയ്തു? ഹന്നയുടെ വാക്ക് ഏലി പ്രവാചകൻ മുറിവേൽപ്പിച്ചു. ഞാൻ ചിന്തിക്കുക, ഹന്നയുടെ അയൽവക്കത്തിരിക്കുന്ന പ്രാർത്ഥിക്കുന്ന സഹോദരിമാരെല്ലാം ചിലപ്പം വട്ടം നിൽക്കുമ്പോഴായിരിക്കും ഈ ഏലി വന്നിട്ട് പറയുക, നീ വീഞ്ഞു കുടിച്ച് മത്ത് പിടിച്ചിരിക്കുവാണോ എന്ന് ചോദിച്ചു. തമാശക്കായിരിക്കാം. ചിലപ്പം അയൽവക്കത്തെ ചേച്ചിമാരെല്ലാം ചിരിച്ചു കാണാൻ, കണ്ടോ എൻ്റെ ദൈവമേ പുരോഹിതൻ വന്നിട്ട് കളിയാക്കി. ഏലിക്ക് വിഷമം വന്നു, അല്ലേ? ഏലിക്ക് വിഷമം വന്നു.
ഏലിക്കിത് അത് ഒരിക്കലും പ്രവാചകൻ അദ്ദേഹം ഒരിക്കലും പറയാൻ പാടില്ല. പള്ളിക്കകത്തിരിക്കുന്ന ഒരാളോട് പറയുക, നീ വീഞ്ഞു കുടിച്ച് മത്ത് പിടിച്ചിരിക്കുവാണോ എന്ന് ചോദിക്കേണ്ട കാര്യമില്ല, എന്ത് പറ്റിയെന്നാ ചോദിക്കേണ്ടത് അല്ലേ? പക്ഷെ എന്ത് ചെയ്തു? ഏലി പറഞ്ഞു, എന്നാ നീ വീഞ്ഞു കുടിച്ച് മത്ത് പിടിച്ചിരിക്കുവാണെന്ന് ചോദിച്ചു. ഉടനെ ഹന്ന പറഞ്ഞില്ല, താൻ എന്തൊരു മനുഷ്യനാണ്, താങ്കൾ എന്തൊരു മനുഷ്യനാണ്, താങ്കൾക്ക് അറിയത്തില്ല ഞാൻ മനോവ്യസനമുള്ളൊരു സ്ത്രീയാ. ഒന്നും പറഞ്ഞില്ല. യജമാനനെ അല്ലെങ്കിൽ ദൈവദാസനെ, ഞാൻ മനോവ്യസനമുള്ള ഒരു സ്ത്രീയാണേ എന്ന് പറഞ്ഞ് എന്ത് ചെയ്തു? ഹന്ന അദ്ദേഹത്തോട് സംസാരിച്ചു. നിങ്ങൾക്കറിയാവോ, ഇതേ ഏലിയെ കൊണ്ട് തന്നെ തമ്പുരാൻ പ്രവചിപ്പിച്ചു, നിനക്കൊരു തലമുറയെ ദൈവം തരും. കണ്ടോ? കളിയാക്കി പറഞ്ഞ ഏലിയെ കൊണ്ട് തന്നെ ഹന്നയുടെ പ്രാർത്ഥന തമ്പുരാൻ പറയിപ്പിച്ചു. കണ്ടോ? ഹല്ലേലൂയ! ഇതാണ് ദൈവത്തിന്റെ ശക്തി. അപ്പൊ ഹന്ന പറയുക, ഇയാൾ എന്തൊരു മനുഷ്യനാ, ഇയാളാണോ പുരോഹിതൻ, ഇയാളാണോ ശുശ്രൂഷകൻ എന്ന് പറഞ്ഞുകൊണ്ട് ഹന്ന അവിടെ കിടന്ന് ബഹളം വെച്ചിരുന്നെങ്കിൽ നാട്ടുകാർ കൂടിയാനെ, ചിലപ്പം ഏലിയോട് വിരോധമുള്ളവരെല്ലാം ചിലപ്പോൾ ഏലിയെ പിടിച്ച് തല്ലിയാനെ, ബഹളം ഉണ്ടാക്കിയാനെ. കണ്ടോ? നിങ്ങൾ സ്ത്രീകൾക്കെതിരെ അനാവശ്യം പറയുന്നതൊക്കെ പറഞ്ഞിട്ട് വലിയ ബഹളം വെച്ചേനെ. പക്ഷെ ഹന്ന തൻ്റെ ഹൃദയം ദൈവത്തോട് കൊടുത്തിട്ട് പറഞ്ഞു, യജമാനനെ, ഞാൻ മനോവ്യസനമുള്ള, ആ വാക്ക് ഞാനൊന്ന് എടുത്തോട്ടെ, സമയം എനിക്കറിയാം, മുന്നോട്ട് പോയി നമുക്ക് കർത്താവിൻ്റെ കൃപയാൽ എനിക്ക് വന്നത് ആ ശമൂവേൽ പ്രവാചകന്റെ പുസ്തകത്തിൻ്റെ അകത്ത് അത് വ്യക്തമായി പറയുന്ന വാക്ക് നമുക്കൊന്ന് കേൾക്കാവേ. ജസ്റ്റ് ഞാൻ നിങ്ങളെ കേൾപ്പിക്കാം. അദ്ദേഹം പറഞ്ഞൊരു വാക്കുണ്ട്, ഞാൻ മനോവ്യസനമുള്ള ഒരു സ്ത്രീയാണ് എന്നും പറഞ്ഞുകൊണ്ട് അദ്ദേഹം ഹന്ന എന്ത് ചെയ്യുന്നത്? അദ്ദേഹത്തോട് പറയുക. അതേ വ്യക്തിയെ കൊണ്ട് തന്നെ നോക്കി നോക്കി ഹന്ന ഉത്തരം പറഞ്ഞു, യജമാനനെ, ഞാൻ മനോവ്യസനം. നോക്കി, യജമാനനെ. ഏലി പറഞ്ഞു, നോക്കി അവളോട്, നീ എത്രത്തോളം ലഹരി പിടിച്ചിരിക്കുന്നു, നിന്റെ വീഞ്ഞ് ഇറങ്ങട്ടെ എന്ന് പറഞ്ഞു. കണ്ടോ? ഏലിക്ക് തോന്നി അവൾ വീഞ്ഞു കുടിച്ച് മത്ത് പിടിച്ചിരിക്കുക. എന്നാലും ചോദിക്കാവോ അങ്ങനെയൊക്കെ പോയി? പാടില്ല. ഏലി ചെയ്തത് തെറ്റാണ്. അല്ലാതെ ഏലിക്ക് അങ്ങനെ പറയാൻ പാടില്ല. ഏലിക്ക് അങ്ങനെ തോന്നിയാൽ, ഇപ്പം നിങ്ങൾ ആത്മാവിൽ നിറഞ്ഞിരിക്കുക സഭയ്ക്കകത്ത്, ഞാൻ വന്നിട്ട് ചോദിക്കും, ഇതെന്തോ കള്ളു കുടിച്ചിട്ടാണോ വന്നത് എന്ന് ചോദിക്കാൻ എനിക്ക് റൈറ്റ് ഇല്ല. ഞാൻ എൻ്റെ വാക്ക് ശ്രദ്ധിക്കണം. അവിടെ ഏലി എന്ത് ചെയ്തു? പരാജയപ്പെട്ടു. ഏലി വന്നിട്ട് പറഞ്ഞു, നീ വീഞ്ഞു കുടിച്ച് മത്ത് പിടിച്ചിരിക്കുകയാണ്, നിന്റെ വീഞ്ഞ് ഇറങ്ങട്ടെ എന്നൊക്കെ പറഞ്ഞു. ഉടനെ ഹന്നയുടെ മറുപടി കേട്ടേ, അങ്ങനെയല്ല യജമാനനെ. കണ്ടോ? ദൈവദാസൻ, നിങ്ങൾക്ക് എന്നെ അഭിഷേകമൊന്നുമില്ലേ, കാര്യമൊന്നും അറിയത്തില്ല എന്നും ചോദിച്ചില്ല. ഞാൻ മനോവ്യസനമുള്ള സ്ത്രീ, ഞാൻ വീഞ്ഞോ മദ്യമോ കുടിച്ചിട്ടില്ല, യഹോവയുടെ സന്നിധിയിൽ എൻ്റെ ഹൃദയത്തെ പകരുന്നത് അത്രയോ ചെയ്തത്. ഓ ഹല്ലേലൂയ, ആമേൻ. അടിയനൊരു നീച സ്ത്രീയായിട്ടുണ്ട്, നീച സ്ത്രീയായിട്ട് അപ്പൊ നീച സ്ത്രീ അങ്ങനെ വരുന്നത്. ഏലി ഒരിക്കലും അങ്ങനെ പറയാൻ പാടില്ല. നീച സ്ത്രീകളാണ് കള്ളു കുടിച്ചിട്ട് വീഞ്ഞു കുടിച്ച് മത്ത് പിടിച്ച് സഭയ്ക്കകത്തോട്ട് വരുന്നത്. അങ്ങനെ വിചാരിക്കരുത്, അതൊരു കോമൺ ആയിട്ടുള്ള കാര്യമല്ല അത് നീച സ്ത്രീകൾ അങ്ങനെ ചെയ്യുന്നത്. കണ്ടോ? അതുകൊണ്ട് അദ്ദേഹം പറഞ്ഞു, ഞാനൊരു നീച സ്ത്രീ അല്ല. അപ്പൊ ഒരു നീച സ്ത്രീയെ പോലെ പെരുമാറി, തെറ്റാണത്. ഏലി ചെയ്തത് തെറ്റാണ്. പക്ഷേ ഹന്ന എന്ത് ചെയ്തു? പറഞ്ഞ കാര്യം നോക്കിയേ, അടുത്ത വാക്യത്തിൽ അടിയന്റെ സങ്കടത്തിലും മനോവ്യസനത്തിലും ആധികം കൊണ്ടാണ് സംസാരിച്ചത്. അതിന് ഏലിയുടെ മറുപടി, അതിന് ഏലി സമാധാനത്തോടെ പോവും, ഇസ്രായേലിന്റെ ദൈവം നിന്നോട് കഴിച്ച അപേക്ഷ അവൻ നിനക്ക് നൽകുമാറാകട്ടെ എന്ന് പറഞ്ഞു. കണ്ട, കുറ്റം പറഞ്ഞ ആളെ കൊണ്ട് തന്നെ പ്രവചിപ്പിച്ചു. അടിയന് തൃക്കണ്ണിൽ കൃപ ലഭിക്കുമാറാകട്ടെ എന്ന് പറഞ്ഞു സ്ത്രീ തന്റെ വഴിക്ക് പോയി ഭക്ഷണം കഴിച്ചു. അവളുടെ മുഖം പിന്നെ വാടിയില്ല. കണ്ടോ? അദ്ദേഹം പറഞ്ഞ വാക്ക്, കുറ്റം പറഞ്ഞ നാവ് കൊണ്ട് തന്നെ, ഏലിയുടെ വാക്കുകൊണ്ട് തന്നെ ഹന്ന ഒറ്റ പ്രാർത്ഥന അല്ലെങ്കിൽ ഹൃദയം ദൈവസന്നിധിയിൽ പകർന്നു തിരിച്ചങ്ങോട്ടൊന്നും എതിർക്കാതെ പറഞ്ഞപ്പോൾ അദ്ദേഹത്തെ കൊണ്ട് തന്നെ പ്രവചിപ്പിച്ചു. നിങ്ങൾ ആ വാക്ക് കണ്ടോ? ഏലി പറഞ്ഞപ്പോ തന്നെ ഹന്നയുടെ ദുഃഖം മാറി, അവളുടെ മുഖം പിന്നെ വാടിയില്ല. സഭയ്ക്കകത്തിരുന്ന് കരഞ്ഞു നിലവിളിക്കുന്ന ആന്റി ഇപ്പൊ കരയുന്നില്ല. എന്നാ കാരണം? പ്രവാചകൻ പറഞ്ഞു, നിനക്ക് നിന്റെ അപേക്ഷ ദൈവം തരട്ടെ. ആ വാക്ക് ആ മകളുടെ ഉള്ളത്തിലെ ദുഃഖത്തെ അങ്ങോട്ട് മാറ്റി. കണ്ടോ? അഭിഷേകമുള്ളവൻ സംസാരിച്ചാൽ ദുഃഖങ്ങൾ മാറും. അതുകൊണ്ടാണ് വാക്കിലും നടപ്പിലും വിശ്വാസത്തിലും സ്നേഹത്തിലും നിങ്ങൾ മറ്റുള്ളവർക്ക് മാതൃ. നിങ്ങൾ ഏലിയെ പോലെ ആകരുതേ. ഞാൻ ഏലിയെ കുറ്റപ്പെടുത്തുമല്ല, ഏലിയെ നമ്മൾ പഠിക്കുക. ഹല്ലേലൂയ. ഏലിയെ നമ്മൾ പഠിക്കുക, ഏലിയെ വെച്ച് നമ്മൾ പഠിക്കുക. അപ്പൊ നിങ്ങൾ അങ്ങനെ നിങ്ങളുടെ വാക്കിൽ, നിങ്ങൾ അയൽപക്കത്തെ വീട്ടിൽ പോയിട്ട് നിങ്ങളെല്ലാം മുടിഞ്ഞു പോകുമെന്ന് പറഞ്ഞാൽ അവർ മുടിഞ്ഞു പോകും. പക്ഷേ അതിന്റെ ആഫ്റ്റർ എഫക്റ്റ് നിങ്ങളുടെ മേലും വരും.
നിങ്ങൾ അവർക്കെതിരെ അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ, അവരുടെ ജീവിതത്തിൽ അങ്ങനെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ ഓർക്കണ്ട, എൻ്റെ പ്രാർത്ഥന ദൈവം കേട്ടു, അവർ മുടിഞ്ഞു പോയെങ്കിൽ ഉറപ്പിച്ചോ, ദൈവഹിതമല്ലാത്തൊരു പ്രാർത്ഥനയാണേ അത്. നിങ്ങളുടെ നാവിനെ സാത്താൻ മിസ്യൂസ് ചെയ്തു. നിങ്ങളുടെ നാവിലൂടെ അത് വന്നതുകൊണ്ട് ഓർത്തോണെ, അതിൻ്റെ തിക്താനുഭവങ്ങൾ നിങ്ങൾ അനുഭവിക്കേണ്ടി വരും. അതാണ് യാക്കോബ് പറഞ്ഞത്, ഒരേ ഉറവിൽ നിന്നും ജീവനും മധുരവും കയ്പും വരരുത്. ശാപവും സ്തോത്രവും ഒരേപോലെ വരരുത്. വരുന്നത് നിങ്ങൾക്ക് നന്നല്ല. നാവിനെ കടിഞ്ഞായിട്ട് സൂക്ഷിക്കണം. അബദ്ധങ്ങൾ പറഞ്ഞു പോയാൽ തിരുത്തണം. ഇന്ന് ഈ മെസ്സേജ് ഇങ്ങനെ പോകുന്നതുകൊണ്ട് ആർക്കും ദുഃഖം തോന്നരുത്. അനുഗ്രഹം നിങ്ങൾക്ക് വേണം, അതിനുവേണ്ടി ഇത് പറയുന്നത്. നോക്കിയേ, ഏലിയെ കൊണ്ട് തന്നെ തിരുത്തിപ്പറയിപ്പിച്ചു, പ്രവചിപ്പിച്ചു. ആ പ്രവചനം കേട്ടപ്പോൾ തന്നെ കരഞ്ഞിരുന്ന സഹോദരിയുടെ ഉള്ളത്തിൽ മോഹം പിന്നെ വാടിയില്ല. അവളുടെ ദുഃഖം മാറി. അനന്തരം അവൾ അധികാലത്ത് എഴുന്നേറ്റ് യഹോവയുടെ സന്നിധിയിൽ നമസ്കരിച്ച് റാമയിൽ അവളുടെ വീട്ടിലേക്ക് പോയി. എന്നാൽ എൽക്കാന തന്റെ ഭാര്യ മകനെ ഓർത്തു. നോക്കി, അവൾ ഗർഭം ധരിച്ചു. 18-ാം വാക്യമുണ്ടോ? 20-ാമത്തെ വാക്യമുണ്ടോ? ഗർഭം ധരിച്ചു, മകനെ പ്രസവിച്ചു. കണ്ടോ? അപ്പൊ പ്രവാചകന്റെ വാക്ക് അവളുടെ ഉള്ളത്തിൽ ഒരു തലമുറയെ തുറക്കുവാൻ സഹായിച്ചു. കുത്തി പറഞ്ഞ വ്യക്തിയെ കൊണ്ട് തന്നെ തിരുത്തി പറയിപ്പിക്കുവാൻ നിങ്ങളെ കൊണ്ട് കഴിയും. അതുകൊണ്ടാണ് വിശ്വാസി പ്രാർത്ഥിക്കണം. വിശ്വാസി ദേവദാസന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. നിങ്ങൾ ഈ ദിവസങ്ങളൊന്ന് പ്രാർത്ഥിച്ചു നോക്കിക്കേ. തന്നെ നിങ്ങൾക്കെതിരെ പറഞ്ഞ ദൈവദാസന്മാരായിക്കോട്ടെ, ബ്രദർമാർ, ഞാൻ അവരൊന്നും പറയുമല്ല, അവരായിക്കോട്ടെ, ഇനി ഞാനായിക്കോട്ടെ, എൻ്റെ നാവിലൂടെ തന്നെ നിങ്ങളെ പ്രവചിപ്പിക്കും. പക്ഷെ നിങ്ങൾ അഭിഷേകത്തെ റെസ്പെക്ട് ചെയ്യണം. അതും കൂടെ ചെയ്യണം. ഏലിയുടെ മേലുള്ള, നമ്മൾ പറയും, ഈ വയസ്സാം കാലത്ത് ഈ മനുഷ്യന് വീട്ടിൽ കിടന്നാൽ പോരാനൊന്നും ഹന്ന പറഞ്ഞില്ല. ഹന്നയാ ഏലിയുടെ പ്രായത്തെ അല്ല നോക്കിയത്, ഏലിയുടെ പൗരോഹിത്യ അഭിഷേകത്തെയാ ഹന്ന റെസ്പെക്ട് ചെയ്തത്. നോക്കിക്കേ, നീച സ്ത്രീ അല്ലെന്ന് ഹന്ന പറയുന്നുണ്ട്. അപ്പൊ അങ്ങനെ ഒരു പദപ്രയോഗമല്ലേ അദ്ദേഹം നടത്തിയത്? അല്ലെങ്കിൽ ഒരിക്കലും അതൊരു കോമൺ ആണെന്ന് വിചാരിച്ചു. എല്ലാവരും കള്ള് കുടിച്ച് വന്നിരിക്കുന്ന ഒരു സ്ഥലമാ പള്ളിയെങ്കിൽ അത് കോമൺ ആയിട്ടൊരു ചോദ്യമാണ്. നീ കുടിച്ചിട്ട് വന്നിരിക്കുവാണ്. അത് കോമൺ അല്ല. ആലയത്തിൽ വീഞ്ഞ് കുടിച്ച് മത്ത് പിടിച്ചിരിക്കുന്നത് സഭയിൽ കോമൺ അല്ല. അത് പറഞ്ഞപ്പോൾ ഹന്ന പറഞ്ഞു, ഞാൻ എന്ത് ചെയ്യുന്നു കർത്താവെ, ഞാൻ നീച സ്ത്രീ അല്ലത്. കണ്ടോ? അപ്പൊ നീച സ്ത്രീ എന്നാ വിളിച്ചത്, കൊള്ളരുതാത്തവളെ എന്നാ വിളിച്ചത്. ഉടനെ ഹന്ന എന്ത് ചെയ്തു? തിരുത്തി, യജമാനനെ. കണ്ടോ? അഭിഷേകത്തെ റെസ്പെക്ട് ചെയ്തുകൊണ്ട് തന്നെ, അന്നയുടെ ഹൃദയത്തെ ദൈവത്തോട് കണക്ട് ചെയ്തുകൊണ്ട് തന്നെ ഏലിയുടെ പ്രവചനത്തെ അനുഗ്രഹമാക്കി മാറ്റി ഹന്ന. ഇങ്ങനെ നമ്മൾ ചെയ്തു നോക്കി. നിങ്ങൾക്ക് വിരോധമായി പറഞ്ഞ ഏതെങ്കിലും, എനിക്കറിയാം ചില ദേവദാസന്മാർ മുറിവേൽപ്പിക്കുന്നവരുണ്ട്. ശരിയല്ല, അങ്ങനെ ചെയ്യരുത്. മുറിവേൽപ്പിക്കുന്ന ദേവദാസന്മാരുണ്ട്, കുറ്റം പറയുന്ന ദേവദാസന്മാരുണ്ട്, കുറ്റം പറയാൻ പ്രോത്സാഹിപ്പിക്കുന്ന ദേവദാസന്മാരുണ്ട്. ഇനി ആരെങ്കിലും ദേവദാസന്മാർ എന്നെ കേൾക്കുന്നത്, നിങ്ങൾ നിർത്തിക്കൂ, നിങ്ങൾ നിർത്തുന്നത് നിങ്ങൾക്ക് നല്ലതാണ് കേട്ടോ. അങ്ങനെ നിങ്ങൾ വിശ്വാസികൾ അങ്ങനെ പറയരുതേ. നിങ്ങൾ മുറിവേൽപ്പിക്കുന്നവരാകരുത്, മുറിവ് കെട്ടുന്നവരാകണം. അങ്ങനെയെങ്കിൽ അനുഗ്രഹത്തിന്റെ ഓവർഫ്ലോ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകും. ഓ യേശുവേ, താങ്ക് യു ഹോളി സ്പിരിറ്റ്. ആമേൻ, ഹല്ലേലൂയ. അപ്പൊ ഈ ദിവസങ്ങളിൽ നിങ്ങൾ ഇങ്ങനെ ചെയ്യുന്നത് എനിക്കറിയാം. ഒത്തിരി, ഞാനിത് പറയുമ്പം ക്ലെയിം ചെയ്യുക കേട്ടോ, ഒത്തിരി ദൈവദാസന്മാരുണ്ട് കേട്ടോ, ഒത്തിരി ദൈവദാസന്മാരുണ്ട് അങ്ങനെ മുറിവേൽപ്പിക്കുന്നവരുണ്ട്. ഞാൻ ആഗ്രഹിക്കുന്ന കർത്താവ് അങ്ങനെ മുറിവേൽപ്പിക്കുന്ന വ്യക്തിയാകരുതേ, മുറിവ് കെട്ടുന്ന വ്യക്തിയാക്കി എന്നെ മാറ്റണമെന്ന് ഞാൻ. അതുകൊണ്ട് ഞാൻ എപ്പോഴും എൻ്റെ പ്രാർത്ഥന, കർത്താവേ, തകർന്ന ഭവനങ്ങളിലേക്ക് എന്നെ അയക്കണമെന്ന് എൻ്റെ പ്രാർത്ഥന. തകർന്ന ഭവനങ്ങളിലേക്ക് നിങ്ങളും അങ്ങനെ തന്നെ പ്രാർത്ഥിക്കും, ദൈവം ഉപയോഗിക്കും. തകർന്ന ഭവനങ്ങളിലേക്ക് എന്നെ അയക്കണമേ. മറ്റുള്ളവരുടെ കുറ്റം പറയാൻ കർത്താവ് എൻ്റെ നാവിനെ കടിഞ്ഞാട്ട് സൂക്ഷിക്കണേ അപ്പാ എന്ന് പ്രാർത്ഥിക്കും. നമുക്ക് ഒത്തിരി ബലഹീനത ഉണ്ടെന്നേ, നമുക്ക് ഒത്തിരി കുറവുകളുണ്ട്, സത്യമാണ്. പക്ഷെ യേശു അതൊന്നും അല്ല നോക്കുന്നത്. നിങ്ങൾ എങ്ങനെയാണ്? അപ്പം അഭിഷേകത്തെ നിങ്ങൾ ബഹുമാനിക്കണം. നിങ്ങൾ ഉറപ്പായിട്ട് എൻ്റെ കൂടെ പറഞ്ഞ് അഭിഷേകത്തെ ബഹുമാനിക്കണമെന്ന് പറ. ബഹുമാനിക്കണം. ആമേൻ. അത് ഭയങ്കര പോയിന്റ് ആകട്ടോ. അഭിഷേകത്തെ നിങ്ങൾ റെസ്പെക്ട് ചെയ്ത്. അന്ന് ഞാൻ പറഞ്ഞു, ഇപ്പൊ എനിക്ക് തന്നെ എൻ്റെ അഭിഷേകത്തെ പറ്റി വലിയ മതിപ്പില്ലെന്ന് വിചാരിച്ചു. എനിക്ക് അറിയത്തില്ല. പക്ഷെ ഈ അഭിഷേകത്തിന് പ്രത്യേകത, ഇതിന് ഭയങ്കര ശക്തിയാ. ഇതുപോലെ നിങ്ങൾ നോക്കിക്കേ, ഏലി ഒരു തമാശക്കാരനായി ഇങ്ങനെയൊക്കെ തമാശ പറയുന്ന ഒരാളായിരിക്കാം ഏലി. മുമ്പ് പറഞ്ഞിട്ടും ഉണ്ടായിരിക്കാം. നീചയായ സ്ത്രീ, ഞാൻ ഇനി മത്ത് പിടിച്ചെന്ന് പറയുന്നില്ല, നീചയായ സ്ത്രീയെ എന്നൊരാളെ നോക്കി വിളിക്കുന്ന ഒരാളായിരിക്കാം ഏലി. അല്ലെങ്കിൽ ഏലി അങ്ങനെ ഒരിക്കലും പറയാൻ പാടില്ല. ഏലി അത് പറഞ്ഞപ്പം ഏലിയുടെ സ്വഭാവത്തെ പോലും എന്ത് ചെയ്തു? അത്രയും നേരം അങ്ങനെ സംസാരിച്ച ആളെ കൊണ്ട് തന്നെ പറഞ്ഞു, യഹോവ നിന്റെ ആഗ്രഹത്തെ തരുമെന്ന് പറഞ്ഞു. കണ്ടോ? നൽകുമാറാകട്ടെ എന്ന് പറഞ്ഞു.
ഉടനെ എന്നാ സംഭവിച്ചെന്നറിയാവോ? ഉടനെ അവളുടെ വിഷമം മാറി. കണ്ടോ, ഇതാണ് അഭിഷേകം. ഓ, അദ്ദേഹത്തിന്റെ മേൽ പൗരോഹിത്യ അഭിഷേകമുണ്ട്. അത്രയും നേരം കരഞ്ഞിരുന്ന സഹോദരിയുടെ പിന്നെ അവളുടെ മുഖം വാടിയില്ല. എന്റെ കൂടെ പറഞ്ഞാട്ടെ, പിന്നെ അവളുടെ മുഖം വാടിയില്ലെന്ന് പറ. പിന്നെ അവളുടെ കണ്ടോ? അപ്പൊ ആ എലിയുടെ വായിന്ന് വന്ന വാക്ക് ഒരു തവണ മകളെ മുറിവേൽപ്പിച്ചെങ്കിലും അടുത്ത പ്രവചനമായിരുന്നു ആ വന്നത്. കണ്ടോ? അടുത്തത് വന്നത് അവളുടെ ഹൃദയത്തിന്റെ ആഴത്തിൽ, അവളുടെ ഉദരത്തെ തുറക്കുന്ന അതിന്റെ സൈൻ എന്തുവാ? അവളുടെ മനസ്സിൽ സമാധാനം വന്നു. ഇതൊരു സൈനാണ്. ആമേൻ. അപ്പൊ അഭിഷേകത്തിന്റെ പ്രത്യേകത. അതുകൊണ്ടാണ് നിങ്ങൾ ഈ ദൈവദാസന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. എപ്പോഴും ഞാൻ പറയത്തില്ല, പ്രത്യേകിച്ച് ശുശ്രൂഷകർക്ക് വേണ്ടി നിങ്ങൾ ശക്തമായിട്ട് പ്രാർത്ഥിക്കണം. പ്രത്യേകിച്ച് യൗവനക്കാരായിട്ടുള്ള സഹോദരന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. മസ്റ്റായിട്ട് ഞാൻ പറഞ്ഞു, നിങ്ങൾ പ്രാർത്ഥിക്കണമേ. വ്യക്തിപരമായിട്ട് എനിക്ക് വേണ്ടി പലരും പറയാം, ബ്രദറൊക്കെ ചെറുപ്പമാണ്. എന്നോട് ഒത്തിരി പേര് പറയും, ബ്രദറെ ഒത്തിരി ദൈവദാസന്മാർ വീണതോട്ടെ. ചിലപ്പോൾ നിങ്ങളുടെ പേടി കൊണ്ട് പറയുന്നതായിരിക്കാം. നിങ്ങളെപ്പോഴും നിങ്ങൾ ചിലപ്പോൾ മുൻനിരയിൽ നിങ്ങൾ കണ്ടിട്ടുള്ള എക്സ്പീരിയൻസ് വെച്ച് കണ്ടതായിരിക്കാം. ചിലപ്പോൾ നിങ്ങൾ പറയും, ബ്രദർ ചെറുപ്പക്കാരനായതുകൊണ്ട് ബ്രദറെ ഒത്തിരി പേര് വീണുപോയ സ്ഥലമാണ്, നിങ്ങൾ അങ്ങനെ എന്നോട് പറയാതെ നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചാൽ മതി. അതെനിക്ക് സന്തോഷം. കാരണം നിങ്ങൾ പറയാതെ എനിക്കറിയാം, എൻ്റെ ഒത്തിരി സുഹൃത്തുക്കളെ എനിക്കറിയാം. നിങ്ങളിത് പറഞ്ഞതുകൊണ്ട് പ്രത്യേകിച്ച് ഒന്നും സംഭവിക്കാൻ മതില്ല. പക്ഷെ പകരം കർത്താവെ, ഈ സഹോദരൻ ബ്രദർമാരെയൊക്കെ ഞങ്ങൾക്ക് നിർത്തണേ അപ്പ, ശക്തമായിട്ട് അവരെ ഉപയോഗിക്കണേ അപ്പ, അവരുടെ മനസ്സും ചിന്തയൊക്കെ ബലപ്പെടുത്തണേ അപ്പ, അവരെ ഇനിയും അനേകരോട് സുവിശേഷം പറയുവാൻ, അനേക തകർന്ന ഭവനങ്ങളെ നേടുവാൻ യേശുവേ അങ്ങ് അവരെ ഉപയോഗിക്കണമേ എന്ന് ദിവസവും പ്രാർത്ഥിച്ചാൽ ഉറപ്പായിട്ട് ഞാൻ പറയുന്നു, ആ പ്രാർത്ഥന ബ്രദറിനെയും കുടുംബത്തിനെയും നിങ്ങളുടെ മേൽ വരുമ്പോൾ അതിൻ്റെ അനുഗ്രഹം നിങ്ങളുടെ മേൽ വന്നിരിക്കും. അവർ കുറ്റം പറയുമ്പോൾ അതിൻ്റെ ദോഷം നിങ്ങളുടെ മേൽ വന്നിരിക്കും. ഹല്ലേലൂയ. അപ്പം നിങ്ങൾ നാളെ മുതൽ നിങ്ങളെ കുറ്റംപെട്ട ദൈവദാസനെ നിങ്ങൾ എല്ലാം കേൾക്കേണ്ട ആവശ്യമൊന്നുമില്ല. പ്രാർത്ഥിക്കണമേ. തിരുത്താനുണ്ടെങ്കിൽ തിരുത്തണം. ബ്രദറെ എനിക്ക് ആ കാര്യം ബ്രദർ, എന്നോട് ഒത്തിരി പേര് ഇങ്ങനെ പറയാറുണ്ട്, ബ്രദറെ അങ്ങനെ ഒരു വാക്ക് പറഞ്ഞത് ബ്രദറെ ശരിയാണോ എന്ന് മെസ്സേജ് അയക്കും. റെസ്പെക്റ്റോടെ മെസ്സേജ് അയക്കുവേ. അപ്പം ഞാൻ നോക്കിയിട്ട് ചിലപ്പോൾ ഞാൻ എത്രയോ കാര്യം നിങ്ങൾക്ക് അറിയാൻ പറ്റില്ല, ഒത്തിരി കാര്യം ഞാൻ തിരുത്തിയിട്ടുണ്ട്. ചില വാക്കുകളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറിപ്പോകുമ്പം സ്നേഹിക്കുന്ന ആൾക്കാർ പറയും, ബ്രദറെ അങ്ങനെ ആയിരുന്നോ ബ്രദറെ, അങ്ങനെ കണ്ടതുകൊണ്ട് ചോദിച്ചത് കേട്ടോ. അതുകൊണ്ട് ഞാൻ പറയാം, ആഹാ എന്നെ തിരുത്താറായോ എന്നല്ല, തിരുത്താൻ പറ്റുന്നുണ്ടെങ്കിൽ ഞാൻ തിരുത്തും കേട്ടോ. അങ്ങനെ വേണം നമ്മൾ ചെയ്യാൻ വേണ്ടി. അങ്ങനെ ചെയ്താൽ ഞാൻ എപ്പോഴും പറയും, നമ്മൾ വിശ്വാസികളും ശുശ്രൂഷകരും ആ എല്ലാ കാലഘട്ടത്തിലും അപ്ഡേഷൻ സംഭവിക്കുന്നവർ. നമ്മൾ വളരുന്നവരാണ്. വളർച്ചയിൽ ഒത്തിരി കുറവുകൾ വരും, അതെല്ലാം ദൈവം പരിഹരിക്കും. പക്ഷെ ആ കുറവുകളെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് സങ്കടപ്പെട്ടിരിക്കരുത്. ദൈവം വളർത്തും ദൈവമാണ്. അപ്പോൾ അഭിഷേകത്തെ നിങ്ങൾ ബഹുമാനിക്കണം. ചിലപ്പോൾ നിങ്ങൾക്ക് എൻ്റെ പേര് വിളിക്കാൻ തോന്നി, എനിക്ക് കുഴപ്പം, നിങ്ങൾ എൻ്റെ പേര് വിളിച്ചുകൊണ്ട് എനിക്കൊരു കുഴപ്പമൊന്നുമില്ല. പക്ഷെ അഭിഷേകത്തെ നിങ്ങൾ ബഹുമാനിക്കണമേ. ഞാൻ പലരിലും കണ്ടതുകൊണ്ടാണ് പറഞ്ഞത്, ശ്രദ്ധിച്ചോണേ. അഭിഷേകത്തെ നമ്മൾ റെസ്പെക്റ്റ് ചെയ്യണമേ. അഭിഷേകത്തെ നിങ്ങൾ ബഹുമാനിക്കണമേ. ഞാൻ എപ്പോഴും പറയത്തില്ല, എന്നെ വെച്ച് ഉദാഹരണം പറയുക, എന്നെ വെച്ച് ഞാൻ റെസ്പെക്റ്റോടെ പറയുക. നിങ്ങളൊരു ശുശ്രൂഷകനെ വീട്ടിൽ വിളിച്ചു കൊണ്ടുവന്ന് ഇരുന്നാൽ അതൊരു അനുഗ്രഹമാണ്. ഒരു ശുശ്രൂഷകൻ വീട്ടിൽ വന്നാൽ അതൊരു അനുഗ്രഹമാണ്. കാരണം ബൈബിൾ പറഞ്ഞു, എൻ്റെ കാലിൽ നന്മ സുവിശേഷിക്കുന്നവരുടെ കാലെത്ര മനോഹരമെന്ന് ബൈബിളൊരു വാക്യമുണ്ട്. നന്മ സുവിശേഷിക്കുന്നവരുടെ കാലെത്ര മനോഹരം. എൻ്റെ അർത്ഥം എന്നറിയാവോ? അവർ കർത്താവിൻ്റെ വചനം പറഞ്ഞ് അവരുടെ കാലിന് ദൈവത്തിൻ്റെ വചനം അവരുടെ കാലിന് എഫേസ്യർ ലേഖനത്തിലെ വാക്യം ഞാനത് ഒന്നുകൂടെ കാണിക്കാം നിങ്ങളെ, കുറച്ചുകൂടെ മനസ്സിലാവും. അപ്പം നന്മ സുവിശേഷിക്കുന്നവരുടെ കാല് വളരെ മനോഹരമാണ്. അപ്പം അത് ആ കാല് കുത്തുന്ന ഭവനം അനുഗ്രഹിക്കപ്പെട്ടിരിക്കും. ഹല്ലേലൂയ. അതുകൊണ്ടാണ് ഒരു ദൈവദാസൻ ഒരു ഭവനത്തിൽ വരുന്നത് നിങ്ങൾക്ക് അനുഗ്രഹമാണെന്ന് പറയുവാൻ കാരണം. നോക്കിയേ, സമാധാനത്തിൻ്റെ ഒരുക്കം കാലിന് ചെരിപ്പായി. കണ്ടോ? അപ്പൊ സമാധാന സുവിശേഷത്തിനുള്ള ഒരുക്കം ദൈവദാസന്മാരുടെ കാലിലെ ചെരിപ്പായി കിടക്കുക. അപ്പൊ ആ ദൈവദാസൻ നിങ്ങളുടെ വീട്ടിൽ കാല് കുത്തിയാൽ, പക്ഷെ ശ്രദ്ധിച്ചോണേ, വാക്കിലും നടപ്പിലും സ്നേഹത്തിലും വിശ്വാസത്തിലും മറ്റുള്ളവർക്ക് മാതൃകയുള്ള ദൈവദാസനായിരിക്കണം. അതുകൊണ്ട് നോക്കണമേ. നിങ്ങളുടെ കാല് കുത്തിയാൽ കുടുംബത്തിൽ സമാധാനം ഉണ്ടായിരിക്കും. ഉറപ്പാ, ഗ്യാരണ്ടിയാ. നിങ്ങളും അങ്ങനെ തന്നെ ആയിരിക്കണം. നിങ്ങൾ ശുശ്രൂഷ പറയാൻ പോണ വ്യക്തിയാണോ, നിങ്ങളൊരാൾ കൈക്കൊണ്ട് അവർ നിങ്ങൾക്ക് ഒരു ഗ്ലാസ് ചായ തന്നാൽ, വെള്ളം തന്നാൽ, ജ്യൂസ് തന്നാൽ, ചോറ് തന്നാൽ, കറി തന്നാൽ, ഇതിൻ്റെ എല്ലാ അനുഗ്രഹം അവർക്കുണ്ടാകും. ഉറപ്പായിട്ടും ഞാൻ പറയുക, ഇതിൻ്റെ എല്ലാ അനുഗ്രഹം നിങ്ങൾക്ക് ഉണ്ടാകും. സ്വോത്രകാഴ്ച കൊടുത്താൽ മാത്രമല്ല കേട്ടോ, ഇതും അനുഗ്രഹമാണ്. അപ്പം അത് മനസ്സിലാക്കണമേ. അപ്പം നാളെ മുതൽ എല്ലാ ദൈവദാസന്മാരെ വിളിച്ച് ബ്രദറെ ഞാൻ വീട്ടിൽ കയറ്റാൻ വേണ്ടി ഇപ്പം ഇതല്ല ഞാൻ ഈ പറയുന്നത്.
ചിലർ അങ്ങനെയുണ്ട്. എന്നാൽ പിന്നെ ഇപ്പം ഞാൻ അനുഗ്രഹിക്കപ്പെട്ടത് അങ്ങനെയല്ല. ഹൃദയത്തിൽ ഇതുണ്ടായിരിക്കണം. ഹൃദയത്തിലുണ്ടായാൽ ദേവദാസന്മാരെ വീട്ടിൽ വന്നില്ലെങ്കിലും ഹന്ന കണ്ടില്ലേ, പ്രാർത്ഥനാ ആലയത്തിരുന്നുകൊണ്ട് അത്ഭുതം കണ്ടില്ലേ. ചിലർ വീട്ടിൽ വിളിച്ച് കേട്ടിട്ട് അനുഗ്രഹപ്പെടുന്നില്ല. അപ്പം നിങ്ങൾ കുറച്ചും കൂടെ ഒന്ന് മനസ്സിൻ്റെ അകത്തൊന്ന് ക്രമീകരിച്ച് ഈ ദിവസം ഒന്ന് ശരിയായിക്ക്. കർത്താവെ, ഇന്ന് കർത്താവിൻ്റെ നാമത്തിൽ ദൈവത്തിൻ്റെ സുവിശേഷവുമായിട്ട് വരുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ബ്രദർമാരെ നിങ്ങൾ റെസ്പെക്റ്റ് ചെയ്യണമേ, വളരെ ശ്രദ്ധിക്കണമേ, സംസാരിക്കുമ്പോൾ വളരെ സൂക്ഷിക്കണമേ. എൻ്റെ അർത്ഥം വേറൊന്നുമല്ല, അദ്ദേഹത്തിൻ്റെ മേലിട്ടിരിക്കുന്ന ഒരു അഭിഷേകമുണ്ട്, അതിനോട് നിങ്ങൾ തുലനം ചെയ്ത് നോക്കരുതേ, അത് വളരെ സൂക്ഷിക്കണം. കാര്യം പിശാചിൻ്റെ ലക്ഷ്യവും അത് തന്നെയാണ്. നിങ്ങളെ കൊണ്ട് അഭിഷേകത്തിന് വിരോധമായി സംസാരിപ്പിച്ചെങ്കിൽ മാത്രമേ അവന് എന്ത് ചെയ്യാൻ പറ്റത്തില്ല. അവനറിയാം അഭിഷേകത്തിന് വിരോധമായിട്ട് പ്രവർത്തിക്കാൻ കഴിയത്തില്ല. നിങ്ങളെ അവന് ഉപയോഗിക്കുക. നിങ്ങൾ കൂട്ടുകക്ഷിയാകരുതേ. ഒരാൾ പറയുവാണ്, ഒരാൾ നിങ്ങൾ യേശുവിനെ അറിയാത്തൊരു വ്യക്തി പറയുവാണ്, ഈ സുവിശേഷം പറയുന്ന ബ്രദർമാരെല്ലാം കള്ളന്മാരെന്ന് പറയുമ്പോൾ, ഓ ശരിയാ, ഞാൻ എല്ലാം കണക്കാന്ന് പറയരുതേ. അവരോട് പറയാൻ അല്ല ദേവദാസനെ. ചിലർ കാണുമായിരിക്കാം, പക്ഷേ നമ്മൾ ആരെയും കുറ്റം പറയുന്നില്ല. നമുക്കതിൻ്റെ സത്യം അറിയത്തില്ലല്ലോ, നമുക്ക് പ്രാർത്ഥിക്കാം. അങ്ങനെ പറഞ്ഞ് നിങ്ങളൊരു മാതൃകയായിക്ക്. അവർ പിന്നെ മേലാ പറയത്തില്ല യേശുവിനെ അറിയാത്തവൻ പോലും. കാരണം അവന് മനസ്സിലാവും അങ്ങനെയൊന്നും അല്ല കാര്യങ്ങൾ. അവൻ ചിന്തിക്കും. അങ്ങനെയെങ്കിൽ ഈ ദിവസങ്ങളിൽ ഒന്ന് പ്രിപ്പയർ ആയിക്ക്, അഭിഷേകത്തെ ഒന്ന് ബഹുമാനിച്ച സമയം എനിക്കറിയാം മുന്നോട്ട് ഇച്ചിരി പോയി, എങ്കിലും ഇത് നിങ്ങൾക്ക് നന്നായി മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കർത്താവ് നിങ്ങളെ സഹായിക്കട്ടെ. വൻ കൃപകളാൽ ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. അപ്പോൾ റെസ്പെക്റ്റ് ചെയ്യണമേ. കർത്താവ് നിങ്ങളെ സഹായിക്കും. നമ്മൾ പ്രാർത്ഥിക്കാൻ വേണ്ടി പോവാം. ഇൻ ദ നെയിം ഓഫ് ജീസസ്. അപ്പോൾ നിങ്ങൾ ഇനി ഒരു ദേവദാസനെ കയറി നിങ്ങൾ ഇനി പിള്ളേരെ കൊണ്ട് അങ്കിളെ എന്ന് വിളിപ്പിക്കാൻ പോകരുത് കേട്ടോ. ഒന്നെങ്കിൽ നിങ്ങൾ ദൈവദാസനോ ബ്രദറെന്നോ പുരോഹിതനോ അങ്ങനെ വിളിപ്പിച്ച് പഠിപ്പിക്കാവുള്ള. അവരുടെ ഉള്ളത്തിൽ ഇത് കയറണം. എന്തുകൊണ്ടാണ് ഞാൻ കുഞ്ഞുനാളിലെ ബ്രദറെ എന്ന് വിളിപ്പിക്കുന്നത്? ഞാൻ എപ്പോഴും കുഞ്ഞിനെ കൊണ്ട്, ജോഷുവെ കൊണ്ട് കാണുന്നവരെല്ലാം ഞാൻ ദേവദാസന്മാരെല്ലാം പാസ്റ്ററെ എന്ന് വിളിപ്പിക്കും. എന്തിനാ ഇപ്പം ഞാൻ പാസ്റ്റർ അങ്കിളെ എന്ന് വിളിപ്പിക്കാത്തതിൻ്റെ കാരണം, അവൻ്റെ ഉള്ളത്തിൽ കുഞ്ഞുനാളിലെ കയറണം. പാസ്റ്റർ എന്ന് പറയുന്നത് എന്താണ്, അല്ലെങ്കിൽ ബ്രദർ എന്ന് പറയുന്നത് അവൻ്റെ ഉള്ളത്തിൽ കയറണം. അവൻ്റെ ഉള്ളത്തിലേക്ക് അത് എല്ലാവരുടെയും ഉള്ളിൽ കയറണം. അതൊരു അഭിഷേകത്തിൻ്റെ ഒരു വാക്കാണത്. പിടിച്ചു വാങ്ങുന്നതല്ല, മനസ്സിലാക്കണേ. അഭിഷേകത്തിൻ്റെ അകത്തുനിന്ന് നമ്മൾ, അതുകൊണ്ടാണ് പൗലോസ് പറഞ്ഞത് ദൈവത്തിൻ്റെ ശക്തിയാൽ. നോക്കി ആ വാക്ക് പറഞ്ഞിട്ട് നമുക്ക് പ്രാർത്ഥിക്കാവേ. നോക്കിക്ക്, സുവിശേഷത്തിന് ഞാൻ അവൻ്റെ ശക്തിയുടെ വ്യാപാരത്താൽ എനിക്ക് ലഭിച്ച ദൈവകൃപയാൽ ഞാൻ ശുശ്രൂഷകനായി, ഞാൻ മിനിസ്റ്ററായി മാറിയിരിക്കുന്നു. മിനിസ്റ്റർ ചെയ്യുവാൻ കഴിവുള്ള ആളാണ്. നിങ്ങളെ നടത്തുവാൻ, ശുശ്രൂഷിക്കുവാൻ, ഭവനത്തിൻ്റെ കെട്ടുകളെ പൊട്ടിക്കുവാൻ, കർത്താവിൻ്റെ അഭിഷക്തനായി നിൽക്കുവാൻ കപ്പാസിറ്റി ഉള്ള ആളായി മാറിയിരിക്കുന്നു. പക്ഷേ വാക്കിലും നടപ്പിലും സ്നേഹത്തിലും വിശ്വാസത്തിലും മാതൃകയും കൂടെ ആകണമെന്ന് പൗലോസ് പറഞ്ഞിട്ടുണ്ട്. ശ്രദ്ധിച്ചേ. അഭിഷേകം ഉണ്ടെന്ന് പറഞ്ഞിട്ട് വായിത്തോന്നല്ല നമുക്ക് പറയാൻ പറ്റത്തില്ല കേട്ടോ. എന്ന് പറഞ്ഞ് ഞാൻ വിടുന്നുണ്ട് എല്ലാവരും കുറ്റം പറയും. ടോമസ് പോർ അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞിട്ട് കാര്യം. അങ്ങനെ പറയരുത്. ഞാൻ സൂക്ഷിക്കണം എന്നെ, അല്ല എനിക്ക് ന്യായവിധി വരും, എനിക്ക് ചോദ്യം വരും. എൻ്റെ ജീവിതത്തിൽ അത് വലിയൊരു എന്തായി തീരും, കയ്പായി എനിക്ക് മാറും. ഞാനും ആദ്യം എന്ത് ചെയ്യണം? അങ്ങനെ ആകണം. തിരുത്തുന്ന വ്യക്തി ആകണം. മറ്റുള്ളവരെ മുറിവേൽപ്പിക്കുന്ന വ്യക്തി ആകരുത്. നിങ്ങളും ശുശ്രൂഷകരും. ഹല്ലേലൂയ. ഇത് കേട്ടിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും രീതിയിൽ യോ ബ്രദർ ഇത് വേണ്ടായിരുന്നു തോന്നുന്നുണ്ടോ? ഇല്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കേൾക്കുന്നുണ്ടോ? പോയോ എല്ലാവരും? അപ്പൊ അഭിഷേകത്തെ ബഹുമാനിക്കണം. അഭിഷക്തന്മാരെ നിങ്ങൾ ബലം പിടിപ്പിക്കാൻ പോകരുത്. ഞാൻ എപ്പോഴും പറഞ്ഞു, അവരെ റിലാക്സ് ആക്കിയാൽ. ഒരു പ്രവചനം കേൾക്കണമെന്നോ നിങ്ങൾക്കൊരു വിടുതൽ ആഗ്രഹിക്കുന്നുവെങ്കിൽ ബ്രദർമാരെ ഏറ്റവും നന്നായിട്ട് കംഫർട്ടാക്കാൻ ശ്രമിക്കുക. ഞാൻ എപ്പോഴും പറയാറില്ല, എൻ്റെ കാര്യം മാത്രമല്ല, നിങ്ങൾ ഏതെങ്കിലും ഒരു പ്രവാചകനൊക്കെ ചെല്ലുമ്പോൾ അവിടെ പോയിട്ട് നിങ്ങൾ ഇങ്ങനെ അവരെ ഇട്ടങ്ങോട്ട് നിങ്ങൾ ബഹളം വെക്കാതെ കർത്താവ് എന്നോട്, കർത്താവ് എങ്ങനെ സംസാരിക്കണേ, ബ്രദറിനെ ഉപയോഗിക്കണമേ എന്ന് പറയണം. നിങ്ങളിന്ന് പ്രാർത്ഥിച്ച്. പണ്ടൊരു ബ്രദർ പറഞ്ഞൊരു സാക്ഷ്യം പറഞ്ഞാൽ അവസാനിപ്പിക്കാവേ. ഒരു ദേവദാസൻ പറഞ്ഞിട്ട് സാക്ഷ്യമാണ്. അദ്ദേഹം പറയാം, അദ്ദേഹത്തിന് ഈ പ്രവചനപരത്തിൽ അത്ര വലിയ ആഴമായിട്ട് ഡീപ്പ് റെവലേഷൻ ഉള്ള ഒരാളല്ലായിരുന്നു. പക്ഷെ ഒരു സഹോദരി ഇരുന്ന് കർത്താവേ ആ ദൈവദാസൻ എൻ്റെ പേര് പറഞ്ഞ് പ്രവചിക്കണമേ എന്ന് പറഞ്ഞുകൊണ്ട് ആ മകള് പ്രാർത്ഥിക്കുക. തലേ ദിവസം ഇദ്ദേഹം അവിടെ ഗസ്റ്റായിട്ട് വരിക. അപ്പം ഈ മകൾ ഇങ്ങനെ പറയും, കർത്താവേ എൻ്റെ പേര് പറഞ്ഞ് എന്നോട് ദൈവാലോചന പറഞ്ഞത്. അപ്പം ഇദ്ദേഹം അവിടെ ശുശ്രൂഷിക്കാൻ വേണ്ടി, അദ്ദേഹം പരിശുദ്ധാത്മാവിനാൽ ഉപയോഗിക്കപ്പെടുന്ന ഒരാളാണ്. അദ്ദേഹത്തിന് അങ്ങനെ ഒരു എക്സ്പീരിയൻസ് മുമ്പ് ഇല്ലായിരുന്നു. അദ്ദേഹം വചനം പറഞ്ഞുകൊണ്ടിരുന്ന സമയത്ത് പെട്ടെന്ന് മനസ്സിൽ ഒരു പേര് വെളിപ്പെട്ടു. ആ പേരും
ദൈവത്തിന്റെ ആലോചന ആദ്യമായിട്ട് കാണും ഇവർ രണ്ടുപേരും തമ്മിൽ ആ സഭയിൽ. ഇദ്ദേഹം പ്രവചിക്കാൻ തുടങ്ങി, പേര് പറഞ്ഞു, ഇന്ന ആൾ ഇവിടെ ഉണ്ട്, കർത്താവ് പറയുന്നു, ഇന്ന വ്യക്തിയുടെ വിഷയത്തെ തൊടാൻ വേണ്ടി പോകുന്നു. ഈ മകള് ചാടി തുള്ളി പ്രാർത്ഥിച്ചിട്ട് സാക്ഷ്യം പറഞ്ഞു, ഞാൻ ഇന്നലെ പ്രാർത്ഥിക്കുമായിരുന്നു, വരുന്ന ദൈവദാസൻ എൻ്റെ പേര് പറഞ്ഞ് എന്നോട് പ്രവചിച്ചു. കണ്ടോ? അപ്പൊ അദ്ദേഹം പറയാണ്, ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഞാൻ ഒരാളുടെ പേര് പറഞ്ഞു. കണ്ടോ? രണ്ട് കാര്യം അദ്ദേഹം പറഞ്ഞത്. ഒന്ന്, ആ മകൾക്ക് ഒരു അത്ഭുതമായിരുന്നു, മറ്റുള്ളവർക്ക് വിശ്വാസം വർദ്ധിച്ചു. അത് മാത്രം ഇദ്ദേഹം പറയുന്നത്, എനിക്ക് ആ കൃപാവരം തുറക്കാൻ ഇടയായി തോന്നുന്നു. കണ്ടോ? അതുവരെ അദ്ദേഹം പേര് വിളിച്ച് പ്രവചിച്ചിട്ടില്ലായിരുന്നു. പക്ഷേ ഈ മകളുടെ പ്രാർത്ഥന ദൈവം കേട്ടിട്ട് ആ ബ്രദറിനെ പേര് വിളിച്ചു പ്രവചനം പറയുന്ന വ്യക്തിയാക്കി മാറ്റി. കണ്ടോ? എന്തൊരു കൃപയല്ലേ? അപ്പൊ ആ വ്യക്തിയുടെ പ്രാർത്ഥന രണ്ട് ഗുണമുണ്ടായത്. മൂന്ന് ഗുണമുണ്ടായത്. ഒന്ന്, ആ വ്യക്തി ഉറപ്പുള്ള വിശ്വാസത്തിൽ ഉറപ്പ്, യേശു എന്നോട് സംസാരിച്ചു എന്ന് വലിയൊരു ഉറപ്പ് കിട്ടി. രണ്ട്, കേട്ട് നിന്നവരുടെ വിശ്വാസം പഠിച്ചുകൊണ്ട് ഒരു പരിചയമില്ലാത്തൊരു ബ്രദർ വന്നിട്ട് ഒരു മുൻപരിചയമില്ലാത്ത ഈ വ്യക്തിയുടെ പേര് പറഞ്ഞു. എന്തൊരു അതിശയം! അവരുടെ വിശ്വാസം വർദ്ധിച്ചു. രണ്ട്, ഈ ബ്രദറിന് എന്ത് കിട്ടി? അങ്ങനെ പേര് വിളിച്ചു പ്രവചനം പറയാനുള്ള കൃപയും കിട്ടി. കണ്ടോ? മൂന്ന് ഗുണമല്ലേ? കണ്ടോ? ഒരാളുടെ പ്രാർത്ഥന കൊണ്ട് മൂന്ന് കാര്യം നടന്നില്ലേ? ഇനി നിങ്ങൾ ഇങ്ങനെ ചിന്തിച്ചേ, ഇതല്ലേ നിങ്ങളും ചെയ്യേണ്ടത്? ഹല്ലേലൂയ. ഇങ്ങനെ നിങ്ങൾ ചെയ്തു നോക്കിയാൽ, അങ്ങനെ നിങ്ങൾ ഈ കൂട്ടായ്മ വന്നിട്ട് എന്റെ കാര്യം വെളിപ്പെടുത്തണേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചിട്ട് അങ്ങനെ പ്രവചനം കേട്ട ആരെങ്കിലും ഈ കൂട്ടായ്മയിലുണ്ടോ? കണ്ടോ? അപ്പൊ എന്റെ ഉള്ളിൽ നിന്ന് ആ പ്രവചനം വന്നതിന്റെ കാര്യം രഹസ്യം പിടികിട്ടിയോ? നിങ്ങളുടെ പ്രാർത്ഥന യേശു കേട്ടതുകൊണ്ടാണ് എന്നെ കൊണ്ട് പ്രവചിപ്പിച്ചത്. ഇതിന് 10,000 പേരുടെ ഇടയിലാണെങ്കിലും നിങ്ങൾ അങ്ങനെ പ്രാർത്ഥിച്ചാൽ നിങ്ങളുടെ പേര് ചൊല്ലി പ്രവചിക്കുവാൻ ദൈവം ആ ബ്രദറിനെ ഉപയോഗിക്കും. പക്ഷെ നിങ്ങൾ എന്ത് ചെയ്യണം? ബ്രദർമാർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ചിലപ്പം ചില സമയത്ത് എനിക്ക് ചില ഇടങ്ങളിൽ ചെന്ന് കഴിഞ്ഞാൽ ആരോടും പ്രവചിക്കാൻ തോന്നില്ല. ഒരു കുറ്റമല്ല അവരുടെ. അപ്പൊ ചിലപ്പോൾ അവർക്ക് വചനമായിരിക്കും വേണ്ടത്. ഞാൻ അവിടെ ഇരുന്നുകൊണ്ട് ബലം പിടിച്ചിട്ട് അയ്യോ ബ്രദർ വന്നിട്ട് ഒരു പേര് പോലും വെളിപ്പെടുത്തിയില്ല, ഒരു പ്രവചനം പോലും പറഞ്ഞില്ല. സഹോദരങ്ങളെ മനസ്സിലാക്ക്, ചിലപ്പോൾ ആ സമയത്ത് നിങ്ങൾക്ക് വചനമായിരിക്കും വേണ്ടത്. ഹല്ലേലൂയ. എപ്പോഴും ശ്രദ്ധിച്ചോണേ, ഒരു പ്രവചനവും വന്നില്ലെങ്കിൽ അതിന്റെ അർത്ഥം നമ്മൾ ദൈവത്തെ സംസാരിക്കുന്ന ആ വചനത്തിലൂടെ ദൈവം ഇടപെട്ടുകൊണ്ടിരിക്കുക. നിങ്ങളെ നന്ദി യേശുവേ. നമുക്ക് ഒരുമിച്ച് ഒന്ന് പ്രാർത്ഥിക്കാം. എൻ്റെ കർത്താവേ, എല്ലാവരും നന്ദി പറഞ്ഞു. സമയം ഇച്ചിരി മുന്നോട്ട് പോയെന്ന് എനിക്കറിയാം. ചാടിപ്പോകരുത്. എന്തായാലും വെയിറ്റ് ചെയ്തു, ഒന്ന് കാത്തിരുന്നേ. ലൈവിൽ കാണുന്ന, യൂട്യൂബിൽ കാണുന്നവരെ, നിങ്ങൾക്ക് അവിടെ ലിങ്ക് ഇല്ല, പകരം സ്ക്രോൾ ചെയ്ത് പോകുന്ന നമ്പറിലേക്ക് നിങ്ങൾ കോൺടാക്ട്. കാര്യം നമ്മുടെ ലിങ്ക് മിസ്യൂസ് ചെയ്യുന്നതുകൊണ്ട് നമ്മൾ ലിങ്ക് പൊതുവെ ഗ്രൂപ്പിൽ നിന്ന് മാറ്റിയിട്ടുണ്ട്. മീൻസ് യൂട്യൂബിലെ എല്ലാ ഡിസ്ക്രിപ്ഷനിലും ചേഞ്ച് ചെയ്തിട്ടുണ്ട്. ഫേസ്ബുക്കിൽ ആരും ലിങ്ക് ഷെയർ ചെയ്യരുത്, വ്യക്തിപരമായി ഷെയർ ചെയ്ത് കൊടുത്താൽ മതി. ഈ നമ്പർ കൊടുക്കുക, അതിലൂടെ നിങ്ങൾക്ക് വാട്സാപ്പിൽ പെട്ടെന്ന് നോട്ടിഫിക്കേഷനായിട്ട് ലിങ്ക് വരുന്നതായിരിക്കും. നന്ദി യേശുവേ. താങ്ക് യു ഹോളി സ്പിരിറ്റ്. പരിശുദ്ധാത്മാവേ, ഇന്ന് എൻ്റെ കൂടെ ഇന്നൊന്ന് പ്രാർത്ഥിച്ചേ. ഇൻ ദ നെയിം ഓഫ് ജീസസ്. ജയേഷ് എന്ന് പറയുന്ന വ്യക്തിയുടെ കുടുംബവുമായിട്ട്, ആ സഹോദരനുമായിട്ട് ബന്ധപ്പെട്ട ആരെങ്കിലും എന്നെ കേൾക്കുന്നുണ്ടോ? ജയേഷ് എന്ന് പറയുന്ന വ്യക്തിയുമായിട്ട് ബന്ധപ്പെട്ട് ആരെങ്കിലും എന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞ്. മാർച്ച് മാസവുമായിട്ട് രജിസ്റ്റർ ചെയ്ത് ആ കുടുംബത്തിൽ ആർക്കെങ്കിലും മാർച്ച് മാസവുമായിട്ട് ബന്ധമുണ്ടെന്ന് തന്നെ അന്വേഷിക്കണമേ. ദൈവത്തിന്റെ വലിയൊരു കൃപ. ഒന്ന് അന്വേഷിക്കണമേ. ഒന്ന് അന്വേഷിക്കണമേ. മാർച്ച് മാസവുമായിട്ട് ബന്ധപ്പെട്ട ഒരു വ്യക്തിയെ കർത്താവ് ആ കുടുംബത്തിൽ തൊടാൻ വേണ്ടി പോകുന്നു. പ്രത്യേകിച്ച് ആ ചെറുപ്പക്കാരന് വേണ്ടി ഒന്ന് പ്രാർത്ഥിച്ച് യേശുവേ. നമ്മളെ ഓർത്തോ, നിങ്ങൾക്ക് വേണ്ടി ഒരാൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പറഞ്ഞ കാര്യം അറിയോ? ദൈവത്തിന് കൂലി തരാൻ വേണ്ടി നിങ്ങൾക്ക് വേണ്ടി. ഓ ജീസസ്. മാർച്ച് മാസത്തിൽ ജനിച്ച വീട്ടിൽ ജയേഷ് ഉള്ള വ്യക്തി ആരാണ്? ഇപ്പൊ കൺഫ്യൂഷൻ മാറിയില്ലേ? ആമേൻ. അപ്പൊ നിങ്ങൾ ഒരാൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ തമ്പുരാൻ നിയോഗം തരുന്നുണ്ടെങ്കിൽ ഭാഗ്യവാന്മാർ. നിങ്ങൾക്ക് സ്വർഗത്തിൽ നിന്ന് പ്രതിഫലം കിട്ടാൻ വേണ്ടി ഇത് പറയുന്നത്. അല്ലാതെ ഓ ബ്രദറെ ഞാൻ എന്തിനാ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത്, ഞാനേ ഇങ്ങനെയാ. അല്ല, നിങ്ങളൊന്ന് പ്രാർത്ഥിക്കുക. നിങ്ങൾ അയാൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങൾക്ക് വേണ്ടിയുള്ള തമ്പുരാൻ തുറക്കും. ഓ യേശുവേ, താങ്ക് യു ഹോളി സ്പിരിറ്റ്. ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്. ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്. യേശുവേ നന്ദി കർത്താവേ. കർത്താവിന്റെ വലിയ മഹത്വം എന്ന് വെളിപ്പെടുന്നു. ഞാനൊരു കുടുംബത്തെ കർത്താവ് എന്നെ കാണിക്കുന്നു. ഈ ജയമോൾ എന്ന് പറഞ്ഞൊരു പേര് കർത്താവ് എന്നെ കാണിക്കും. പക്ഷെ ആള് മരിച്ചുപോയി. ഈ വ്യക്തി ആ കുടുംബത്തിൽ മരണപ്പെട്ടു പോയി. ആ വ്യക്തിയുടെ പേരാണ് ഞാൻ കാണുന്നത്, ശരീരം കാണുന്നില്ല. എന്നാൽ എനിക്ക് ആത്മാവിൽ ആ വ്യക്തിയെ കാണാൻ കഴിയുന്നുണ്ട്, സ്പിരിറ്റിൽ എനിക്ക് കാണാൻ പറ്റുന്നുണ്ട്. ആ വ്യക്തിയുമായിട്ട് ബന്ധപ്പെട്ടൊരു കുടുംബം കർത്താവ് എന്നെ കാണിക്കുക. ആ വ്യക്തിയുടെ മരണം ആ കുടുംബത്തിന്റെ അകത്ത് വലിയ ദുഃഖമുണ്ടാക്കി. പക്ഷെ ആ മരണത്തിന്റെ പിന്നിൽ
ഇന്ന് ചില കാരണങ്ങളുണ്ട്, ചില വിഷയങ്ങളുണ്ട്. ഇന്ന് ആ കുടുംബത്തിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന, കുടുംബത്തെ പിന്നെയും നശിപ്പിക്കാൻ നോക്കുന്ന ദുഷ്ടന്റെ ചില പ്രവൃത്തികൾ കുടുംബം വിട്ട് മാറിപ്പോകുന്നു. ഈ അടയാളമുള്ള വ്യക്തി സൂമിലോ ലൈവിലോ എന്നെ കേൾക്കുന്നുവെങ്കിൽ ജയമോൾ എന്നാണ് പേര്. എനിക്ക് പ്രായം വ്യക്തമായി കാണാൻ പറ്റുന്നില്ല, ശരീരത്തെ എനിക്ക് പറ്റുന്നില്ല. പക്ഷേ ആ കുടുംബത്തെ ഇന്ന് ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ ദുഷ്ടന്റെ ആശ ഇന്ന് നശിക്കും, അവൻ പല്ല് കടിച്ചുരുകിപ്പോകും എന്ന വചനത്താൽ ഞാൻ ആ കുടുംബത്തെ ഇന്ന് ബ്ലസ് ചെയ്യുന്നു. ആ വ്യക്തിയുമായിട്ട് ബന്ധപ്പെട്ടത് ആരാണോ ഇന്ന് സൂമിലോ ലൈവിലോ ഉണ്ടെങ്കിൽ, സൂമിലാണെങ്കിൽ നിങ്ങൾക്ക് ലൈവായിട്ട് ആമേൻ പറയാം. ഇല്ലെങ്കിൽ ഹലോ പറഞ്ഞു. എന്റെ നാത്തൂനാണ് ജയമോളെ. മരണപ്പെട്ടു പോയോ? മരണപ്പെട്ടു പോയി. ആ ബാക്കി വീട്ടിലെ എല്ലാ ഇന്നും ഒരു സ്വസ്ഥതയില്ല. വീട്ടിലെ സഹോദരങ്ങൾ 4 പേരാണ് എനിക്ക്. എൻ്റെ രണ്ടാമത്തെ ആങ്ങളയുടെ ഭാര്യ മരിച്ചു പോയത്. ആ വീട്ടിലെ സഹോദരങ്ങൾ നമ്മൾ വസ്തുതർക്കമായിട്ട് ഭയങ്കര പ്രയാസത്തിലിരിക്കുക. കേസും വഴക്കും തന്നെയാ വീട്ടിലെ. ഇന്നും ഇന്നലെ വളരെ വിഷമമുണ്ട്. ആ വിഷമത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല. എനിക്കൊരു ജൂലൈ മാസം ഇങ്ങനെ ആ കുടുംബത്തെ ഇങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കുക. ജൂലൈ മാസം ആ ഒരു ഭവനവുമായിട്ട് ബന്ധപ്പെട്ട് ജൂലൈ വന്ന് നിന്നവരോ അതിൻ്റെ അകത്തുള്ളവരോ ആയിട്ട് ഈ മാസം ജനനമാസമായിട്ട് ബന്ധപ്പെട്ട് ആരിലുണ്ടെന്ന് നോക്കണമേ. ഇതിനുശേഷം ആ കുടുംബത്തിന്റെ അകത്ത് ജൂലൈ മാസം ആ കുടുംബത്തിൽ വന്നു കയറിയവരോ നിന്നവരോ ആയിട്ട് ബന്ധമുള്ളവര് ഈ മാസക്കാരനെ ടാർഗറ്റ് ചെയ്ത് നിൽക്കുന്ന ഒരു വിഷയം ഇന്ന് അവിടെ നിന്ന് മാറും. അന്വേഷിക്കണം കേട്ടോ. ഇൻ ദ നെയിം ഓഫ് ജീസസ്, ഇൻ ദ നെയിം ഓഫ് ജീസസ്, യേശുവിന്റെ നാമത്തിൽ കുടുംബത്തിന്റെ നാശങ്ങൾ വിട്ടൊഴിയട്ടെ. കുടുംബത്തിൽ നിന്ന് കർത്താവിന്റെ കൃപ വ്യാപരിക്കട്ടെ. ഓ യേശുവേ, താങ്ക് യു ഹോളി സ്പിരിറ്റ്, ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്. ഈ സമയത്ത് ശരീരത്തിന്റെ മേൽ എന്നോടുള്ളത് കർത്താവ് പറയുന്നു, നമ്മുടെ കാൽപ്പത്തിക്ക് മുകളിലോട്ട് മുട്ടിന്റെ ഇടയിലായിട്ട് വരുന്ന ചില വേദനകൾ, ആ ഭാഗത്ത് ചില വേദനകൾ, കാലിങ്ങനെ വല്ലാത്ത വേദനയോടെ മടിഞ്ഞൊക്കെ പോകുന്നത് പോലെ ചില അനുഭവങ്ങൾ, ചില സമയത്ത് കാലിന് ബലക്കുറവ് പോലെയോ വേദന പോലെയൊക്കെ വരുന്ന ചിലര് കൈയെടുത്ത് വെച്ച് ഇപ്പോൾ സൗഖ്യമാണ്. ഇനി മേലാൽ നിങ്ങളെ വീഴിക്കുവാൻ കയറിക്കൂടിയ ആ രോഗശക്തിക്ക് വാഴാൻ കഴിയത്തില്ല. ഇപ്പോൾ കൈവച്ച് യേശുവിന്റെ നാമത്തിൽ നിങ്ങളെ വീഴ്ത്താൻ കയറിക്കൂടിയതാ, പക്ഷെ വാഴിക്കുന്ന ദൈവത്തെയാ നാം കേൾക്കുന്നത്. ഓ ഇൻ ദ നെയിം ഓഫ് ജീസസ്, യേശുവിന്റെ നാമത്തിൽ. ഓ താങ്ക് യു ഹോളി സ്പിരിറ്റ്. ഈ ജയപ്രകാശ് എന്ന് പറയുന്ന വ്യക്തിയുമായിട്ട് ബന്ധപ്പെട്ട കുടുംബമാരാ? ജയപ്രകാശ്, ആ വ്യക്തിയുമായിട്ട് ബന്ധപ്പെട്ട കുടുംബമാരാ? ആ കുടുംബത്തിന് വേണ്ടി പെട്ടെന്ന് പ്രാർത്ഥിക്കാൻ എൻ്റെ ഉള്ളത്തിൽ പറയാ. ജയപ്രകാശ് എന്ന് പറയുന്ന വ്യക്തിയുടെ ഭവനത്തിന് വേണ്ടി പ്രാർത്ഥിക്കാൻ. ഇന്നൊരു പെൺകുട്ടി ആ വ്യക്തിക്ക് ഞാൻ കാണുക. ആ കുടുംബത്തിന് വേണ്ടി വേഗത്തിൽ ആ വ്യക്തിയുമായിട്ട് ബന്ധപ്പെട്ടത് ആരാണോ ജയപ്രകാശിന്റെ കുടുംബം, പെൺകുട്ടിയുണ്ട് ഞാൻ കാണുന്നത്. ആ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കാൻ കർത്താവ് എന്നെ കാണിക്കുന്നു യേശുവിന്റെ നാമത്തിൽ. സൂമിലോ പറയാൻ വേണ്ടിയാണ് മ്യൂട്ട് മാറ്റത്, അല്ലെങ്കിൽ പറയാനല്ലെങ്കിൽ മൈക്ക് എല്ലാവരും ഒന്ന് മ്യൂട്ട് ചെയ്തേ. ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്. പല ആൾക്കാർക്കും മ്യൂട്ട് മാറ്റാൻ വേണ്ടി പറയുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ഹോസ്റ്റ് ചെയ്യുന്നവരൊന്ന് ശ്രദ്ധിച്ചോണം. ഹോസ്റ്റ് ചെയ്യുന്നവർ അവർ പറയാൻ വരുന്നവരെ നിങ്ങൾ മ്യൂട്ട് ചെയ്യണ്ട, ജസ്റ്റ് നോക്കുക. അനാവശ്യമായിട്ട് മ്യൂട്ട് മാറ്റി നിൽക്കുന്നവരെ മാത്രമാക്കി മ്യൂട്ട് ചെയ്യുക. ബാക്കി എല്ലാവരും നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കി. ആ മകളുള്ള ജയപ്രകാശിനെ ഞാൻ കാണുന്നു യേശുവിന്റെ നാമത്തിൽ. ഇന്ന് ആ കുടുംബത്തിന്റെ മേൽ ആ മകന്റെ ജീവിതം ഒരു സാക്ഷിയാക്കാൻ വേണ്ടി പോവാം. ആ കുടുംബം നിങ്ങളുടെ പ്രാർത്ഥനയിലൂടെ കുടുംബത്തിൽ ദൈവം ചില അനർത്ഥങ്ങളെ ഒഴിച്ചുവിടാൻ വേണ്ടി പോകുന്നു. ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്. ഈ സ്റ്റാൻലി എന്ന് പറഞ്ഞ ഒരു വ്യക്തിയുടെ ഭവനത്തെ കർത്താവ് എന്നെ കാണിക്കും. സ്റ്റാൻലി എന്ന് പറഞ്ഞത്, സ്റ്റാൻലിയുടെ ഭവനത്തിന്റെ മേൽ ദൈവത്തിന്റെ വലിയൊരു പ്രവൃത്തിയെ ദൈവം ചെയ്യുവാൻ വേണ്ടി പോകുന്നു. സ്റ്റാൻലിയുടെ ഭവനത്തെ, സ്റ്റാൻലിയുടെ കുടുംബത്തിന്റെ അകത്ത് ഞാൻ കാണുന്നൊരു കാഴ്ച, കടഭാരത്തിന്റെ എല്ലാ ദുരാത്മാക്കളും ഇറക്കി വിട്ട് കർത്താവിന്റെ ശക്തി വ്യാപരിക്കാൻ വേണ്ടി പോകുന്നു. സ്റ്റാൻലിയുടെ ഭവനം എന്നെ കേൾക്കുന്നുവെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ടത് ആരാണോ യേശുവിന്റെ നാമത്തിൽ സ്വീകരിച്ചു. ദൈവത്തിന്റെ അത്ഭുതകരമായ പ്രവൃത്തികളെ കർത്താവ് ചെയ്യുവാൻ വേണ്ടി പോകുന്നു. നന്ദി യേശുവേ, നന്ദി കർത്താവേ. സൂമിലാണെങ്കിൽ ആമേൻ പറഞ്ഞിട്ടെടുത്തോണം. ലൈവിലാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ ആ വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിച്ചോണേ. ദൈവത്തിന്റെ വലിയ മ്യൂട്ട് മാറ്റി വെച്ചിരിക്കുന്നവരൊക്കെ പറയാനുള്ളവരാണോ അതോ വെറുതെ മ്യൂട്ട് മാറ്റിയേക്കുന്നതാണോ? അല്ല എങ്കിൽ എല്ലാവരും മൈക്ക് മ്യൂട്ട് ചെയ്തേ. നിങ്ങളോട് ആലോചന ഇടപെടുന്നവർ മാത്രമേ നിങ്ങൾ മ്യൂട്ട് മാറ്റാവുള്ളൂ. ബാക്കി എല്ലാവരും മൈക്ക് മ്യൂട്ട് ചെയ്തേ. താങ്ക് യു ഹോളി സ്പിരിറ്റ്. നന്ദി യേശുവേ, നന്ദി കർത്താവേ. വലിയ കൃപ വ്യാപരിക്കുന്നു. എല്ലാവരും മൈക്ക് മ്യൂട്ട് ചെയ്തേ. ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്. കർത്താവേ പറയാൻ വേണ്ടിയാണല്ലോ സിസ്റ്റർ മ്യൂട്ട് മാറ്റിയത്. ഞാൻ പറയുന്നത് കേൾക്കുന്നില്ല എന്ന് എനിക്ക് തോന്നുന്നത്.
താങ്ക് യു ഹോളി സ്പിരിറ്റ്. ഞാൻ എല്ലാവരെയും ഓൾ മ്യൂട്ട് ചെയ്യുവാണ്. താങ്ക് യു ഹോളി സ്പിരിറ്റ്. ഈ സമയത്ത് രോഗികളായി ഭാരപ്പെടുന്നവരെല്ലാം ഒന്ന് കൈവച്ച് ഇൻ ദ നെയിം ഓഫ് ജീസസ്. അത്ഭുതങ്ങളുടെ ദൈവമേ, അത്ഭുതങ്ങളുടെ ദൈവമേ, നിങ്ങളുടെ കൃപ വ്യാപരിക്കുന്നല്ലോ. അത്ഭുത രോഗസൗഖ്യം ഇന്ന് ആഗ്രഹിക്കുന്ന എത്ര പേരുണ്ട്? എനിക്കിന്നൊരു സൗഖ്യം വേണം. കൈവച്ച്, നിങ്ങൾ കൈവച്ച്, അവകാശമാണെന്ന് പറയും. രോഗസൗഖ്യം യേശു ക്രിസ്തു എനിക്ക് വേണ്ടി കർത്താവ് ക്രൂശിൽ വില കൊടുത്തതായതുകൊണ്ട് അത്ഭുതം എൻ്റെ അവകാശമാണ്, സൗഖ്യം എൻ്റെ അവകാശമാണ്, ഉയർച്ച എൻ്റെ അവകാശമാണ്, സാമ്പത്തിക സമൃദ്ധി എൻ്റെ അവകാശമാണ്, നന്മ എൻ്റെ അവകാശമാണ്. യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ താങ്ക് യു ഹോളി സ്പിരിറ്റ്, താങ്ക് യു ഹോളി സ്പിരിറ്റ്. 1987 ജനിച്ച ഒരു വ്യക്തിയെ കർത്താവ് എന്നെ കാണിക്കുകയാണ്. ആ വ്യക്തിയുടെ പേരിന്റെ ആദ്യം എസ് എന്ന് പറയുന്ന അക്ഷരത്തിൽ ആരംഭിക്കുന്നു. ആ വ്യക്തിയുടെ ഭവനത്തിൻ്റെ അകത്ത് ഇലക്ട്രോണിക് ടൈപ്പ് ഈ പുതിയ മോഡൽ ഒരു തയ്യൽ മെഷീൻ, ഇലക്ട്രോണിക് ടൈപ്പ് തയ്യൽ മെഷീൻ വൈറ്റ് കളറിൽ അതിരിക്കുന്ന ഒരു ഭവനം ഞാൻ എന്നെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ആ കുടുംബത്തിൻ്റെ അകത്ത് ഞാൻ കാണുന്ന ഒരു കാഴ്ച, ഒരു മകൻ, അവനെ ഞാൻ ഏകദേശം 16 വയസ്സിൽ താഴെ അവൻ്റെ കാണുന്നുള്ള അവൻ്റെ രൂപം. ആ മകൻ ഇങ്ങനെ അതിൻ്റെ അകത്തോടെ നടക്കുന്ന ഒരു കാഴ്ച ഞാൻ കാണുന്നു. യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ ഞാൻ ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു. അപ്പോൾ ഇന്ന് പരിശുദ്ധാത്മാവിൻ്റെ വലിയൊരു പ്രവൃത്തി ആ കുടുംബത്തിൽ സംഭവിക്കുന്നു. അവരുമായിട്ട് ബന്ധപ്പെട്ട് ദൈവം എന്നെ ഉഷയെന്ന് പറയുന്ന ഒരു വ്യക്തിയോട് കാണിക്കുവാണ്. ഇപ്പൊ പറഞ്ഞ വ്യക്തിയുമായിട്ട് ബന്ധപ്പെട്ട് ഉഷയനെ ദൈവം നിങ്ങളുടെ ഭവനത്തിലേക്ക് ഒരു സാക്ഷ്യത്തിനായി അയക്കുമെന്ന് പറയുന്നു. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ. ആരാന്ന് വെച്ചാൽ അത് ഏറ്റെടുത്തോണേ. ദൈവം വലിയൊരു പ്രവൃത്തിക്ക് വേണ്ടി നിങ്ങളെ വേർതിരിക്കുന്നു. വലിയൊരു സാക്ഷ്യത്തിനായിട്ട് ദൈവം നിങ്ങളെ വേർതിരിക്കുന്നു. ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്. യേശുവിന്റെ നാമത്തിൽ അത്ഭുതകര പ്രവർത്തികൾ സംഭവിക്കുന്നല്ലോ. യേശുവേ നന്ദി കർത്താവേ. അങ്ങയുടെ കൃപ ഓരോ വ്യക്തികളുടെ മേൽ വ്യാപരിക്കുന്ന നിങ്ങളുടെ വൻ കൃപയ്ക്ക് നന്ദി പറയുന്നു. ഈ നിമിഷം തന്നെ ഇൻസ്റ്റന്റ് ക്രിയേറ്റീവ് മിറക്കിൾസ് അവരുടെ മേൽ സംഭവിക്കുന്നു. പുതിയ അവയവങ്ങൾ നിങ്ങളുടെ മേൽ സംഭവിക്കുന്നു. അങ്ങനെ തന്നെ പറഞ്ഞു. ആ കണ്ണാടിയൊക്കെ വെക്കുന്നവരെല്ലാം കണ്ണാടി എടുത്ത് മാറ്റിക്കെന്ന് കൈവച്ചിട്ട് പറ. ബൈബിൾ പറഞ്ഞു, മുടർന്നും തുള്ളും ചികടം കേൾക്കും, ഊമൻ സംസാരിക്കും, കുരുടനായവൻ കാണും. അപ്പൊ കാഴ്ചയില്ലാത്തവന് വരെ കാഴ്ച കൊടുക്കുവാൻ കർത്താവിന് കഴിയുമെങ്കിൽ കണ്ണാടി വെച്ച് നിങ്ങൾക്ക് എത്ര അധികം കിട്ടും. യേശുവിന്റെ നാമത്തിൽ കൈവച്ച്. നടക്കാൻ കഴിയാത്ത ആരെങ്കിലും എന്നെ കേൾക്കുന്നുണ്ടോ? സഹോദര സഹോദരി, നിങ്ങൾ ചാടി തുള്ളാൻ വേണ്ടി പോവാ. ഒന്ന് സ്വന്തമായിട്ട് പറഞ്ഞാൽ ദൈവത്തെ അപ്പോസ്തല പ്രവൃത്തി വായിക്കുമ്പോൾ ആ മുടന്തനായ മനുഷ്യൻ ദൈവത്തെ ചാടിയും തുള്ളിയും ദൈവത്തെ ആരാധിച്ചതുപോലെ ഞാൻ ആരാധിക്കാൻ വേണ്ടി പോവാണ്. ഇപ്പോൾ എൻ്റെ സമയമാണ്. ഇതെന്റെ അത്ഭുതത്തിന്റെ സമയമാണ്. ഐ റിസീവ് ഇൻ ദ മിറക്കിൾ എന്ന് പറഞ്ഞിട്ട് യേശുവിന്റെ നാമത്തിൽ ഞാൻ സ്വീകരിക്കുന്നു. അത്ഭുതത്തെ സ്വീകരിക്കുന്നു. ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്. കർത്താവേ അങ്ങയുടെ കൃപ പെരുകുന്നല്ലോ. ഈ നിമിഷം തന്നെ യേശുവേ അങ്ങ് തൊടുന്ന കൃപയ്ക്ക് നന്ദി. അത്ഭുതങ്ങൾക്ക് നന്ദി. കൈവച്ച് അവിടെ കൈ എടുക്കുമ്പോൾ അവിടെ അത്ഭുതം നടന്നിരിക്കും. യേശു ജീവിക്കുന്നു. ഇൻ ദ നെയിം ഓഫ് ജീസസ്. പറഞ്ഞ അവകാശമാണ് അത്ഭുതം. ഇപ്പോൾ നിങ്ങളുടെ മേൽ ക്രിയേറ്റീവ് മിറക്കിൾസ് സംഭവിക്കുന്നു. പുതിയ അവയവങ്ങൾ, പുതിയത് ഞരമ്പുകൾ, മാംസങ്ങൾ, എന്താണോ നിങ്ങൾക്ക് പുതിയത് വേണ്ടത്, കാഴ്ചകൾ വർദ്ധിക്കട്ടെ. താങ്ക് യു ഹോളി സ്പിരിറ്റ്. യേശുവിന്റെ നാമത്തിൽ തന്നെ. ഒന്നുകൂടെ ഞാൻ പറഞ്ഞോട്ടെ. വെള്ളിയാഴ്ച നമ്മൾ അന്യഭാഷാ പ്രാർത്ഥന ആഗ്രഹിക്കുന്നു. സമയം ഞാൻ അറിയിക്കാവേ. ലിങ്ക് വരുമേ. അതിൻ്റെ കൂട്ടത്തിൽ സെയിം ലിങ്ക് തന്നെയാണ്, വ്യത്യാസമൊന്നുമില്ല. ടൈം നിങ്ങൾക്ക് അറിയിക്കാം. കർത്താവ് നിങ്ങളെ സഹായിക്കുന്നല്ലോ. വരുന്ന ദിവസങ്ങളിൽ ഒരു സാക്ഷ്യം എനിക്ക് പറയാനുണ്ട്. പറയാം നിങ്ങളോട് സാക്ഷ്യം. കഴിഞ്ഞ ദിവസങ്ങളിൽ UK നമ്മുടെ പ്രാർത്ഥനയിൽ സഹോദരങ്ങൾ ഈ ദിവസങ്ങളിൽ വന്ന് കാണാൻ ഇടയത്തോന്നു. വലിയ സന്തോഷം. നിങ്ങൾ ഒത്തിരി യാത്ര ചെയ്ത് 3, 4, 5 മണിക്കൂറൊക്കെ യാത്ര ചെയ്ത് നിങ്ങൾ കാണാൻ വേണ്ടി വന്നു. അവർ പറഞ്ഞതുപോലെ തന്നെ ബ്രദറിനെ കാണാൻ പറ്റിയെന്ന് പറഞ്ഞു. കാര്യം വലിയ തിരക്ക് അവിടെ നമുക്ക് കാണാൻ പറ്റുന്നൊരു സംവിധാനമായതുകൊണ്ട് അവർ സന്തോഷമായിരുന്നു നിങ്ങൾ പറഞ്ഞു. എങ്കിലും ഞാൻ വിശ്വസിക്കുന്നു ഇനി മുതൽ നിങ്ങൾ തിരക്ക് കൂടട്ടെ എന്ന് പ്രാർത്ഥിച്ചോണം. ബ്രദറിന് സമയം കിട്ടാതിരിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചോണം. കാര്യം വർദ്ധിക്കട്ടെ. അങ്ങനെ പറഞ്ഞ് വരരുത്. ആരും ബ്രദറിനെ കാണാൻ പറ്റണമെന്ന് പറഞ്ഞില്ല. കർത്താവ് ഞങ്ങൾക്ക് വലിയൊരു വർധനവ് വേണം. UK ഇനിയും അങ്ങനെ തന്നെ പ്രാർത്ഥിച്ചോണം. നമ്മൾ എല്ലാ മാസവും UK ഒരു പ്രാർത്ഥന ഒന്നിച്ചു കൂടി ഒരു പ്രാർത്ഥന ക്രമീകരിക്കുവാൻ ആഗ്രഹിക്കുന്നു. പല പട്ടണത്തിൽ ആഗ്രഹിക്കുന്നു. നിങ്ങൾ ഈ ദിവസങ്ങളിൽ എല്ലാവരും പ്രാർത്ഥിക്കണം. വലിയൊരു മിഷൻ ട്രിപ്പ് നമ്മൾ ആഗ്രഹിച്ച് ദൈവം തന്ന ദർശനമാണ്. യൂറോപ്യൻ മിഷനാണ്. കർത്താവ് അതിനുവേണ്ടി ഒരുക്കുവാണ്. വലിയ യാത്രയാണ്. വലിയ യാത്ര എന്ന് പറഞ്ഞാൽ എനിക്കറിയത്തില്ല എത്രത്തോളം അത് ദൈവമാണ് കോർഡിനേറ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് അതിനൊരു ഭാഗമാകുവാൻ കർത്താവ് സഹായിച്ചു. നിങ്ങളും പ്രാർത്ഥിക്കണം. കർത്താവ് ലോകത്തിന് അറ്റത്തോളം പോയി ഞാനും സാക്ഷ്യം. അങ്ങനെ ബ്രദർ മാത്രം പോരാ, ഞാനും പോകാൻ വേണ്ടി പോവാണ്. സുവിശേഷവുമായിട്ട് രാജ്യങ്ങളിൽ ഞാൻ പോകാൻ വേണ്ടി പോവാണ്. ഇന്നു മുതൽ പ്രഖ്യാപിച്ചോണേ, നടക്കും. ഇന്നത്തെ മെസ്സേജ് മറക്കരുത്. നാളെ ഞാൻ ചോദിക്കും. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഈ സമയത്ത് സാക്ഷ്യമുള്ളവർക്ക്
അവസരമാണ്. കർത്താവിൻ്റെ നാമത്തിൽ പറയാം, ആലോചനകൾക്കും പറയാം. ഞാൻ കർത്താവിൻ്റെ വേലയിൽ വിതച്ചവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവിൻ്റെ വേലയിൽ പിന്നെയും 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 വിതയ്ക്കുക. ഇങ്ങോട്ട് മാത്രമല്ല, ലോകമെമ്പാടും കർത്താവിൻ്റെ വേല ചെയ്യുന്നവർക്ക് വിതയ്ക്കുക. പ്രത്യേകിച്ച് വിത മാത്രം പോരാ, നിങ്ങൾ പ്രാർത്ഥിക്കണം. ഇന്ന് നിങ്ങൾ കണ്ടല്ലോ ഇന്ത്യയിൽ സംഭവിക്കുന്നത്, പല രാജ്യത്ത് സംഭവിക്കുന്നത്. നിയമങ്ങൾ അനുകൂലമാകണം. ദൈവമക്കൾ പ്രാർത്ഥിച്ചാൽ ഹന്നയുടെ പ്രാർത്ഥന ഏലിയെ കൊണ്ട് പ്രവചിപ്പിച്ച് ഉദരത്തെ തുറക്കുവാൻ കഴിഞ്ഞുവെങ്കിൽ ദൈവമക്കൾ പ്രാർത്ഥിച്ചാൽ ദൈവം നിയമങ്ങളെ മാറ്റും, ഇന്ന് എതിർപ്പുകളെ മാറ്റും. ദൈവദാസന്മാരെ ശക്തമായി ദൈവം അവരുടെ കുടുംബങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, തലമുറയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, രക്തസാക്ഷിയായവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. അവരെയൊക്കെ നിങ്ങൾ കൈത്താങ്ങണം, അവരെ ബലപ്പെടുത്തണം, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. എത്രത്തോളം നിങ്ങളെ കൊണ്ട് കഴിയുന്നതെല്ലാം പ്രതിഫലമുണ്ടെന്ന് മറക്കരുത്. ഹല്ലേലൂയ. ഗോഡ് ബ്ലസ് യു. ഞാൻ കർത്താവിൻ്റെ വേലയിൽ വിതച്ചവരെ ബ്ലസ് ചെയ്യുന്നു. അതിനുശേഷം നമുക്ക് സാക്ഷ്യമുള്ളവരുണ്ടെങ്കിൽ, ആലോചന ഉള്ളവരുണ്ടെങ്കിൽ നിങ്ങൾക്ക് പറയാം. ഞാൻ വിതയ്ക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവിൻ്റെ നാമത്തിൽ ദശാംശങ്ങളായിക്കോട്ടെ, ഓഹരികളായിക്കോട്ടെ, എല്ലാ മാസവും ഇന്ന് മുടങ്ങാതെ വിതയ്ക്കുന്നവരുണ്ട്. നിങ്ങളുടെ ജോലിയെ ഞാൻ അനുഗ്രഹിക്കുന്നു, നിങ്ങളുടെ ബിസിനസ്സിനെ അനുഗ്രഹിക്കുന്നു, നിങ്ങളുടെ എല്ലാ മേഖലകളും ഞാൻ അനുഗ്രഹിക്കുന്നു. വർദ്ധിക്കും കേട്ടോ. വായ്പ മേടിക്കത്തില്ല, വാരി വിതറി കൊടുക്കും. നന്മയും കരുണയും നിങ്ങളുടെ ആയുഷ്കാലമൊക്കെ നിങ്ങളുടെ പുറകെ വരും. നിങ്ങൾ എവിടെയും എപ്പോഴും പറയണം, ഞാൻ ഉയർച്ച തന്നെ പ്രാപിക്കും. എൻ്റെ ജോലിയിൽ, എൻ്റെ ബിസിനസ്സിൽ ഇന്ന് എന്നെ എതിർക്കുന്ന എൻ്റെ ജോലി സ്ഥലത്ത് ആരെങ്കിലും എന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ പറയണമേ, എതിർക്കുന്നവൻ ഒന്നെങ്കിൽ എനിക്ക് അനുകൂലമാകും, അല്ലെങ്കിൽ അവൻ ചെതറും. ഇത്രയും ഓർത്തോണേ. ചെതറെന്ന് പറഞ്ഞാൽ നശിച്ചു പോകുന്ന ഒരാശയമല്ല, അവൻ മാറിപ്പോകും. എന്നോട് എതിർക്കുന്ന ശത്രു യഹോവ എൻ്റെ മുമ്പിൽ തോൽപ്പിക്കും. അവനെ കൊല്ലുമെന്നല്ല പറയുന്നത്, അവൻ അനുകൂലമാക്കി ദൈവം മാറ്റില്ല എങ്കിൽ ദൈവം അവനെ മാറ്റിയിരിക്കും. നിങ്ങൾ മാറണ്ട, നിങ്ങൾ ഓടണ്ട, നിങ്ങൾ അവിടെ നിൽക്കുന്നവരായി മാറണം. ഗോഡ് ബ്ലസ് യു. കർത്താവ് അനുഗ്രഹിക്കട്ടെ. കർത്താവിൻ്റെ സമാധാനം നമ്മുടെ മേൽ വാഴുന്നല്ലോ. സാക്ഷ്യമുള്ളവരുണ്ടെങ്കിൽ ചുരുക്കം ഒത്തിരി സാക്ഷ്യം നമ്മുടെ വന്ന് കിടപ്പണിക്കുന്നൊന്നും ഓപ്പൺ ചെയ്യാൻ പറ്റിയില്ല, സമയം തിരക്കുകൊണ്ട്. സാക്ഷ്യമുള്ളവർ ചുരുക്ക വാക്കുകളിൽ പറയാൻ ശ്രമിക്കണേ. ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചുരുക്കമായിട്ട്, കാര്യം എന്താണ്, നീണ്ടു പോകരുതേ. മറ്റൊരാളും കൂടെ ഒത്തിരി പേര് പറഞ്ഞ് മ്യൂട്ട് മാറ്റാൻ പറ്റുന്നില്ല, എന്നാ എനിക്ക് അറിയത്തില്ല. എപ്പോഴും ഞാൻ പറഞ്ഞതുപോലെ ഇതൊരു പ്ലാറ്റ്ഫോമാണ്. നിങ്ങൾ പ്രാർത്ഥിക്കുക. നമ്മളെ നമ്മൾ റിയാലിറ്റിയിലേക്ക് ദൈവം നമ്മളെ കൊണ്ടുപോകുമല്ലോ. ഗോഡ് ബ്ലസ് യു. ഒരേ ആലോചന ഒരേപോലെ ഉണ്ടെങ്കിൽ ബ്രദറെ അത് എൻ്റെയും കൂടെ ആണ് എന്ന് എടുത്തു പറയണ്ട, നിങ്ങളത് ഏറ്റെടുത്താൽ മതി കേട്ടോ. ഗോഡ് ബ്ലസ് യു. ഉള്ളവരാരെങ്കിലും ഉണ്ടെങ്കിൽ വേഗത്തിൽ പറഞ്ഞാട്ടെ. ഹലോ ബ്രദർ, ഞാൻ പറഞ്ഞു. ട്രിവാൻഡ്രത്തിൽ നിന്നാണ് ബ്രദർ സംസാരിക്കുന്നത്. പറഞ്ഞു. ഞാൻ കഴിഞ്ഞ ആഴ്ചയിലെ 3-4 ദിവസം, ഞാൻ കഴിഞ്ഞ ആഴ്ച സൺഡേക്ക് മുന്നേ ഞാൻ എപ്പോഴും മീറ്റിംഗ് ഇരിക്കുമ്പോൾ ഞാൻ പ്രാർത്ഥിക്കാൻ, എനിക്ക് ഒത്തിരി ആലോചനകൾ എനിക്ക് കിട്ടാറുണ്ട്. അത് കുഞ്ഞുങ്ങളുടെ പേരോ അല്ലെങ്കിൽ പല രീതിയിലായിരുന്നു. പക്ഷെ ഞാൻ കഴിഞ്ഞ ആഴ്ച ഒരുപാട് വിഷയത്തിൽ ഒരു വിഷയത്തിൽ ഒത്തിരി വ്യാകുലപ്പെട്ട് ഞാൻ ഇരിക്കുമായിരുന്നു. അപ്പൊ ഞാൻ എപ്പോഴും പ്രാർത്ഥിക്കും, എല്ലാ ആലോചനകളിലും വരുമ്പോഴും എന്റെ പേര് എന്തുകൊണ്ട് പറയുന്നു, എനിക്കത് പറയുന്നില്ലല്ലോ എന്നൊരു വിഷമത്തിൽ ഞാൻ ഇപ്പോൾ ഇരിക്കുമായിരുന്നു. കഴിഞ്ഞ സൺഡേയിൽ UK മീറ്റിംഗ് ഇങ്ങനെ അറ്റൻഡ് ചെയ്തുകൊണ്ട് ഇരുന്ന സമയത്ത്, ആ പ്രാർത്ഥന സമയത്തിൽ ആലോചനയിൽ എന്റെ പേര് 2 പ്രാവശ്യം പറഞ്ഞിട്ട് ഞാൻ ഏത് അവസ്ഥയിലാണ് എന്റെ ഹൃദയം കടന്നു പോകുന്നത്, ഏതവസ്ഥയിൽ ആ അവസ്ഥ അങ്ങനെ തന്നെ ആത്മാവ് വെളിപ്പെടുത്തി. എനിക്ക് ഭയങ്കരമായിട്ട് സന്തോഷം തോന്നി. എത്രമാത്രം ദൈവം കാണുന്നു, എത്രമാത്രം എന്നെ ദൈവം അറിയുന്നുവെന്ന് ആ അവസ്ഥ, ആ ഒരു സാഹചര്യം എന്റെ ദൈവം വെളിപ്പെടുത്തിയപ്പോ എനിക്ക് ദൈവത്തോട് ഒത്തിരി നന്ദി തോന്നി ബ്രദർ. എല്ലാ മകത്തും എന്റെ ദൈവത്തിൽ നൽകുന്നു. ആ ആലോചന സൺഡേയിലെ മീറ്റിംഗ് ആണ് സിസ്റ്റർ പറഞ്ഞത്. UK മീറ്റിംഗ് സൺഡേ ഈ ആഴ്ചത്തെ അല്ലേ? അതെ ബ്രദർ. ഗോഡ് ബ്ലസ് യു. കർത്താവ് സിസ്റ്ററുടെ പേര് വെളിപ്പെടുത്തി. പേരെന്തായിരുന്നു സിസ്റ്റർ? അത് പേര് മരിയ എന്ന് 2 പ്രാവശ്യം പറഞ്ഞു. ആമേൻ. സിസ്റ്റർ പറഞ്ഞത് സിസ്റ്ററുടെ വിഷയങ്ങളെ പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തി. നമ്മുടെ സൂം പ്രയറിലല്ലായിരുന്നു സിസ്റ്റർ പലപ്പോഴും പ്രാർത്ഥിക്കുമായിരുന്നു അല്ലേ, കർത്താവെ വെളിപ്പെടുത്തണേന്ന്. പക്ഷേ അതായിരുന്നു സമയം. ഞാൻ പറഞ്ഞല്ലോ സൺഡേ മീറ്റിങ്ങിലായിരുന്നു അത്. നമ്മൾ സൂം ലൈവ് ഇടുന്നുണ്ടെങ്കിൽ അത് ലൈവ് പ്രയറും കൂടി ആയിരുന്നു. ആ സമയത്ത് കൂടിയവർക്കായി നന്ദി പറയുന്നു. കർത്താവ് ആലോചനയാൽ പ്രിയമകളെ സിസ്റ്റർ അത് ഏറ്റെടുത്തുകൊണ്ട് കർത്താവ്, ഞാൻ പറഞ്ഞു നിങ്ങൾ പ്രാർത്ഥിക്കുക, ബ്രദറിൻ്റെ നാവിലൂടെ എന്നോട് സംസാരിക്കണേ. നിങ്ങളെ ദൈവം ആക്കി വെച്ചൊരു ശുശ്രൂഷകനാണ് ഞാൻ. അതിൽ ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു. കർത്താവ് നമ്മളെ സഹായിക്കും. അത് ഗോഡ് ബ്ലസ് യു സിസ്റ്റർ. ഏറ്റെടുത്തോണം. ദൈവം ഇടപെടാൻ വേണ്ടി പോകുന്ന നിവൃത്തിയിലേക്ക് ദൈവം കൊണ്ടുപോകും കേട്ടോ. ഗോഡ് ബ്ലസ് യു. യേശുവിൻ്റെ നാമത്തിൽ. ഇതൊരു നല്ല കാര്യമാണ് സിസ്റ്റർ പറഞ്ഞ പോലെ. നിങ്ങൾ ഇന്നും പോലും കർത്താവെ ഞങ്ങളോട് ബ്രദറുടെ കൂടെ സംസാരിക്കണമെന്ന് പ്രാർത്ഥിക്കും. നിങ്ങളെയും ദൈവം ഉപയോഗിക്കും. ആരെങ്കിലും ഉണ്ടോ, മറ്റാരെങ്കിലും ഉണ്ടോ സാക്ഷ്യം പറയാനുള്ളവരുണ്ടെങ്കിൽ പറഞ്ഞാട്ടെ. ഹലോ ബ്രദർ. എന്തോ നിങ്ങൾ പറയാൻ വരുന്നവരെ മ്യൂട്ട് മാറ്റല്ലേ? മ്യൂട്ട്. ഹലോ, പറഞ്ഞു. ഇന്നലെ ബ്രദർ യൂട്യൂബിലെ പ്രാർത്ഥനയിൽ പറഞ്ഞിരുന്നു, ബേബി വീട് പറഞ്ഞിരുന്നു, ഫ്രണ്ടില് ചക്ക മരുന്ന്. അതിനുശേഷം അവരെ സഹോദരനെ കാണിക്കുന്നു പറഞ്ഞു. അത് ഏറ്റെടുക്കുന്നു ബ്രദർ.
ആരായിരുന്നു സിസ്റ്റർ അതേപോലെ അത്? നമ്മൾ ആ ബ്രദർ പറഞ്ഞു. ആയിരുന്നു. അത് അവര് ബേബിയുടെ സഹോദരനാണ്. എന്റെ ഓക്കെ ഭർത്താവാണ് അവര്. ഓക്കെ ഓക്കെ. അത് അത് ഏറ്റെടുത്തു ബ്രദർ. ഏറ്റെടുത്തു കർത്താവ്. അത് ഇന്നലെ യൂട്യൂബിലല്ലേ? യൂട്യൂബിലായിരുന്നു അത്. അത് പിന്നെ ഇന്നലത്തെ ഒരു ഞാൻ സന്തോഷം. ഞാനൊരു ഇനി ഒരു കാര്യം യൂട്യൂബിൽ പറയാനുണ്ട് ബ്രദർ. ഒരു സിസ്റ്റർ ഒരു മിനിറ്റ്. ഞാൻ യൂട്യൂബിൽ അതൊരു വലിയൊരു സിസ്റ്റർ പറയുന്ന ആലോചന ദൈവം ഇടപെട്ടത് വലിയൊരു സാക്ഷ്യമാണ്. കാര്യം ഞാനത് സാക്ഷ്യമായിട്ട് തന്നെ പറയാം, എൻ്റെ ഒരു സാക്ഷ്യമാണ്. കാര്യം ഇന്നലെ നമുക്ക് ചുരുങ്ങിയ സമയം കൊണ്ടാണ് എനിക്കതൊരു യാത്രയിൽ, പ്രത്യേകിച്ച് ഞാനത് പൊക്കോണ്ടിരിക്കുന്ന ഒരു യാത്രയിൽ ലൈവായിട്ട് കർത്താവ്, ആ യാത്രക്കിടയിൽ ഞാനത് സിസ്റ്റത്തിൽ റെക്കോർഡ് ചെയ്യുമായിരുന്നു. നമ്മുടെ മെസ്സേജിന് ശേഷമാണത് അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ഓർത്ത് കേട്ടത് പെട്ടെന്ന് ഒരു 10 മിനിറ്റത്തോ 5 മിനിറ്റത്തേക്കോ ഒരു ഷോർട്ട് മെസ്സേജ് ക്രിയേറ്റ് ചെയ്തിട്ട് പ്രാർത്ഥിച്ച് അത് അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയായിരുന്നു ഇരുന്നത്. നമുക്കൊരു മീറ്റിംഗ് മുടങ്ങരുതോ എന്ന് ഓർത്തുകൊണ്ട്. പക്ഷേ എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ റെക്കോർഡ് ചെയ്തതിൽ ഏറ്റവും കൂടുതൽ സമയം നിന്ന ഒരു ദിവസമായിരുന്നു ഇന്നലെ. അത് മാത്രമല്ല, ദൈവം അതിൻ്റെ അകത്ത് ഒത്തിരി നേരം, ഞാൻ ആ യാത്രക്കിടയ്ക്ക് ഇങ്ങനെ ചിന്തിക്കുമായിരുന്നു. കാര്യം ആ യാത്രയിൽ ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് പോലും പരിശുദ്ധാത്മാവ് ഒത്തിരി ആലോചനകൾ അതിൻ്റെ അകത്ത് ഇടപെട്ടു. ഒത്തിരി നേരം പ്രാർത്ഥിക്കും. വലിയൊരു സാന്നിധ്യം എൻ്റെ കൂടെ. അതുകൊണ്ടാണ് സൗണ്ട് പലരും ക്ലിയർ അല്ല എന്ന് പറഞ്ഞ്, എനിക്കും അറിയാമായിരുന്നു സൗണ്ട് ക്ലിയർ അല്ല എന്നും. അതിൻ്റെ അകത്തുനിന്ന് ഒത്തിരി ഡിസ്ട്രാക്ഷൻ ഉണ്ടാവും. ഇടയ്ക്ക് വണ്ടി വരുന്നുണ്ട്, ഒത്തിരി ഡിസ്ട്രാക്ഷൻ എനിക്കുണ്ട്. മാനസികമായിട്ടല്ല, മാനുഷികമായിട്ട് ഒത്തിരി ഡിസ്ട്രാക്ഷൻ ഉണ്ടായിരുന്നു. പക്ഷേ ഞാൻ ഓർക്കുമായിരുന്നു പരിശുദ്ധാത്മാവ് അത്രയും ആൾക്കാരോട് ദൈവാലോചന പറയുവാൻ ആ തിരക്കുകൾക്കിടയ്ക്കകത്തു നിന്നുകൊണ്ട് പോലും ദൈവം സഹായിച്ചു കേട്ടോ. പറയാം, അത് വലിയൊരു കാര്യമായിട്ട് ഞാൻ സാക്ഷ്യമായിട്ട് പറയുകയാണ്. അതാണ് അഭിഷേകം, ദൈവത്തിൻ്റെ കൃപ. അതാണ് നമ്മുടെ കഴിവ്, ദൈവത്തിന് വേണ്ട കൃപയാണ് നടക്കുന്നുള്ള തെളിവാണ്. ഇപ്പോൾ സൗരി പറഞ്ഞു കേട്ടില്ലേ, പുറത്തോട്ടിറങ്ങിയപ്പോൾ അടയാളമായിരുന്നു ദൈവം വെളിപ്പെടുത്തിയത്. ഗോഡ് ബ്ലെസ് യു സിസ്റ്റർ. ഇനിയും ദൈവം സാക്ഷിയാക്കി മാറ്റും കേട്ടോ. ആമേൻ. Praise the Lord, brother. പറഞ്ഞു വിഷയം പറയാനുണ്ട് ബ്രദർ. ഹലോ പറഞ്ഞു. ആ എന്തോ Brother. ആ ഹലോ പറഞ്ഞു. ബ്രദർ. No, brother. കേൾക്കുന്നുണ്ട്. ഹലോ പറഞ്ഞു കേൾക്കുന്നുണ്ട്. പറഞ്ഞു. ആ ബ്രദറെ, ഞാൻ ഇന്നലെ ആകെ തകർന്ന് ഇങ്ങനെ ഇരിക്കുവായിരുന്നു. എനിക്ക് മനോവിഷമം കൊണ്ട് ഞാൻ പ്രാർത്ഥിച്ചിട്ട് എനിക്കൊന്നും ആകുന്നില്ല. അത്രയും വിഷമത്തിലിരിക്കുമ്പോഴാണ് ഞാൻ ആ മെസ്സേജ് ബ്രദറിന്റെ കേൾക്കുന്നത്. എനിക്ക് ഇന്നലെ അത് ഭയങ്കര അത്ഭുതമായിട്ട് എന്നെ ഒത്തിരി ആരോഗ്യപരമായിട്ടും മാനസികമായിട്ടും എല്ലാം എനിക്ക് ബലം കിട്ടി. ഞാനങ്ങ് തകർന്നു പോയായിരുന്നു സാമ്പത്തിക ബാധ്യതയിലൊക്കെ. അപ്പൊ ബ്രദർ പറഞ്ഞപ്പോ എനിക്കിന്ന് ഭയങ്കര ഒരു ബലത്തിലാ ഞാൻ ഇരിക്കുന്നത്. ബ്രദർ കേട്ടാ? കർത്താവിൻ്റെ കൃപയ്ക്ക് നന്ദി. വലിയൊരു സാക്ഷ്യമാണ്. ദൈവം കൊടുത്ത സമാധാനത്തിന് നന്ദി പറയുന്നു. ഗോഡ് ബ്ലെസ് യു സിസ്റ്ററെ, യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ ആമേൻ. ഹലോ ബ്രദർ. ഹലോ ബ്രദറെ. ഹലോ. കേൾക്കുന്നുണ്ട്. പറഞ്ഞു കേൾക്കുന്നുണ്ടേ. രാത്രിയിൽ ഉറങ്ങാൻ ബുദ്ധിമുട്ടുള്ള ഒരു തോമസ് സാമുവേൽ വിളിച്ചായിരുന്നല്ലോ. ആ അതിന്റെ ട്രീറ്റ്മെന്റ് ഹൈദരാബാദിലേ ഉണ്ടായിരുന്നുള്ളൂ. ഹൈദരാബാദിൽ ചെന്നു. അതിന്റെ റിസൾട്ടുകളെല്ലാം എടുത്ത് ചെയ്യാൻ വേണ്ടി നോക്കുമ്പോൾ അതിന് 9 ലക്ഷം രൂപ അടയ്ക്കണമെന്ന് പറഞ്ഞു. അപ്പൊ ഞാനത് ചെയ്യാതെ ഇങ്ങനെ മടങ്ങി വന്നിരിക്കുകയാണ്. പ്രാർത്ഥിക്കണം. കർത്താവിന് അത്ഭുതം ചെയ്യാനാണ്. ആ ഒരു വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിക്കാൻ വേണ്ടി വിളിച്ചത്. എന്തായിരുന്നു ബ്രദറെ? വിഷയം ഒന്നുകൂടെ പറയാൻ കേട്ടില്ല, ഞാൻ ക്ലിയർ ആയില്ല. എനിക്ക് ക്ലിയർ ആയില്ല. രാത്രിയിൽ ഉറങ്ങാതെ ഹൃദയത്തിന്റെ താളം തെറ്റി അടിക്കുന്ന ഒരു കാര്യത്തിന് വേണ്ടി ബ്രദറിനെ വിളിച്ച് സംസാരിച്ചിരുന്നു. അപ്പൊ ബ്രദർ പറഞ്ഞിരുന്നു അവിടെ ചെല്ലുന്ന സമയത്ത് എല്ലാം നോർമൽ ആയിരിക്കും എന്ന് പറഞ്ഞു. ടെസ്റ്റുകളെല്ലാം പറഞ്ഞതുപോലെ നോർമലാണ്. അപ്പൊ ഡോക്ടർ പറഞ്ഞു ചെയ്യാൻ റെഡിയാണ്. അതിന് 9 ലക്ഷം രൂപ അടയ്ക്കണമെന്ന് പറഞ്ഞു. അപ്പൊ അടയ്ക്കാൻ പൈസ ഇല്ലാതെ മടങ്ങി വന്നിരിക്കുകയാണ്. അപ്പൊ ആ ഒരു വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം. കർത്താവിന് അത്ഭുതം ചെയ്യാനാണ്. ഇതൊരു സൈനായിട്ട് ബ്രദറെ. എനിക്കറിയാം ബ്രദറിന്റെ മാനസികമായിട്ടുള്ള ആ ബുദ്ധിമുട്ട് എനിക്ക് മനസ്സിലാവും. കാരണം ഒരു കാലഘട്ടത്തിൽ എനിക്കും ഉറക്കമില്ലാത്ത സമയങ്ങളുണ്ടായിരുന്നു. ദൈവം എന്നെ അവിടുന്ന് വിടിവിച്ച് കൊണ്ടുവന്നതാണ്. അതുകൊണ്ട് എനിക്കത് അറിയാൻ പറ്റും. തീർച്ചയായിട്ടും ബ്രദർ, ഇപ്പോൾ സൗരം പറഞ്ഞിട്ടില്ല 9 ലക്ഷം രൂപ അതിന് ട്രീറ്റ്മെൻ്റ് ആണ്. പക്ഷേ റിസൾട്ട് എല്ലാം ദൈവം ഇടപെട്ടത് നോർമലാണ്. ബ്രദറെ, ഒരു 50 ലക്ഷവും വേണ്ട. ഈ ദിവസങ്ങളിൽ കൂട്ടായ്മയിലും കർത്താവിൻ്റെ നാമത്തിലും ഒന്ന് വെയിറ്റ് ചെയ്തു കേട്ടുകൊണ്ടിരുന്നാൽ മാത്രം മതി ബ്രദറെ. കേട്ടുകൊണ്ടിരുന്നാൽ മാത്രം മതി. ദൈവം അത്ഭുതമാക്കി മാറ്റും കേട്ടോ. സഹോദര ധൈര്യമായിട്ട് കഴിഞ്ഞ് എനിക്കറിയാം, ഞാൻ ബ്രദറിന് വേണ്ടി പ്രാർത്ഥിച്ചു കഴിഞ്ഞതാണ്. ഞാനത് കണ്ടായിരുന്നു ബ്രദറിൻ്റെത്. ഈ ദിവസങ്ങളിൽ കൂട്ടായ്മയ്ക്കകത്ത് ഞാൻ പറഞ്ഞ ആലോചനയുണ്ട്. ഈ ദിവസങ്ങളിൽ ഞാൻ പറഞ്ഞ നമ്മുടെ എല്ലാ വചനവും ഇവിടെ റിപ്പീറ്റ് ചെയ്ത് കേട്ടോ. ഒന്നും പ്രതികരിക്കേണ്ട, കിടന്നുകൊണ്ടാണെങ്കിലും കേട്ടോ. കർത്താവ് അതിലൂടെ നമ്മളെ ഉറപ്പിച്ചിരിക്കും കേട്ടോ. വലിയ കൃപ തമ്പുരാൻ തരും. ഞാൻ ഉറപ്പായിട്ടും പറഞ്ഞു, ദിവ്യ സമാധാനം. ഇന്ന് സ്വസ്ഥമായിട്ട് ഉറങ്ങും കേട്ടോ.
യേശുവിൻ്റെ നാമത്തിൽ കേട്ടു, വചനം തുറന്ന് കേട്ടോ, അത് കർത്താവ് അതിലൂടെ സമാധാനം തന്നിരിക്കും കേട്ടോ. ഗോഡ് ബ്ലെസ് യു ബ്രദറെ. ആമേൻ. മറ്റാരെങ്കിലും ഉണ്ടോ? ബ്രദറെ, എന്തോ ബ്രദറെ, ഞാനേ ഞാൻ ഈ റിനിയാണ് പ്രാർത്ഥന ബ്രദറെ, കൂട്ടായ്മയിലേക്ക് വയനാട്ടിൽ. കേറിയതിനു ശേഷം എനിക്കുണ്ടായ ഒരു അനുഭവം പറഞ്ഞു. ഇപ്പൊ ഞാൻ കൃഷി ചെയ്യുന്ന ഒരു കർഷകനാണ്. അപ്പൊ ഇന്ന് ഈ ഈ ചിങ്ങം 1-ാം തീയതി എന്ന് പറഞ്ഞാല് ഈ ആഗസ്റ്റ് 17-ാം തീയതി എനിക്ക് കൃഷിഭവനിൽ നിന്നും ഒരു അവാർഡ്, സംയുക്ത കർഷകന്റെ ഒരു അവാർഡ് എനിക്ക് ഈ പ്രാർത്ഥന കൂട്ടായ്മയിൽ വന്നതിന് ശേഷം എനിക്ക് കിട്ടാൻ പോവുകയാണ്. ഹലോ. ദൈവം മാനിക്കുന്ന വൻ കൃപയ്ക്ക് എന്ന് ഒരു സഹോദരൻ പറഞ്ഞതുപോലെ തന്നെ കൂട്ടായ്മ വന്നതിൻ്റെ കാരണം വേറൊന്നുമല്ല, നമ്മളിവിടെ പ്രഖ്യാപിക്കുന്നുണ്ട്, ഉയർച്ച തന്നെ പ്രാപിക്കും. യഹോവ നിന്റെ കളപ്പുരകളെ തൊടുന്ന എല്ലായിടത്തും അതിൻ്റെ റിസൾട്ടായിട്ട് ഞാൻ വിശ്വസിക്കുന്നു. ഇനിയും അവാർഡ് മാത്രമല്ല, നന്മ കൊണ്ട് ദൈവം നിറയ്ക്കട്ടെ. ഗോഡ് ബ്ലെസ്. ഇതൊരു തുടക്കമാണ് കേട്ടോ. ഇനിയും മാന്യതയുണ്ടാവും. ദൈവം നമ്മളെ മാനിക്കും. ഗോഡ് ബ്ലെസ് യു. എനിക്കൊരു സാക്ഷിയുണ്ട് ബ്രദർ, എനിക്കൊരു സാക്ഷി. പറഞ്ഞു. എന്റെ മോള് നഴ്സിംഗിനെ 3rd ഇയറിന്റെ ഫസ്റ്റ് സെമസ്റ്ററിന്റെ പരീക്ഷയ്ക്ക് ഭയങ്കര പാടായിരുന്നു. ഒരു സബ്ജക്ട് അവൾക്ക് പാടായിരുന്നു. അവള് അത് ജയിക്കുമെന്നില്ല, ഉറപ്പില്ല എന്ന് അവൾ എന്നോട് പറഞ്ഞു. ഞാൻ അവളോട് പറഞ്ഞു, മുമ്പിൽ കണ്ടുകൊണ്ട് ജയിക്കുന്നതായിട്ട് കണ്ട് പ്രാർത്ഥിക്കാൻ പറഞ്ഞു. ഞാൻ അങ്ങനെ പ്രാർത്ഥിച്ചു. ജയത്തെ മാത്രം മുമ്പിൽ കണ്ടുകൊണ്ട് ഞാൻ വചനം പറഞ്ഞു പ്രാർത്ഥിച്ചു. അവൾക്ക് 2 ദിവസം മുമ്പ് റിസൾട്ട് വന്ന് ജയിച്ചു. ദൈവത്തിന് നന്ദി. നന്ദി കർത്താവ് കൊടുത്ത ജയത്തിന് നന്ദി. യേശു ഇനിയും ഉയരങ്ങളിൽ എത്തട്ടെ. യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ഗോഡ് ബ്ലെസ് യു. ആമേൻ. ഹലോ ബ്രദർ. ഹലോ ബ്രദർ, കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നുണ്ട് സിസ്റ്റർ, പറഞ്ഞു. കേൾക്കുന്നുണ്ട്. കഴിഞ്ഞ മാസേ ബ്രദർ പ്രവചനം പറഞ്ഞില്ലേ, പരിശുദ്ധാത്മാവ് വരുമ്പോ ദൈവത്തിൽ നമ്മളെ ശരീരത്തിൽ വരുമ്പോ പലതും കാണിക്കും. ചൂട് വരും, തണുപ്പ്, അതേപോലെ തണുപ്പ് വരും, കാറ്റ് വരും എന്നൊക്കെ പറഞ്ഞില്ലേ ബ്രദർ? പ്രാർത്ഥനയിൽ നമുക്ക് ഒരു 4 ദിവസം ഉണ്ടായിരുന്നല്ലോ പ്രാർത്ഥന. അതിൽ ഞാൻ ഒരു 4-5 പേർക്ക് ഇതേപോലെ ഗർഭിണി തലമുറ ഇല്ലാത്തവർക്കൊക്കെ പ്രാർത്ഥിച്ചുകൊണ്ടേ ഇരുന്നിട്ടുണ്ടായിരുന്നേ. അപ്പൊ ആ സമയത്ത് നമുക്ക് ഡോക്ടറെ അടുത്ത് കാണിക്കുമ്പോൾ പ്രിസ്ക്രിപ്ഷൻ കാണിക്കുമല്ലോ, ഒരു 4-5 പേപ്പറുകൾ ഇങ്ങനെ കണ്ടോണ്ടേയിരുന്നു. അപ്പൊ കണ്ടോണ്ടേയിരുന്നതില് നമ്മളെ അജിക്കുട്ടിക്കും തലമുറയൊന്നും തന്നിട്ടില്ലല്ലോ. അപ്പൊ അങ്ങനെ വ്യക്തികളെയൊക്കെ വെച്ച് മനസ്സിൽ പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു ബ്രദർ. അപ്പൊ ദൈവം വലിയൊരു അനുഗ്രഹം തന്നു. നമ്മുടെ ഏട്ടന്റെ മോന് കല്യാണം കഴിഞ്ഞിട്ട് 7 വർഷമായി. ഇപ്പൊ തലമുറ തന്നു പറഞ്ഞിട്ട് ഇപ്പൊ 3 മാസമായി. അപ്പൊ വലിയൊരു അനുഗ്രഹമാണ് അവർക്ക് ജീവിതത്തിൽ തന്ന. ഒരുപാട് സന്തോഷം. അപ്പൊ ഞാൻ അജിക്കുട്ടിനെ തീർച്ചയായിട്ടും. പിന്നെ സിസ്റ്റർ, എല്ലാവർക്കും വേണ്ടി ഇനിയും പ്രാർത്ഥിച്ചോണം. തലമുറകൾ നമ്മുടെ അവകാശമാണ്. ദൈവം നമുക്ക് ഇനിയും തരും. എല്ലാവരോടും ഞാൻ പറയുകയാണ്, സിസ്റ്റർ പറഞ്ഞ പോലെ തന്നെ അനേകർക്ക് വേണ്ടി നിങ്ങൾ ഉദരഫലത്തിന് വേണ്ടി കർത്താവിന് കൈവച്ച് പ്രാർത്ഥിച്ചവർ പറയണം. കർത്താവിൻ്റെ അവകാശമാണ് തലമുറ, നമ്മുടെ അവകാശമാണ്. മക്കൾ യഹോവ തരുന്ന അവകാശമാണെന്ന് ബൈബിൾ വ്യക്തമായി പറയുന്നു. അതുകൊണ്ട് അവകാശമാണ് നമുക്ക് തമ്പുരാൻ അത് തന്നിരിക്കും. നിങ്ങളുടെ അവകാശമാണ് തലമുറ. അത് തന്നെ പറഞ്ഞു തമ്പുരാൻ തുറക്കും. ഗോഡ് ബ്ലെസ് യു സിസ്റ്റർ. മറ്റാരെങ്കിലും ഉണ്ടോ? സാക്ഷ്യമുള്ളവരുണ്ടെങ്കിൽ പറഞ്ഞാട്ടെ. ഞാൻ റിനിയാണ് വയനാട്ടിൽ നിന്ന്. പറഞ്ഞു സിസ്റ്ററെ. ബ്രദർ, ഇന്നലെ എന്നെ കുറിച്ച് ഒരു ആലോചന പറഞ്ഞിരുന്നു. റിനി സിസ്റ്റർ എന്റെ മോളെ കുറിച്ച്, മോളെ എന്റെ ഭവനത്തിൽ ഒരാള് മിഡിൽ ഈസ്റ്റിലേക്ക് പോകും എന്നത് ഒരു ആലോചന ഇന്നലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാനത് ഏറ്റെടുക്കുന്നു ബ്രദറെ. ഏറ്റെടുത്തു സിസ്റ്ററെ. കർത്താവ് അത് സാക്ഷ്യമാക്കി തന്നെ യാത്രയ്ക്ക് വേണ്ടി വിശ്വാസത്തിൽ ഒരുങ്ങിക്കോണം. അത്ഭുതകരമായി ദൈവം നടത്തും കേട്ടോ. ഗോഡ് ബ്ലെസ് യു. ആമേൻ. മറ്റാരെങ്കിലും ഉണ്ടോ? സാക്ഷ്യം പറയാനുള്ളവരുണ്ടെങ്കിൽ പറഞ്ഞാട്ടെ. ഹലോ ബ്രദറെ, കേൾക്കുന്നുണ്ടോ? പിന്നെ എന്റെ മോനാണെങ്കിൽ മൺഡേ സ്കൂളിൽ വോമിറ്റ് ചെയ്ത് അവൻ അന്നേരം തലയിടിച്ച് ഞാൻ പറഞ്ഞില്ലായിരുന്നു. അന്നേരം ഞായറാഴ്ച വന്നിട്ട് വൈകിട്ട് അവൻ എന്നോട് പറഞ്ഞ ബസ്സിൽ ഇങ്ങനെ തലയിടിച്ചപ്പം അതിന്റെ ആന്നും പറഞ്ഞ് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. അപ്പൊ ഡോക്ടർ പറഞ്ഞ ഹെഡ് ഇഞ്ചുറി ആണ്. അപ്പൊ പെട്ടെന്ന് സ്കാൻ ചെയ്തപ്പോ എനിക്ക് പ്രാർത്ഥിക്കാനായിട്ടൊന്നും എന്റെ മനസ്സിൽ വന്നില്ലെങ്കിൽ ഞാൻ പറഞ്ഞു, ഞാനൊരു സാക്ഷ്യം പറഞ്ഞോളാം, എന്റെ കുഞ്ഞിനെ ഒന്നും വരുത്തല്ലേ. സ്കാൻ ചെയ്ത് റിസൾട്ട് വന്നപ്പം എല്ലാം നോർമലാ, ഒരു കുഴപ്പവും ഇല്ല. നന്ദി കർത്താവ്. ഇത് വലിയൊരു സാക്ഷ്യം തന്നെയാണ്. കാര്യം നമുക്കറിയാം, ഒത്തിരി അങ്ങനെ ഹെഡ് ഇഞ്ചുറിയൊക്കെ വന്നു കഴിഞ്ഞാൽ ഒത്തിരി നമ്മൾ കേൾക്കുന്നതാണ്. അനേകർ ഈ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെട്ടു പോകുവാൻ പോലും ആ വീഴ്ചയ്ക്ക് ശക്തിയുണ്ട്. പക്ഷേ അപ്പൊ എനിക്ക് താങ്ങാൻ പറ്റാത്ത സങ്കടമായിരുന്നു. എന്ത് ചെയ്യണമെന്ന് അറിയാതെ ഞാനൊന്നും എനിക്ക് പ്രാർത്ഥിക്കാനൊന്നും മനസ്സിൽ വരുന്നില്ലായിരുന്നെങ്കിൽ ഞാൻ പറഞ്ഞു ഒരു സാക്ഷ്യം പറഞ്ഞോളാന്ന്. എന്നിട്ട് ദൈവം അവിടുന്ന് റിപ്പോർട്ട് വന്നപ്പോ ഒരു കുഴപ്പവും ഇല്ല, ഒരു നോർമലായിട്ട് റിപ്പോർട്ട് വന്നു.
ആമേൻ. കർത്താവ് ഇന്ന് അത്ഭുതകരമായിട്ടുള്ള അതും പറഞ്ഞ പോലെ തന്നെ മരണത്തിൽ നിന്നും ജീവനിലേക്ക് കൊടുത്ത കൃപയ്ക്ക് നന്ദി. യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ഗോഡ് ബ്ലസ് യു, ഗോഡ് ബ്ലസ് യു സിസ്റ്റർ. ആമേൻ. പ്രൈസ് ലോർഡ് ബ്രദറെ. പറഞ്ഞു ഇന്നലെ പറഞ്ഞു ഉച്ചയ്ക്ക് സിസ്റ്റർ. ഞാൻ ഇരുന്നപ്പം മീൻ വറുത്തത് കുട്ടിയത് അത് തൊണ്ടയിലെ മുള്ളില് കുടുങ്ങിയിട്ട് സിസ്റ്ററെ ഉറക്കെ പറയാവോ, ഭയങ്കര അല്ലെങ്കിൽ എനിക്ക് ആ ഹെഡ്സെറ്റ് ഒന്ന് മാറ്റാവോ? വേദന പറഞ്ഞ് പ്രാർത്ഥിച്ചു. നേരം വെളുത്തപ്പോ ആ വേദനയും പോയി, ആ കുത്തിക്കൊള്ളുന്ന തൊണ്ടയിൽ ഇങ്ങനെ കുത്തിക്കൊള്ളുന്ന അതും പോയി. എൻ്റെ തൊണ്ടയ്ക്ക് ഇപ്പോൾ ഒരു കുഴപ്പമില്ല. ദൈവം അത്ഭുതം പ്രവർത്തിച്ചു. നന്ദി കർത്താവെ, അങ്ങ് കൊടുത്ത സൗഖ്യത്തിന് നന്ദി, അങ്ങ് കൊടുത്ത അത്ഭുതത്തിന് നന്ദി. യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ തന്നെ. ഗോഡ് ബ്ലസ് യു സിസ്റ്ററെ. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ആമേൻ. മറ്റാരെങ്കിലും ഉണ്ടോ സാക്ഷ്യം പറയാനുള്ളവരുണ്ടെങ്കിൽ വേഗത്തിൽ പറഞ്ഞാട്ടെ. ബ്രദറെ, എൻ്റെ വൈഫിന്റെ ഈ കണ്ണാടി ഒരാഴ്ചയായിട്ട് കാണുന്നില്ലായിരുന്നു. അപ്പം ഇത് വിലയുള്ളൊരു കണ്ണാടിയാണിത്. അപ്പം ഞാൻ നമ്മൾ ജസ്റ്റ് ഏതായാലും നമ്മുടെ ഒരു പൈസ പോലും പോകണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നില്ലല്ലോ എന്നുള്ളൊരു ചിന്ത വന്ന് ഞാൻ പ്രാർത്ഥിച്ചു. അപ്പം പ്രാർത്ഥിച്ചു കഴിഞ്ഞിട്ട് ഞാൻ തന്നെ പറഞ്ഞു, ഞാൻ സാക്ഷ്യം പറയാമെന്ന് പറഞ്ഞു. അതുകൊണ്ടാണ് ഞാൻ ഇപ്പം അത് കഴിഞ്ഞ് 2 ദിവസം കഴിഞ്ഞ ഉടനെ ഇനി ഇവിടുന്ന് തന്നെ കിട്ടി. അത് ഞാൻ ഈ സാക്ഷ്യം പറയാമെന്ന് പറഞ്ഞപ്പോൾ ഉണ്ടല്ലോ, എനിക്കൊരു കോൺഫിഡൻസ് അങ്ങ് ഭയങ്കരമായിട്ട് അങ്ങ് വന്നു. ഇവള് പല സ്കൂളിലൊക്കെ പോകുന്ന എവിടെ കൊണ്ട് വെച്ചതാണെന്നൊന്നും അറിയത്തില്ല. പലയിടത്തും നോക്കി. ഈ ഒരാഴ്ച കഴിഞ്ഞു, പിന്നെ 2 ദിവസം പ്രാർത്ഥന കഴിഞ്ഞ് 2ാമത്തെ ദിവസം കറക്റ്റായിട്ട് കിട്ടി. അന്നേരം ഈ പ്രാർത്ഥിച്ച് സാക്ഷ്യം പറയാമെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പം എനിക്ക് തന്നെ ഒരു കോൺഫിഡൻസ് ഉണ്ട്, ഉറപ്പായിട്ട് കിട്ടുമെന്ന്. ഇനിയിപ്പോൾ ഡോക്ടറിന്റെ അടുക്ക പോകേണ്ട, ടെസ്റ്റ് ചെയ്യേണ്ടെന്ന് പിന്നെ അങ്ങ് വിചാരിച്ചു. അങ്ങനെ ഏതായാലും അതൊരു സാക്ഷ്യമായിട്ട് ഇപ്പൊ പറയുന്നു. ഓക്കെ. തീർച്ചയായിട്ടും നമ്മൾ പറഞ്ഞ പോലെ നമ്മുടെ ആവശ്യങ്ങളെ ദൈവം അറിയുന്നില്ല. പ്രിയ സഹോദരന്മാരെ, എക്സ്പെൻസീവ് ആയിട്ടുള്ള കാര്യമാണ്. പക്ഷേ കർത്താവിലൊരു തീരുമാനത്തിൽ ഞാൻ സാക്ഷ്യം പറയാം. സാക്ഷ്യം എന്ന് പറഞ്ഞാൽ ദൈവസന്നിധിയിൽ ഞാനത് ഉയർത്തുവാണ്. യേശുവിനെ തീരുമാനമെടുത്തപ്പോൾ തന്നെ ദൈവം അത് അത്ഭുതമാക്കി മാറ്റി. ഗോഡ് ബ്ലസ് യു ബ്രദറെ. ഇനിയും കർത്താവ് വലിയ വലിയ കാര്യങ്ങൾ ചെയ്യാൻ കൃപ തരട്ടെ, യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ. എനിക്ക് മറ്റാ ബ്രദർ പ്രൈസ് ലോർഡ്, എനിക്ക് പറഞ്ഞോ. ഭയങ്കരമായ ഒരു തലകറക്കം ഉണ്ടായി. ആ അപ്പൊ ഞാൻ പറഞ്ഞു, ഇല്ല ദൈവമേ, എനിക്ക് ഒരു കുഴപ്പവും വരത്തില്ല എന്ന കാര്യം. ഞാൻ ഇങ്ങനെ ആരെങ്കിലും വല്ലപ്പോഴും വന്നാലും ഒറ്റയ്ക്ക് താമസിക്കുന്നതുകൊണ്ട് ഞാൻ തലകറക്കം കൂടാണ് എങ്ങനെ ജീവിക്കുക. എല്ലാ കർത്താവെ, എനിക്ക് അങ്ങനെ വരത്തില്ല. ഞാൻ ജീവിച്ചിരുന്ന എൻ്റെ കർത്താവിന്റെ കൃപകളെ വർണ്ണിക്കും എന്ന് പറഞ്ഞ് ഞാനും സാക്ഷ്യം പറയുമെന്ന് പറഞ്ഞു. ഏതായാലും ദൈവത്തിന്റെ കൃപയാല് 1 ദിവസം കഴിഞ്ഞപ്പോൾ ഡോക്ടറെ അടുക്ക പോയി. പക്ഷെ തലകറക്കം ഉണ്ടെങ്കിൽ ഞാൻ എണീക്കുമ്പോൾ എൻ്റെ നോർമൽ കാര്യങ്ങൾ ചെയ്യാൻ ഞാൻ സൂക്ഷിച്ചാ പോകുന്നത്. എന്നിരുന്നാലും എനിക്കത് കുറഞ്ഞു കിട്ടി. ഞാൻ മരുന്നും കഴിച്ചു. ഇപ്പൊ എനിക്ക് അതിന്റെ യഥാർത്ഥ കാര്യം പിടികിട്ടി. കാതിനകത്ത് ഇൻഫെക്ഷൻ ഉണ്ടെന്ന്. അതുവരെ മറ്റു രീതിയിലുള്ള പ്രശ്നങ്ങളാണെന്ന് വിചാരിച്ചിരിക്കുമായിരുന്നു. ദൈവത്തിന് ഒത്തിരി നന്ദി. ഇനിയും നന്ദി പൂർണ്ണമായി കർത്താവെ. ഭയത്തിൻ്റെ അകത്തുനിന്ന് സ്വർഗം വിടുവിച്ചല്ലോ. ഇനിയും ആ വേദനയോട് പറയണം, യേശു എൻ്റെ വേദനകളെ ക്രൂശിൽ വഹിച്ചതാണ്. കർത്താവിൻ്റെ അടിപ്പിണരാൽ എനിക്ക് സൗഖ്യം വന്നിരിക്കുന്നു പറഞ്ഞു വേണം പൂർണ്ണ സൗഖ്യത്തിലേക്ക് തമ്പുരാൻ കൊണ്ടുപോകും കേട്ടോ. ഗോഡ് ബ്ലസ് യു. മറ്റാരുമില്ല എന്ന് മറ്റാരും അതിൽ സാക്ഷ്യം പറയാനുണ്ടോ? കാര്യം എനിക്കറിയാം, സമയം ഒത്തിരി നമുക്ക് മുന്നോട്ട് ഇന്ന് കയറിപ്പോയി. തുടങ്ങിയത് നമ്മൾ ഇച്ചിരി ലേറ്റായിട്ടാണ്. കർത്താവ് നമ്മളെ എന്റെ പറഞ്ഞു സിസ്റ്റർ. കാലിന് വേണ്ടി ഒരു ഓപ്പറേഷന് വേണ്ടി വെയിറ്റ് ചെയ്യുവാണ്. അപ്പൊ ഞാനും ദൈവത്തോട് പറയാ, കർത്താവ്, എനിക്ക് ഒരു ഡോക്ടറെ അറിയത്തില്ല, ഹോസ്പിറ്റലിലൊന്നും എനിക്ക് പേടിയായി. ഇപ്പൊ കേൾക്കുന്നത് തന്നെ അതുപോലുള്ള കാര്യങ്ങളാ നമ്മൾ അനുഭവിക്കുന്നത്. അപ്പൊ ഞാൻ ദൈവത്തിന്റെ സന്നിധി കൊടുത്തിരിക്കുക. പറഞ്ഞു സിസ്റ്റർ. ഇങ്ങനെ പറ, ഡോക്ടർ തന്നെ പറയും ഓപ്പറേഷൻ വേണ്ട എന്ന് ഡോക്ടർ പറയും. അങ്ങനെ തന്നെ പറഞ്ഞുകൊണ്ട് വിശ്വാസ പ്രഖ്യാപനം പറഞ്ഞു. ഇനി നമ്മൾ ചെല്ലുമ്പോൾ ഡോക്ടർ പറയും സർജറി വേണ്ട. എത്രയോ സാക്ഷി നമ്മൾ കേട്ടത്, ഡോക്ടർ പറഞ്ഞു സർജറി വേണ്ട, ഇനി റെസ്റ്റ് ചെയ്തോളാൻ പറയുന്ന രീതിയിലേക്ക് തമ്പുരാനത് മാറ്റും. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഞാൻ തൽക്കാലം നമ്മുടെ പ്രാർത്ഥന ഇന്ന് നിർത്തുന്നു. ദൈവം നിങ്ങളെ സഹായിക്കുമാറാകട്ടെ. നാളെ നമ്മുടെ പ്രാർത്ഥന യൂട്യൂബിലായിരിക്കും. ഞാനൊരു യാത്രയിലാണ് നാളെ. കർത്താവ് നിങ്ങളെ സഹായിക്കട്ടെ. ഗോഡ് ബ്ലസ് യു. വൻ കൃപകളാൽ സ്വർഗം നിറയ്ക്കുന്നല്ലോ, വലിയ കാര്യങ്ങളാൽ ദൈവം നിറയ്ക്കുന്നല്ലോ. ദൈവം നമ്മുടെ കൂടെ ഉണ്ടല്ലോ. നമുക്ക് ഒരുമിച്ച് ഇന്ന് പ്രാർത്ഥനയോടെ തന്നെ ദൈവസന്നിധിയിൽ മുന്നോട്ട് പോകാം.
കർത്താവിൻ്റെ കൃപ നമ്മുടെ കൂടെയുള്ളതിനായി നന്ദി പറയുന്നു. യേശു ജീവിക്കുന്നു, നമ്മളും ജീവിക്കും. ഒരുമിച്ച് നമുക്ക് ദൈവസന്നിധിയിൽ നിന്ന് പറയാം. വിശ്വാസ പ്രഖ്യാപനം ഏറ്റു പറയുന്നതിന് മുമ്പായിട്ട് നിങ്ങളെ തന്നെ ഒന്ന് ഒരുക്കിയാട്ടെ. നമ്മൾ സ്വയമായിട്ട് പറഞ്ഞാട്ടെ, ഞാനിന്ന് അത്ഭുതം കാണുക തന്നെ ചെയ്യും, ഞാനിന്ന് ദൈവത്തിൻ്റെ പ്രവൃത്തികളെ അനുഭവിക്കുക തന്നെ ചെയ്യും, എൻ്റെ ദൈവത്താൽ ഞാൻ കാണും, സാക്ഷ്യമായി തീരുമെന്ന് തന്നെ ഒന്ന് വിശ്വസിച്ച് ഒന്ന് കണ്ടേ. എന്നിട്ട് വിശ്വാസ പ്രഖ്യാപനത്തിലേക്ക് നമ്മളെ തന്നെ ഒന്ന് ഒരുക്കുക. ഇന്ന് കാണുന്നത് സംഭവിക്കുമെന്ന് വചനം പറയുന്നുണ്ടെങ്കിൽ വിശ്വസിക്കുന്നത് നമ്മൾ കാണുമെന്ന്